ഇപ്പൊ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഹെയ്റ്റൻ കൊച്ചായിരുന്നപ്പോ ഇവളുടെ അമ്മ ഇവൾക്ക് ഇഷ്ടപ്പെട്ട ഫിഷ് കേക്ക് ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ അവളെ സന്തോഷത്തിൽ കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവളുടെ അച്ഛനാണ് അമ്മയിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങും. അങ്ങനെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കൊടുക്കാനുള്ള പൈസ ഇപ്പൊ ഇയാൾ തട്ടിപ്പറിക്കാൻ നോക്കുമ്പോൾ അമ്മ അതൊക്കെ കൊടുക്കുന്ന തെറ്റാന്ന് പറഞ്ഞിട്ട് ഇവരുടെ പൈസ ഒന്നും ഇല്ലെന്ന് പറയും. അപ്പോഴാണ് ഇത് കാണുന്ന ഹെയ്റ്റങ്ങും എനിക്ക് ഫിഷ് കേക്ക് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കും. അതിനുശേഷം അവൾ അമ്മയോട് ഞാൻ ഫിഷ് കേക്ക് കഴിക്കുന്നുണ്ടാണോ, നമ്മുടെ വീട്ടിൽ പൈസ ഇല്ലാത്തെന്ന് പറഞ്ഞ് ഇവളും ചോദിക്കുമ്പോൾ ഇവളുടെ അമ്മയാണ് അതുകൊണ്ടൊന്നല്ല, മോൾക്ക് ഇഷ്ടമുള്ള എന്താണെങ്കിലും ഇനി പറഞ്ഞോളം പറയും. അപ്പോഴാണ് അവളും കരഞ്ഞോണ്ട് എങ്കിൽ പിന്നെ അച്ഛൻ എന്തിനാ അമ്മയെ എപ്പോഴും നിങ്ങളിട്ട് അടിക്കുന്നതെന്ന് പറഞ്ഞ് ഇനി ഇവളൊരു പെൺകുട്ടിയായിട്ട് ജനിച്ചോണ്ടാണ് ചോദിക്കും. അപ്പോഴാണ് അമ്മയും ഇവളെ സമാനപ്പെടുത്തിക്കൊണ്ട് മോള് പെൺകുട്ടിയാണേലും ആൺകുട്ടിയാണേലും എനിക്ക് ഏറ്റവും പ്രധാനം നീയാന്ന് പറഞ്ഞിട്ട് ഇനി എപ്പോഴും ഒരു ദിവസം ഫിഷ് കേക്ക് ഇവൾക്ക് വാങ്ങിച്ചു തരാന്ന് പറയാണ്. ഷീഷോ എന്ന് പറഞ്ഞ അടുത്തുള്ള കടയിലേക്ക് ഇവൾ ആരോടും പറയാതെ ഓടി വരാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവളും ആ ശരിയമ്മ, നിങ്ങൾ എന്നോട് ഫിഷ് കേക്ക് കഴിക്കാൻ വിളിക്കുവാണ്, നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ കടയിലേക്ക് ഓടി വരും, ഇതെന്റെ പ്രോമിസ് എന്നിന് അവർ രണ്ടൊരു ഇമോഷണലായി സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആ ഒരു സീനിന് ശേഷം 2026 ഹെയ്റ്റ് അങ്ങനെ കണ്ടെത്തിയെന്ന് പറഞ്ഞ് ഇപ്പൊ ഇവനെ വിളിച്ചെടുത്തി കാണും. അങ്ങനെ അവന് നേരെ പോലീസിനെ കാണാൻ ചെല്ലുമ്പോഴാണ് ഇവന്റെ അമ്മയാണ് മരിച്ചുപോയി, അതുകൊണ്ട് ഇവന്റെ ഫീലിങ്സ് എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ അതോടെ അവനാണ് ഷോക്കായി അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് ഇവിടെ ഇവളും അവൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. കാരണം സത്യത്തിൽ അത് അവന്റെ അമ്മയാണെന്ന് ഇവർക്ക് ഇതുവരെ ഉറപ്പില്ല. അങ്ങനെ കുറെ സമയത്തിന് ശേഷം അവനും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അവന് മരിച്ചത് അവന്റെ അമ്മയാന്ന് പറഞ്ഞിട്ട് ഇവന്റെ അമ്മ മരിക്കുന്ന സമയത്ത് കാറിനകത്ത് വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു പറയും. അങ്ങനെ അത് പറഞ്ഞപ്പോ ഇവളത് ആരാന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവന് പുച്ഛിച്ചോണ്ട് ഇവളുടെ അച്ഛനാന്ന രീതിയിൽ അവൻ അവിടെ നിന്ന് പോകും. കാരണം അവൻ വിശ്വസിക്കുന്ന ഇവളുടെ അച്ഛനെ കൊലപാതകം ചെയ്തേന്ന്, അതുകൊണ്ട് അവളാണ് ദേഷ്യത്തി നിന്റെ ചിരി കണ്ടിട്ട് നീ എന്റെ അച്ഛനെ കുറ്റം പറയുന്നത് തോന്നല്ലെന്ന് പറഞ്ഞ് ഇവനായിട്ട് ചോദ്യം ചെയ്യുമ്പോൾ അവന് തീർച്ചയായിട്ടും നിന്റെ അച്ഛനായിരിക്കും എന്റെ അമ്മയെ കൊന്ന്, ഞാൻ എവിഡൻസ് പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് അവൻ ഇവളെ മൈൻഡ് ചെയ്ത് പോകും. പക്ഷെ അവളാണ് എന്റെ അച്ഛൻ തീർച്ചയായിട്ടും ആരും കൊല്ലത്തില്ലെന്ന് പറഞ്ഞ് ഇവനോട് പ്രോമിസ് ചെയ്തൊക്കെ പറയുമ്പോൾ അവന് കൊലപാതകം ചെയ്തിട്ട് നീ നിന്റെ അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇവള് പറയുന്ന ഒന്നും കേൾക്കാതെ അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം അവളും കരഞ്ഞോണ്ട് ഇവളുടെ അച്ഛൻ ആരും കൊല്ലത്തില്ലെന്ന് പറഞ്ഞ് പുറത്തുനിന്ന് ഇവളുടെ അച്ഛനൊക്കെ ഫോൺ വിളിച്ചു വെക്കും. പക്ഷെ അച്ഛന് ഫോൺ എടുക്കാത്തോണ്ട് ഇവളും ഏറ്റവും മരിച്ചുപോയി അച്ഛന്ന് പറഞ്ഞിട്ട് ഇപ്പോഴെങ്കിലും ഇവൾക്ക് റിപ്ലൈ ഇടാൻ വേണ്ടി മെസ്സേജ് അയക്കും. അതിനുശേഷം പോലീസാണ് ഇവളെ വിളിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. കാരണം അവൻ ആദ്യത്തെ സംശയം ഇവളുടെ അച്ഛനാന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് പോലീസ് ഇവളെ കുറെ ചോദ്യം ചെയ്യുമ്പോൾ ഇവൾ ഹെയ്റ്റന്റെ കൂടെ കാറിയിരിക്കുന്ന ഇവളുടെ അച്ഛൻ എന്നല്ലെന്ന് പറഞ്ഞ് ആ ഫോട്ടോ നോക്കിയിട്ട് അറിയും. എന്നിട്ട് അവളും അവളുടെ അച്ഛൻ ആരെയും കൊല്ലത്തില്ലെന്ന് പറഞ്ഞ് പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പോൾ പോലീസും സത്യത്തിൽ ഇതാണ് നിന്റെ അച്ഛൻ, അല്ല നിനക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ലെന്ന് പറഞ്ഞ് ഇവളുടെ യഥാർത്ഥ അച്ഛന്റെ ഒരു ഫോട്ടോ എടുത്ത് കാണിക്കും. അങ്ങനെ ആ വ്യക്തി 20 വർഷം മുമ്പേ തന്നെ ജയിലിൽ നിന്ന് മരിച്ചുപോയി, അതുകൊണ്ട് ഇവളെ കൊച്ചിലെ തൊട്ട് വളർത്തിയത് ഇവളുടെ അച്ഛനല്ലെന്ന് പറയും. അങ്ങനെ അത് കേട്ട് അവൾ ഷോക്കാവും. ഇതേ സമയം ഇവിടെ 1991 ഹെയ്റ്റങ്ങിന്റെ വീട്ടിലാണ് കുറെ ആൾക്കാർ വന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റി വെച്ചോണ്ടിരിക്കും. അത് കണ്ടിട്ട് അവനും ഇത് ഗാവോടെ ആൾക്കാരൊന്നല്ല വേറെ എല്ലാം കടം കൊടുത്തവരായിരിക്കും പറഞ്ഞ് ഇവനും പറയുമ്പോൾ അവളും ധൈര്യത്തോടെ നിങ്ങളെ കാരാന്ന് പറഞ്ഞിട്ട് അവർ ചെന്ന് ചോദ്യം ചെയ്യും. അപ്പോഴാണ് അവരും ഓ മോളെ ഇത് ഏബോടെ വീടല്ലേ, അവൻ ഞങ്ങളുടെ അടുത്ത് കടം വാങ്ങിച്ചിട്ടുണ്ട്, അത് ഇതുവരെ തരാത്തോണ്ട് ഞങ്ങൾ ഈ വീട് എടുക്കാൻ പോവാ എന്നിന് അവരും പറയുമ്പോൾ ഇത് കേട്ട് ഈശ്വനാണ് ദേഷ്യത്തി അയാള് നിങ്ങളോട് കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഈ വീട് തന്നെ എടുക്കുന്നത്, രാവിലെ തന്നെ നിങ്ങൾ കള്ളത്തരം കാണിക്കണം എന്നിന് ഇവനും ചൂടാകുമ്പോൾ നീ എന്നോട് ദേഷ്യപ്പെടാതെ അങ്ങോട്ട് മാറിക്കിട കൊച്ചിറക്കാൻ പറഞ്ഞ് ഇവരും ചൂടാകും. അപ്പോഴാണ് ഹെയ്റ്റങ്ങും ഇത് ഇവളുടെ അച്ഛന്റെ വീടൊന്നുമില്ല, ഈ വീട് ഇവളുടെ പേരിലാന്ന് പറയും. പക്ഷെ അവർ എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ ഇവിടെ നിന്ന് പോകത്തില്ലെന്നിരിക്കുമ്പോൾ ഈശ്വൻ അവൾ അകത്തേക്ക് ഇരിക്കാൻ പറഞ്ഞിട്ട് ഇവൻ പെട്ടെന്ന് ഒരു കത്തിയായിട്ട് അവന്മാര് പേടിപ്പിക്കാൻ വേണ്ടി പോകും. ഇത് അവളുടെ അച്ഛന്റെ വീടൊന്നുമില്ല, ഈ വീട് ഇവളുടെ പേരിലുള്ള, ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയ പിന്നെ ഞങ്ങളും നോക്കി നിൽക്കത്തില്ല എന്നിന് അവന് പേടിപ്പിക്കുമ്പോൾ ഇവന്മാരാണ് ഞങ്ങൾ ഇത്രയും പേര് നിന്നെ കൊണ്ട് വെട്ടാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും വേണം ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞ് ഇവന്മാര് പേടിപ്പിക്കുമ്പോൾ ഹെയ്റ്റങ് അവന്റെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യും. അതോടെ അവന്മാരും പേടിച്ചിട്ട് എടാ പിള്ളേരെ നിങ്ങളെ കണ്ട് പേടിച്ചിട്ട് പോകല്ല, അവളുടെ അച്ഛനോട് പറഞ്ഞേക്കെങ്കിൽ പിന്നെ പൈസ ആയിട്ട് മര്യാദയ്ക്ക് വരാൻ എന്നിന് ഇവന്മാർ ജീവനും കൈ പിടിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം അവനും ഇനി ഇവന്മാരൊന്നും വരുത്തില്ലെന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി സേഫ്റ്റിക്ക് അവരെടുത്ത് വെച്ച സാധനങ്ങളൊക്കെ ഇവൻ നേരെ വെച്ച് ക്ലീൻ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഹെയ്റ്റങ് ആണ് നേരെ വീടിന്റെ പത്രമായിട്ട് ഇവന്റെ അടുത്തേക്ക് വരും. ഈശ്വൻ ഞാൻ ഈ വീട് വിൽക്കാൻ തീരുമാനിച്ചു എന്നിന് അവളും പറയുമ്പോൾ അവൻ അവന്മാരെ കണ്ട് പേടിച്ചാണെങ്കിൽ അവന്മാർ ഇനി വരാതെ ഇവൻ നോക്കിക്കോളാന്ന് പറയും. അപ്പോഴാണ് അവളും ഈ വീടിന് വേണ്ടി എനിക്ക് നിന്നെ നഷ്ടപ്പെടാൻ വയ്യെന്ന് പറഞ്ഞിട്ട് ഇവൻ എന്തെങ്കിലും പറ്റുമെന്ന് പേടിച്ചിട്ടാ അവൾ ഈ വീട് വിൽക്കുന്നതെന്ന് പറയും. അപ്പോഴാണ് അവനും ധൈര്യത്തോടെ ഹെയ്റ്റങ് അതൊന്നും കുഴപ്പമില്ല, നിന്റെ അച്ഛൻ വാങ്ങിച്ച കടത്തിന് ഈ വീട് നിന്ന് വിൽക്കുന്നത്, ഞാൻ ജീവനോടുള്ളവരെ ഈ വീടിന്റെ അടുത്ത് ആരും വരുത്തില്ല മതിയോ എന്നിന് അവനും പറഞ്ഞോടെ ഇവൾ എനിക്ക് വീടല്ല നീയാ വലുതെന്ന് അവനോട് പറയും. അതോടെ അവനും മൊത്തത്തിൽ ഇമോഷണലാവും. അതിനുശേഷം അവളും ഇവളുടെ അച്ഛനെ വിളിച്ചു വരുത്തിയിട്ട് ഇയാൾക്ക് ഈ വീട് വേണം, ഇവളായിട്ടുള്ള ബന്ധം ഇതോടെ തീരുന്ന ഒരു പേപ്പർ എഴുതി തരാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവളുടെ അച്ഛനാണ് ഇത് വായിച്ചു നോക്കിയിട്ട് നിനക്കെന്താ വട്ടാണോടി, നീ വീട് തന്നിട്ട് എന്റെ അടുത്ത് രക്ഷപ്പെടാൻ നോക്കുന്നു എന്നിന് അയാളും പറ്റത്തില്ലെന്ന് പറയുമ്പോൾ ഇവളാണ് ഈ പേപ്പറിൽ സൈൻ ഇട്ടാൽ മാത്രമേ ഇയാൾക്ക് ഈ വീട് കിട്ടത്തുള്ളൂ എന്ന് പറയും.
അപ്പോഴാണ് അവളുടെ അച്ഛനും നൈസിന് ഇവളുടെ മനസ്സോറ്റാൻ വേണ്ടി നോക്കും. മോളെ, ഞാൻ വീട് വിൽക്കാനല്ല തീരുമാനിച്ചത്, ഈ വീട് പണയം വെച്ച് ഞാൻ ബെറ്റ് കളിക്കാൻ വേണ്ടിയാ. എന്നിട്ട് ഞാൻ കുറെ പൈസ ഉണ്ടാക്കത്തില്ലേ, അതിനുശേഷം നമുക്ക് സന്തോഷത്തിൽ ജീവിക്കാം. എന്നിട്ട് അയാളും പറയുമ്പം ഈ പൈസയ്ക്ക് വേണ്ടി എന്നെ ഉപദ്രവിച്ചൊക്കെ നിങ്ങൾ മറന്നോയെന്നറിഞ്ഞ് ഇവളും ചോദിക്കും. അങ്ങനെ ഇവന്റെ ഉദ്ദേശം വേറെ ഒന്നുമില്ല, ഇവൾ കൂടെ ഉണ്ടെങ്കിൽ ഇവൾ ഏതെങ്കിലും കോടീശ്വരന്മാരെടുത്ത് കല്യാണം കഴിപ്പിച്ചെടുത്ത് കൂടെ നൈസിനെ അങ്ങ് സെറ്റിലാന്ന് പറഞ്ഞ് തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ഡയലോഗ് ഇറക്കി നോക്കുന്നത്. പക്ഷെ അവസാനം വരെ ഇവൾ സമ്മതിക്കാത്തോണ്ട് അവൻ അവസാനം സൈൻ ഇടാൻ തീരുമാനിക്കും. അതിനുശേഷം ഇവിടെ ഈശ്വൻ അവൾക്ക് വേണ്ടി കുറെ സമയം വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവളും പെട്ടെന്ന് നമ്മൾ വിചാരിച്ച പോലെ തന്നെ അയാൾ സൈൻ ഇട്ടെന്നറിഞ്ഞിട്ട് ഇനി ഇവർ തമ്മിൽ ഒരു ബന്ധമില്ലെന്നറിയും. അതോടെ അവന് സന്തോഷത്തി. എങ്കിൽ പിന്നെ നീ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സാധനം കൊണ്ടുവന്നില്ലെന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ അവളും പഠിക്കാൻ ബുക്സും എന്റെ അമ്മൂമ്മയുടെ ഒരു ഫോട്ടോയും മാത്രമേ ഉള്ളെന്ന് പറയും. അതല്ലാതെ വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ യഥാർത്ഥത്തിൽ ഇവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകും. അങ്ങനെ ഈശ്വൻ താമസിക്കുന്ന വീട് ഇവരുടെ ഒരു സ്വന്തം വീടായിട്ട് മാറി. അതിനുശേഷം അവൾ അമ്മൂമ്മയോട് ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്കൊരു ഫാമിലി ഉണ്ട് അമ്മൂമ്മയെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അവൾ ആദ്യമായിട്ട് സമാധാനത്തിൽ വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴാണ് അവൾ ആ സന്തോഷത്തിൽ ഈശ്വൻ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ച് കൂയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് പുറത്തിരുന്ന് അവനാണ് ചിരിച്ചിട്ട് ഹെയ്റ്റാങ് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നിട്ട് അവനും പറയുമ്പം അവള് നാളെ നമുക്കൊരു പുതിയ ബെഡ് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അവന്റെ പേര് തന്നെ വിളിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇപ്പോഴാണ് അവൾക്കൊരു വീട്ടിൽ ജീവിക്കുന്ന പോലെ തോന്നുന്നത്. അതിനെ ശീശുവിന് സന്തോഷത്തിൽ ഉറക്കം വരാതെ അവന്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി ചെല്ലും. എടാ റാറ്റെ, എനിക്ക് ഇതിനോടൊരു കാര്യം ചോദിക്കണം, നിനക്കിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ എവിടെ നിന്ന് കിട്ടുന്നത്? എന്നിട്ട് അവന് ചോദിക്കുമ്പോൾ തന്നെ അവന് സന്തോഷത്തി എനിക്കറിയാളാ, എന്റെ ട്രെൻഡ് എപ്പോഴേലൊക്കെ നീ ഫോളോ ചെയ്യുന്നു, എന്തിനാ നിനക്ക് വാങ്ങിക്കാനാണോ? എന്നിട്ട് ഇവനും ചോദിക്കുമ്പോൾ ഈശ്വനും ഒരു പെങ്കൊച്ചിന് വേണ്ടിയാന്ന് അറിയും. അതോടെ അവനും ഹെയ്റ്റാങ്ങാന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ഇവർ തമ്മിൽ സെറ്റ് ആയെന്ന് പറഞ്ഞ് കളിയായിക്കൊണ്ടിരിക്കും. അതോടെ ഈശ്വനും നീ ചുമ്മാ അനാവശ്യം പറയാതെ ആദ്യം ഡ്രസ്സ് വാങ്ങിക്കാനുള്ള വഴി പറഞ്ഞാന്ന് പറഞ്ഞ് ഇവനോട് ചോദിക്കുമ്പോൾ അവന് നാളെ തന്നെ നമുക്ക് പോകാളിയെന്ന് പറഞ്ഞ് ഇവനെ സമാനപ്പെടാൻ പറയും. എന്നിട്ട് ഈശ്വൻ ഇവിടെ തന്നെ കിടന്നുറങ്ങുമ്പോൾ ഹെയ്റ്റാൻ വീട്ടിലുള്ളതുകൊണ്ടാണ് ആളി ഇവിടെ കിടന്നുറങ്ങുന്നതെന്ന് പറഞ്ഞ് ഇവന്റെ ഗേൾ ഫ്രണ്ടിനോട് ആ കാര്യം പറയാൻ വേണ്ടി പോകും. അതോടെ ഈശ്വനും മര്യാദ കിടന്നുറങ്ങണമെന്ന് പറഞ്ഞിട്ട് അവനായിട്ട് അടിച്ചു പൊട്ടിക്കും. അതിനുശേഷം അടുത്ത ദിവസം ഇവർ സ്കൂളിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവിടെ ഹെയ്റ്റാങ്ങിന്റെ അടുത്ത് ഇവരെല്ലാരും കൂടെ ഒരു പേപ്പർ കൊടുക്കും. അങ്ങനെ അവളത് നോക്കുമ്പോഴാണ് ഈശ്വൻ ഈ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് എല്ലാരും കൂടെ പെറ്റീഷൻ എഴുതി സൈൻ ഇട്ടേക്കും. അങ്ങനെ അതോടെ അവളും ദേഷ്യത്തി ഇതാരെ എഴുതിയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഈശ്വൻ അവിടേക്ക് എന്നിട്ട് എന്തോ ഭക്ഷണം ചോദിക്കും. പക്ഷെ ഇവളാണെന്നും പറയത്തില്ല. അതുകൊണ്ട് അവന് സീറ്റിൽ ചെന്നിരിക്കുമ്പോഴാണ് ഹെയ്റ്റാൻ നേരെ ഷെന്നിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇവനാണ് ഇതിനൊക്കെ തുടക്കട്ടെ ചോദിക്കും. അപ്പോഴാണ് അവനും ഇതെന്റെ മാത്രം ആഗ്രഹമല്ല, എല്ലാവരുടെ ആഗ്രഹം ഇതാന്ന് പറഞ്ഞിട്ട് ആ സൈൻ ഇവളെ നോക്കാൻ വേണ്ടി പറയും. എന്നിട്ട് അവളും എങ്കിൽ പിന്നെ എല്ലാവരുടെ ആഗ്രഹം സത്യം ഇതാണെന്ന് പറഞ്ഞ് അവരോട് സംസാരിക്കാൻ പറയുമ്പം അവരാരും തന്നെ മിണ്ടത്തില്ല. അതോടെ ഷെന്നും ഞങ്ങൾ സൈൻ ഇട്ടാ പോരെ, നിനക്ക് സൈൻ ഇടാൻ താല്പര്യമില്ല ഇടണ്ട, പക്ഷെ ഞങ്ങളുടെ പെറ്റീഷൻ ടീച്ചറിനോട് ചെന്ന് കൊടുക്കും. അവൻ വന്നതിന് ശേഷം നിന്റെ മാർക്കോ കുറയാൻ തുടങ്ങി, കൂടാതെ അവൻ കാരണം നിന്നെ കുറെ ചീത്തപ്പേരെ കിട്ടിയില്ലേ, എന്നിട്ട് ഇതിനെ നീ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്നിട്ട് ഇവന് ചോദിക്കുമ്പം അതൊക്കെ അവളുടെ പേഴ്സണൽ കാര്യമെന്ന് പറഞ്ഞിട്ട് ഇവൻ എന്തുകൊണ്ടാ അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഈ പെറ്റീഷൻ എഴുതുകയും ചോദിക്കും. അങ്ങനെ ഈശ്വൻ ഈ ക്ലാസ്സിൽ ഒരുത്തിന് അടിച്ചെന്ന് പറഞ്ഞ ഇപ്പൊ ഇത് എഴുതിയേക്കുന്ന. അതുകൊണ്ട് അവളും ഈശ്വൻ ആരെ അടിച്ചെന്ന് പറഞ്ഞ് ഇവളെല്ലാരോടും ചോദിക്കുമ്പം അവരാരും തന്നെ അനങ്ങത്തില്ല. അതിനുശേഷം അവളും ഈശ്വൻ പെമ്പിള്ളേരെ ശല്യപ്പെടുത്തിയെന്നോ, എങ്കിൽ പിന്നെ അതാരെന്ന് നോക്കട്ടെ, ഇവിടെ ആരെങ്കിലും അവൻ ശല്യപ്പെടുത്തിയിട്ടുണ്ടോ എന്നിട്ട് ഇവൾ വീണ്ടും ചോദിക്കുമ്പം അവരാരും തന്നെ മൈൻഡ് ചെയ്യത്തില്ല. അപ്പോഴാണ് അവളും ഒരു തെറ്റും ചെയ്യാത്ത ഒരുത്തിനെ നിങ്ങൾ എന്തിനെ വെറുതെ അനാവശ്യങ്ങളൊക്കെ എഴുതി കൊടുത്ത് അവനെ പുറത്താക്കാൻ നോക്കുന്നതെന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് എല്ലാവരും പഠിക്കാൻ പറഞ്ഞിട്ട് അവൾ സീറ്റിൽ ചെന്നിരിക്കും. അതോടെ ഈശ്വനാണ് ഇവൾ സംസാരിച്ചിട്ട് അവന് സന്തോഷപ്പെടും. അതിനുശേഷം അടുത്ത സെക്കൻഡിന് ഷെന്നിൻ ദേഷ്യത്തിൽ നിങ്ങളൊക്കെ എന്തോടെ മണ്ടന്മാരാണെന്ന് പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്ത് ദേഷ്യത്തിരിക്കുമ്പം അതേസമയം സാർ അവിടെ വന്നുടനെ എല്ലാവരും അങ്ങ് സൈലന്റ് ആകും. അതിനുശേഷം ഇവരും ക്ലാസ് കഴിഞ്ഞ് ഇവർക്ക് റിപ്ലൈ ലെറ്റർ എല്ലാം കിട്ടിയെന്ന് പറഞ്ഞ് നോക്കാൻ വേണ്ടി പോകും. പക്ഷെ അവിടാണ് ഇതുവരെ ഒരു ലെറ്ററും കാണത്തില്ല. അതുകൊണ്ട് എപ്പോഴായിരിക്കും ഇത് ആരാമെന്ന് ആലോചിച്ചോണ്ട് ഇവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് ഒരു ബെഡും കൂടെ വാങ്ങിക്കാൻ തീരുമാനിക്കും. അപ്പോഴാണ് അവനും ഹെയ്റ്റാങ് അതൊക്കെ ഞാൻ നോക്കിക്കോളാം, എനിക്ക് വേറെയും കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്, അതുകൊണ്ട് നീ വീട്ടിൽ പോയിക്കോ എന്നിന് അവനും പറയുമ്പോൾ ഇവൾ ഇത്ര സന്തോഷത്തിൽ എവിടെയൊക്കെ പോകുന്നെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇവൾക്ക് ഡ്രസ്സ് വാങ്ങിക്കുന്ന കാര്യമൊന്നും പറയാതെ ഞാൻ ചുമ്മാ ചായ കാണാൻ വേണ്ടി പോകാന്ന് പറഞ്ഞിട്ട് അവൻ നൈസിന് അവിടെ നിന്ന് പോകും. അതിനുശേഷം റാറ്റും ഇവനെ വിളിച്ചോണ്ട് അവൻ എപ്പോഴും വാങ്ങിക്കുന്ന കടയിലേക്ക് ചെല്ലും. അളിയ ഈശ്വൻ ഇതൊക്കെ ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് പക്ക ട്രെൻഡാ, നമ്മുടെ സ്ഥലത്ത് ഇതേപോലെ ആരും ഇട്ടിട്ടില്ല, ഇത് നീ അവൾക്ക് വാങ്ങിച്ചു കൊടുക്ക് എന്നിന് ഇവനും കാണിച്ചു കൊടുക്കുമ്പോൾ ചുമ്മാ മോഡൽ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാതെ സ്കൂളിൽ പോകുന്ന പെൺകുട്ടിക്ക് വേണ്ടി ഡീസെന്റ് ആയിട്ടുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവനും ഡീസെന്റ് ആയിട്ടുള്ള സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ഓക്കെ എങ്കിൽ പിന്നെ പ്ലെയിൻ ആയിട്ട് എന്തെങ്കിലും സെലക്ട് ചെയ്യാം എന്നിന് ഇവനും കുറെ ഷോപ്പിംഗ് ചെയ്തിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവൻ ഈ ഡ്രസ്സൊക്കെ മിക്കവാറും അവൾക്ക് ഇഷ്ടപ്പെടുന്ന അറിഞ്ഞിട്ട് ഇതേപോലെ കളറി ഇവനും ഡ്രസ്സ് ചെയ്ത് റൊമാൻറ്റിക് ഫീലൊക്കെ ഉണ്ടാക്കാൻ പറയും. അതിനുശേഷം അവനും നാണിച്ചിട്ട് അവിടെ നോക്കുമ്പോഴാണ് ഇവിടെ അടുത്ത സെക്കൻഡിന് റാറ്റും നേരെ കടയിലേക്ക് ഓടിച്ചില്ലും. ആന്റി പ്ലീസ് ആന്റി, ഞാൻ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ അല്ലേ, എനിക്ക് വേണ്ടി നിങ്ങൾ ഓഫറാ, ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടല്ലേ ജീവിക്കുന്നത് എന്നിന് ഇവൻ ഇവിടുന്ന് ഓഫറിന് വേണ്ടി കെഞ്ചിക്കൊണ്ടിരിക്കും. കാരണം അവനോട് ചീപ്പ് എന്ന് പറഞ്ഞ് ഇവൻ വില കുറച്ചെല്ലാം വാങ്ങിച്ചു കൊടുത്തത്. പക്ഷെ അവസാനം പൈസ എല്ലാം ഇവിടെ റാറ്റായിരിക്കും അടയ്ക്കുന്നത്. ഇതേസമയം ഇവിടെ ഹെയ്റ്റാങ്ങും അവളുടെ ഓണറിനോട് വല്ല യൂസ് ചെയ്യാത്ത പഴയ ബെഡെല്ലാം ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ ഓണർ ഓർമ്മ ഇരിപ്പുണ്ട്, നിനക്ക് വേണേ അത് ഇവിടെ നിന്ന് എടുത്തോന്ന് പറഞ്ഞിട്ട് ഇവളുടെ ഇന്ന് പൈസ ഒന്നും വാങ്ങിക്കാതെ അവിടെ നിന്ന് പോകും. അതേസമയം വീട്ടിലേക്ക് വന്ന് ഈശ്വനാണ് റൊമാൻറ്റിക് ആയിട്ട് എന്തോ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഇവൾക്ക്
അവൾക്ക് വേണ്ടി വാങ്ങിച്ച ഡ്രസ്സൊക്കെ അവൾ കാണാൻ വേണ്ടി ഇട്ട് വെച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവള് പെടുന്ന വീട്ടിലേക്ക് വന്നുടനെ ഇവൻ സൈഡിലേക്ക് ചെന്ന് ഒളിഞ്ഞിരിക്കും. എന്നിട്ട് അവൾ വന്ന് ഈ ഡ്രസ്സൊക്കെ കാണുമ്പോഴാണ് അവള് മൊത്തം ഷോക്കായി. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ കാണുന്നെന്ന് അറിഞ്ഞ് അവൾ മൊത്തം ഇംപ്രസ് ആയിരിക്കും. അതിനുശേഷം അവനും കുറച്ച് ഷൈയോടെ അവിടേക്ക് വന്നിട്ട് ഇവളെ നോക്കി ചിരിക്കുമ്പം അവളെ സന്തോഷത്തി ഇവന് വേണ്ടി ആ ഡ്രസ്സ് ഇട്ടോണ്ട് വരും. അപ്പോഴാണ് അവൻ അവളെ നോക്കിയിട്ട് ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടോ? കറക്റ്റ് സൈസൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് ചേരുമല്ലെന്ന് എനിക്കൊരു പേടിയില്ല എന്നിന് ഇവനും പറയുമ്പം അവൾ അതൊന്നും കുഴപ്പമില്ല, എനിക്കെല്ലാം മാച്ച് ആകുമെന്ന് അറിഞ്ഞിട്ട് അവൾക്ക് ഈ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറയും. അതിനുശേഷം ആ ഒരു സന്തോഷത്തിൽ ഇവ രണ്ടുപേരും കൂടെ രാത്രി ലെറ്റർ എന്നെന്ന് അറിയാൻ വേണ്ടി ആ മഴയത്ത് അവിടേക്ക് ഓടി ചെല്ലും. അപ്പോഴാണ് അവനും എന്തായാലും മഴയത്ത് നനഞ്ഞില്ല, ഒന്നും കൂടെ നനയാന്ന് പറഞ്ഞ് ഇവളെ വിളിക്കുമ്പം അവളും പുതിയ ഡ്രസ്സാന്ന് പറഞ്ഞിട്ട് അവൾ വരുന്നില്ലെന്ന് പറയും. അപ്പോഴാണ് അവന് പുതിയ ഡ്രസ്സാണെങ്കിൽ എന്ത്, നമുക്കത് ഒന്നും കൂടെ കഴുകിയിടാം എന്നിന് ഇവളെ വിളിച്ചോണ്ട് വന്നിട്ട് രണ്ടുപേരും കൂടെ മഴയത്ത് നനഞ്ഞോണ്ടിരിക്കും. അങ്ങനെ അവസാനം കുറെ ഡാൻസും എല്ലാം ചെയ്ത് ഇവർ മൊത്തത്തിൽ കുളിച്ചിട്ടായിരിക്കും അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അന്നത്തെ ദിവസം ഇവർക്ക് റിപ്ലൈ ലെറ്റർ ഒന്നും വന്നു കാണത്തില്ല. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ഇവിടെ ചായയും കടയെല്ലാം പുതുക്കിയിട്ട് വീണ്ടും ഇനോഗ്രേഷന് വേണ്ടി ഇവരെല്ലാരും കൂടെ വിളിക്കും. അങ്ങനെ അതുകൊണ്ട് ടീച്ചർ എല്ലാരും പറഞ്ഞ് ആ കട ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് ഇവരെല്ലാം സന്തോഷത്തിൽ ഇനി തൊട്ട് ഇതൊരു ഗെയിമിംഗ് സ്ഥലം പറഞ്ഞ് ഇവരെല്ലാരും കൂടെ പടക്കം പോയിട്ട് ആഘോഷിച്ചോണ്ടിരിക്കും. അങ്ങനെ ചായക്ക് ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒരു പുതിയ ജീവിതം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഇവരെല്ലാം ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് നൈസിന് അവരെല്ലാം ചായയും ടീച്ചറും കൂടെ എടുക്കണമെന്ന് പറഞ്ഞ് മാറി നിൽക്കും. അങ്ങനെ അതിനുശേഷം ഇവിടെ ഓരോരുത്തരും കപ്പിൾസ് ആയിട്ട് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ രാത്രി വരെ ഇവരെല്ലാം ഇങ്ങനെ ചിരിച്ചും പറഞ്ഞൊക്കെ ഇരിക്കുമ്പം കറക്റ്റ് അതേസമയം ഇവർ വേണ്ടി കട ഓപ്പൺ ചെയ്ത കാര്യം അറിഞ്ഞ് ഗാവ അവന്റെ ആൾക്കാരായിട്ടൊക്കെ അവിടേക്ക് വരും. നീ പുതിയതായിട്ട് ജോലി ചെയ്യാൻ പോകുന്ന കാര്യം എന്നോടെന്താ പറയാത്ത? ഞാൻ നിനക്ക് ഫ്ലവർസ് അയക്കത്തില്ലായിരുന്നു എന്നിന് ഗാവവും ചോദിക്കുമ്പം ഇത് ചെറിയ ബിസിനസ്സാ, അതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം ചോദിക്കും. അപ്പോഴാണ് ഗാവയും ചെറിയ ബിസിനസ് ആണെങ്കിലും പൈസ വരുമല്ലോ, ഒരേ ഈ സ്ഥലം വീണ്ടും പഴയതുപോലെ അടിച്ച് നശിപ്പിച്ചാലുള്ള അവസ്ഥയോ എന്നിന് ഗാവയും പേടിപ്പിക്കുമ്പം ഇപ്പൊ എന്തിനാ ഞങ്ങളായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് ഗാവയും ഇനിയിപ്പോ ഇത് നിന്റെ കടയായതുകൊണ്ട് ഞങ്ങളുടെയും കൂടെ കടയല്ലേ എന്ന് എന്റെ പയ്യന്മാര് ഇവിടേക്ക് വരും, കാരണം ഇനി ഇത് എന്റെ സ്ഥലമോ, ഈ ഗാവയ്ക്കില്ലാത്ത സ്ഥലമില്ല മോനെ എന്നിന് ഇവരെല്ലാരും കൂടെ അകത്തേക്ക് കയറി ചെല്ലും. അതോടെ ഈശ്വരനും ദേഷ്യത്തി ഇവന്മാരെന്തോ കാണിക്കുന്ന പറഞ്ഞ് ഇവരെ പറഞ്ഞുവിടാൻ വേണ്ടി നോക്കുമ്പം ചായയും വീണ്ടും ഭക്ഷണം ഉണ്ടാക്കണം പറഞ്ഞിട്ട് എന്താണെന്ന് അറിയാതെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കും. അതേസമയം ഇവിടെ ഹെയ്റ്റ് അങ്ങും ആ പോസ്റ്റിൽ നിന്ന് ലെറ്റേഴ്സ് ഒക്കെ എടുത്ത് മാറ്റി വെച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവർക്ക് തിരിച്ച് ലെറ്റർ എന്ന കാര്യം അവൾ കാണുന്നത്. അതേസമയം ഇവിടെ 2026 പോലീസ് അറിഞ്ഞ് കേട്ടിട്ട് ഇവൾ സത്യത്തി അതെന്റെ അച്ഛനാന്ന് പറഞ്ഞിട്ട് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോഴാണ് പോലീസും മാം നിങ്ങൾ ജനിച്ചത് 2002, പക്ഷേ 2001 നിങ്ങളുടെ അച്ഛൻ ജയിലിലുണ്ടായിരുന്നു, എങ്കിൽ പിന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് എപ്പോഴാണ് അച്ഛൻ തിരിച്ചെത്തിയത് എന്നിനെ പോലീസ് ചോദിക്കുമ്പോഴാണ് അവളും എനിക്ക് കറക്റ്റ് സമയമൊന്നും ഓർമ്മയില്ല, പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ അമ്മൂമ്മയായിട്ടാണ് ജീവിച്ചോണ്ടിരുന്നത്, ഒരുപക്ഷെ അദ്ദേഹം എന്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മൂമ്മ എന്നോട് പറഞ്ഞു കാണത്തില്ലേ, ഞങ്ങൾക്ക് കുറെ ദിവസം ഒരുമിച്ചാണ് ജീവിച്ചത്, ഞങ്ങളുടെ ഗ്രാമത്തിരിക്കുന്ന എല്ലാവർക്കും അറിയായിരുന്നു ഇദ്ദേഹം എന്റെ അച്ഛനാണെന്ന്, പിന്നെ നിങ്ങൾ വേറെ ഒരാളുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇതെന്റെ അച്ഛനാന്ന് പറഞ്ഞാൽ ഞാനെങ്ങനെ വിശ്വസിക്കും എന്നിന് അവളും പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് ഇവിടെ അതേസമയം പോലീസിന് ഇവളുടെ അച്ഛനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ കിട്ടും. അതായത് ഈശ്വൻ 1991 ഒരു കൊലപാതകം ചെയ്ത് 13 വർഷം ജയിലിൽ കടന്നയാ. അങ്ങനെ ഈ ഒരു സീൻ കാണിച്ചോണ്ട് നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുവാണ്. ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഈശ്വനാണ് കൊലപാതകം ചെയ്ത് ജയിലിൽ കടന്നൊക്കെ അറിഞ്ഞാണ്. അങ്ങനെ അതിനെ ശിവൻ ഇപ്പോൾ ഹേറ്റിംഗ് ആയിട്ട് പുറത്ത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവളാണ് ഒരു ഗ്ലോബ് കണ്ടിട്ട് അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അതോടെ അടുത്ത സെക്കൻഡ് തന്നെ അവനും അത് ഇവൾക്ക് വാങ്ങിച്ചു തരാൻ വേണ്ടി പോകുമ്പം ഇവൾ വെറുതെ പൈസ വേസ്റ്റ് ആക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ശിവന് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട് ഇവളുടെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു തരാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവന് സന്തോഷത്തി ശരി എന്നാ എങ്കിൽ പിന്നെ തീർച്ചയായിട്ടും ഇതിന്റെ ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിച്ചു തന്നിരിക്കും, അത് എത്ര പൈസ ആയാലും എന്നിന് അവന് വാക്ക് കൊടുക്കുമ്പോൾ ഇവൾ ഇവന്റെ ബർത്ത്ഡേ എന്നാന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അതൊന്നും എനിക്ക് ഓർമ്മയില്ല, ഞാനൊന്നും കൊച്ചല്ലല്ലോ, അതുകൊണ്ട് നീ എനിക്കൊന്നും വാങ്ങിച്ചു തരണ്ട, കൂടെ നിനക്ക് വേറെ എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിലും അത് നീ എന്നോട് പറഞ്ഞേക്ക്, ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ചു തരാം എന്നിന് അവനെ അവളും വിളിച്ചോണ്ട് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് പെട്ടെന്ന് ഇവളാണ് സർപ്രൈസ് ആയിട്ട് ഇവന്റെ ബർത്ത്ഡേ ആഘോഷിക്കും. അങ്ങനെ ഇവന്റെ ബർത്ത്ഡേ എന്നാന്ന് അറിയാത്തോണ്ട് ഇനി തൊട്ട് ഇന്ന് അവന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ഈ ഡേറ്റ് ഇവന് ഓർമ്മച്ചോളം പറയും. അതുകൊണ്ട് അവൻ ഇമോഷണൽ ആയിട്ട് ഇതാ എന്റെ ആദ്യത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞ് ഇവൾക്ക് താങ്ക്സ് പറയും. അതിനുശേഷം അവളും ഈ തവണ കടയിൽ നിന്ന് കേക്ക് വാങ്ങിക്കാൻ പറ്റാത്തോണ്ട് ഇനി വരുന്ന എല്ലാ വർഷവും ഇവന് വേണ്ടി കേക്ക് വാങ്ങിച്ചു തരാന്ന് പറയും. അതോടെ അവനും കരഞ്ഞോണ്ട് ഹെയ്റ്റാങ് സന്തോഷത്തോടെ ജീവിക്കണം, അവൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടണം, അവൾ ആഗ്രഹിച്ചില്ല നടക്കണം എന്ന് പറഞ്ഞ് ഇവ 3 ആഗ്രഹം അവൾക്ക് വേണ്ടി ചോദിക്കും. അപ്പോഴാണ് അവളും അതേപോലെ ഈശ്വന് സന്തോഷത്തോടെ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവ രണ്ടുപേരും കൂടെ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അടുത്ത സീനിൽ കാണിക്കുന്ന ഇവിടെ ഈശ്വൻ ഫ്യൂച്ചർ പറഞ്ഞ പോലെ ഒരു കൊലപാതകം ചെയ്തിട്ട് നിൽക്കുക. അതുകൊണ്ട് അവനിപ്പോ ഹെയ്റ്റാങ്ങിനെ നോക്കി ഇവളാദ്യം വീട്ടിലേക്ക് ചെന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ ആര് ചോദിച്ചാലും ഇവളിവിടെ വന്നിട്ടില്ലെന്ന് എല്ലാവരോടും പറയാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവളാണ് പേടിച്ചിട്ട് ഈശ്വൻ നീ എന്തോ പറയുന്നത്, ഞാൻ നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എവിടെയും പോകത്തില്ല എന്നിന് ഇവളും പറയുമ്പം അവന് നീ
നീയെങ്കിലും രക്ഷപ്പെടുന്നറിഞ്ഞ് ഇവളെ പറഞ്ഞയക്കാൻ നോക്കും. അപ്പോഴാണ് അവളും കരഞ്ഞോണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ നിന്റെ കൂടെ തന്നെ കാണുന്നറിഞ്ഞ് അവളും കരഞ്ഞോണ്ട് അവരല്ലേ നമ്മളെ കൊല്ലാൻ വന്നെന്ന് പറഞ്ഞ് ഇവനോട് പറയും. അപ്പോഴാണ് അവനും നമ്മളല്ലേ എന്നെ മാത്രമേ കൊല്ലാൻ വന്നുള്ളൂന്ന് പറഞ്ഞിട്ട് ഇവൾ ഒന്നും അറിയാത്ത പോലെ വീട്ടിൽ ചെന്ന് കുത്തിരിക്കാൻ വേണ്ടി പറയും. അങ്ങനെ എനിക്ക് വരെ നീ സന്തോഷത്തോടെ പുറത്തൊക്കെ പോയി ജീവിക്കുന്ന പറഞ്ഞ് ഇവൻ അവൾ ഒറ്റയ്ക്കിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് അങ്ങ് ചെല്ലും. അങ്ങനെ ഇവരെ കൊല്ലാമെന്ന് ആരെയോ കൊന്നിട്ടാണ് അവനിപ്പോ പോലീസിന്റെ അടുത്ത് സറണ്ടർ ആവുന്നത്. അതോടെ അവർ ഇവനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവിടേക്ക് ഹെയ്റ്റ് അങ്ങാണ് ഓടിയെത്തിയിട്ട് ഇവനൊരു തെറ്റും ചെയ്തില്ല, അവ രണ്ടുപേരും ഇവരെ കൊല്ലാൻ വേണ്ടി നോക്കിയെന്നറിയും. അപ്പോഴാണ് അവനും ദേഷ്യത്തി നീ എന്തിനാ ഹെയ്റ്റങ് ഇവിടെ കൊന്നെന്നറിഞ്ഞ് അവളെ പറഞ്ഞു വിടാൻ വേണ്ടി നോക്കുമ്പോൾ പോലീസ് അപ്പൊ ഇവളും കൊലപാതകം ചെയ്തെന്ന് പറഞ്ഞിട്ട് അവളെയും കൂടെ പിടിച്ചു നിർത്തും. അതോടെ ഇവനാണെ കരഞ്ഞോണ്ട് അവളൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ മാത്രമേ കൊലപാതകം ചെയ്തോളൂ എന്നറിഞ്ഞ് അവളെ വെറുതെ വിടാൻ വേണ്ടി പറയും. പക്ഷെ പോലീസാണ് ഇതൊന്നും കേൾക്കാതെ അവളെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസം പോലീസ് ഹെയ്റ്റങ്ങിനെ വെറുതെ ഇട്ടുകൊണ്ട് ഇവൾ ഈശുവിനെ കാണാൻ വേണ്ടി ചെല്ലും. പക്ഷെ അവിടുത്തെ ഓഫീസറാണ് അവൻ ഇവളെ കാണണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവൾക്ക് കാണാൻ പറ്റത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവൾ ഷോക്കായിട്ട് ഓഫീസർ ഞാൻ ഹെയ്റ്റങ്ങ്, അവൻ അങ്ങനെ പറയത്തില്ല എന്നിന് ഇവളും പറഞ്ഞു നോക്കുമ്പോൾ ഓഫീസർ ഇത് അവൻ പറഞ്ഞ അതുകൊണ്ട് ഇവളെ കാണണ്ടെന്ന് പറഞ്ഞിട്ട് ഇവളെ ഇവിടുന്ന് പോകാൻ വേണ്ടി പറയും. അങ്ങനെ ഓരോ ദിവസം ഇവൾ അവനെ കാണാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോഴാണ് അവനും ഇവൾക്ക് ഒരു ലെറ്റർ അയച്ചേക്കും. അങ്ങനെ അത് അവൾ വായിച്ചു നോക്കുമ്പോഴാണ് ഇനി തൊട്ട് ഇവനെ അന്വേഷിച്ച് ഇവളുടെ ജീവിതം ഒന്ന് കളയണ്ടെന്ന് പറയും. അതുകൊണ്ട് അവന്റെ സന്തോഷം ആഗ്രഹിക്കുകയാണ് ഇവർ മുമ്പേ പ്രോമിസ് ചെയ്തതല്ല ഇവൾ നല്ലോണം പഠിച്ച് ഈ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി പറയും. അങ്ങനെ അതാ അവന്റെ സന്തോഷം നിറഞ്ഞ് അവൻ ആ ലെറ്ററിനകത്ത് എഴുതിയേക്കും. അതുകൊണ്ട് ഇവൻ ചെയ്ത കുറ്റം കാരണം വെറുതെ ഇവളും കഷ്ടപ്പെടണമെന്ന് പറഞ്ഞിട്ട് അവളെ ഇവിടെ നിന്ന് പോയിക്കോളാൻ പറയും. അങ്ങനെ അതിനുശേഷം ഈശും പറഞ്ഞു കേട്ട് ഇവൾ വീണ്ടും ഒന്നും കൂടെ എക്സാം എഴുതാൻ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ ഓരോ ദിവസം അവന്റെ ഓർമ്മയിൽ തന്നെ ഇവളും കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു 2 വർഷം കഴിഞ്ഞ് ഇവർ ആഗ്രഹിച്ച പോലെ തന്നെ ഇവൾക്ക് കോളേജ് അഡ്മിഷൻ കിട്ടും. അതുകൊണ്ട് ആ സന്തോഷത്തെ അവളും നേരെ ഈശുവിനെ കാണാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിച്ചെല്ലും. അപ്പോഴാണ് ഇവള് നോക്കുമ്പോൾ അവിടെ പോലീസ് സ്റ്റേഷനാണ് മൊത്തത്തിൽ ഇടിച്ചു പണിഞ്ഞ് വേറെ എന്തോ പണി നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവളാണ് ഓടി ചെന്നിട്ട് അവിടുത്തെ ആൾക്കാരോട് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ അവിടെ പോയി ചോദിക്കുമ്പോൾ അയാൾ എനിക്കൊന്നും അറിയത്തില്ല, നീ അതൊക്കെ പോലീസിനോട് ചെന്ന് ചോദിച്ചു നോക്കുന്ന പറഞ്ഞ് ഇവളെ പറഞ്ഞേക്കും. അതിനുശേഷം ഇവളും വേറൊരു ഓഫീസിനെ കണ്ട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹവും ഇവൾക്ക് ക്രിമിനലിനെ കുറിച്ച് അറിയണമെങ്കിൽ ഇവൾക്ക് അവരായിട്ട് വല്ല ബന്ധമുള്ള പോലെ ID കാർഡ് കാണിക്കാൻ വേണ്ടി പറയും. പക്ഷെ ഇവളുടെ അങ്ങനെ ഒന്നില്ലാത്തതുകൊണ്ട് ഈശ്വൻ ഇപ്പൊ എവിടെ പോയെന്ന് ഇവൾക്കൊരു പിടിയും കിട്ടത്തില്ല. അതിനുശേഷം അവള് വിഷമിച്ച ഒരു സ്ഥലത്തിരുന്ന് നീ ആഗ്രഹിച്ചല്ലേ എനിക്ക് അഡ്മിഷൻ കിട്ടി യേശു എന്ന് പറഞ്ഞ് അവനോട് നേരിട്ട് കണ്ട് സംസാരിക്കാൻ വേണ്ടി ഇവളും കൊതിച്ചിരിക്കും. അതിനുശേഷം ഹേറ്റങ്ങും കോളേജിലേക്ക് ചെല്ലുമ്പോഴാണ് ഒരു 2 വർഷം കഴിഞ്ഞ് ഇവള് വീണ്ടും ഈശ്വൻ അടുത്തുള്ള പോലെ തോന്നാൻ വേണ്ടി അവനെ വളർത്തിയ അനാഥാശ്രമത്തിൽ ചെന്ന് ഇവൾ ജോലി ചെയ്യാൻ തീരുമാനിക്കും. അപ്പോഴാണ് അവിടുത്തെ ലേഡിയും ഇവൾക്ക് സർട്ടിഫിക്കറ്റ് ആണ് 6 മണിക്കൂർ വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ അവൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാ ആഴ്ചയും അവൾ ഇവിടെ വന്നോളെന്ന് പറയും. എന്നിട്ട് 1995 പെട്ടെന്ന് ഈശ്വന്റെ കൂട്ടുകാരൻ റാറ്റും ഇവളെ കാണാൻ വേണ്ടി ആശ്രമത്തിലേക്ക് വരും. അതുകൊണ്ട് അവളാണ് സന്തോഷത്തി ഇവൻ എപ്പോഴും ഇവിടേക്ക് വന്നെന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ അവൻ ഇപ്പോഴാ ജയിലിൽ നിന്ന് റിലീസായ ഇപ്പൊ ഇവളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതെന്ന് പറയും. അപ്പോഴാണ് അവള് സന്തോഷത്തി ഈശ്വൻ എവിടെ നിന്ന് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ് ഇവനോട് ചോദിക്കുമ്പോൾ അവന് സങ്കടപ്പെട്ടോണ്ട് ഈശ്വൻ ജയിലിൽ തന്നെ മരിച്ചുപോയെന്ന് ഇവളോട് പറയും. അപ്പോഴാണ് അവൾ വിശ്വസിക്കാതെ അവൻ എങ്ങനെ മരിക്കും, എനിക്ക് അവൻ ഇപ്പൊ തന്നെ കാണണം, എനിക്ക് കണ്ടാലേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ, മരയ്ക്ക് എന്നെ അവന്റെ അടുത്തേക്ക് വിളിച്ചോണ്ടോ എന്നിന് ഇവനായിട്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അവൻ അഡ്രസ്സ് എന്റെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് എന്നെ വിശ്വാസമില്ല, നീ തന്നെ മനസ്സ് ധൈര്യപ്പെടുത്തിയതിനു ശേഷം അവിടെ ചെന്ന് അവനെ കാണാൻ വേണ്ടി പറയും. അങ്ങനെ അവസാനം അവൻ തന്ന അഡ്രസ്സിലേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ ഈശ്വന്റെ പേര് ഒരു കല്ലറ കാണും. അങ്ങനെ അത് കണ്ട് അവൾ തകർന്നുപോയി. നീ എന്നെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറഞ്ഞാലും നീ ഇല്ലാതെ എങ്ങനെയാ ഈശ്വൻ ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നതെന്ന് പറഞ്ഞ് അവൾ അവനെ കുറിച്ച് തന്നെ ആലോചിച്ചോണ്ടിരിക്കും. അങ്ങനെ ആ ഒരു ഓർമ്മയിൽ തന്നെ ഇവള് മരിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അവന്റെ ആഗ്രഹം ഇവള് സന്തോഷത്തോടെ ജീവിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് അവൾ അവസാന നിമിഷം ഇവളുടെ തീരുമാനം മാറ്റി അവന് വേണ്ടി ഇവളും ജീവിക്കാൻ തീരുമാനിക്കും. ഇതേ സമയം ഇവിടെ അവൻ മരിച്ചെന്ന് ഹെയ്റ്റാങ് വിശ്വസിച്ചാലും സത്യത്തിൽ ഇവിടെ 2005 ഈശ്വൻ ഇപ്പോഴും ജയിലിലുള്ള, അതായത് അവൻ മരിച്ചിട്ടില്ല. അങ്ങനെ 2005 ഇവനും ജയിലിൽ നിന്ന് റിലീസായി പോകുമ്പോഴാണ് ഇവന്റെ അടുത്ത് ഹെയ്റ്റാങ് അയച്ച കുറെ ലെറ്റർ കാണും. അങ്ങനെ അതൊക്കെ അവൻ പുറത്തുനിന്ന് നോക്കിയിട്ട് ഇനി അവള് സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നറിഞ്ഞ് ഇവൻ അതെല്ലാം കത്തിച്ചളയും. പക്ഷെ അവസാന നിമിഷം മനസ്സില്ലാതെ ഇവൻ അതിൽ നിന്ന് ഒരു ലെറ്റർ മാത്രം എടുത്തിട്ട് ഇവനത് വായിച്ചു നോക്കും. അപ്പോഴാണ് അതിനകത്ത് അവളും എല്ലാ വർഷവും ഇവന്റെ ബർത്ത്ഡേ ആഘോഷിക്കാന്ന് പറഞ്ഞിട്ട് ഇവൻ ആഗ്രഹിച്ച പോലെ തന്നെ അവൾക്ക് കോളേജ് അഡ്മിഷൻ കിട്ടിയെന്നൊക്കെ എഴുതിയേക്കും. അങ്ങനെ അതൊക്കെ വായിച്ചു നോക്കിയിട്ട് അവനും കരഞ്ഞോണ്ട് അവസാനത്തെ ഭാഗം മാത്രം ആ കുക്കീസിന്റെ ബോക്സ് വെച്ചോണ്ട് അവൻ അവിടെ നിന്ന് പോകും. എന്നിട്ട് അവനും ഒരു പുതിയ പേരോടെ ഇവിടെ ജീവിക്കാൻ വേണ്ടി തീരുമാനം എടുക്കും. അതിനുശേഷം ID കാർഡ് ഒക്കെ എടുത്തിട്ട് അവന് നേരെ അവന്റെ കൂട്ടുകാരൻ റാറ്റിനെ കാണാൻ വേണ്ടി ചെല്ലും. അപ്പോഴാണ് അവൻ ഇവനെ കണ്ട സന്തോഷത്തി അവന്റെ അടുത്ത് സംസാരിക്കും. അപ്പോഴാണ് ഈശ്വനും ഓ നിന്റെ ഗേൾഫ്രണ്ട് നീയും കൂടെ അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നില്ല എന്നിട്ട് അവനും പറയുമ്പം ഇത് കേട്ട് റാറ്റും ഇവൻ ഇന്നെ അടുത്ത് എന്തോ പ്ലാനും ചോദിക്കും. അപ്പോഴാണ് ഈശ്വനും ഓ എനിക്കെന്താ പ്ലാൻ, നീ അവളും കൂടെ സന്തോഷത്തോടെ ജീവിക്കണം, കൂടെ നമ്മളെ പോലെ നിന്റെ പിള്ളേരെ വളർത്താതെ അവരെ കോളേജിലേക്ക് പറഞ്ഞേക്ക് എന്നിട്ട് ഇവർ രണ്ടും കൂടെ കുറെ സംസാരിച്ചതിന് ശേഷം
ചായയും ഒരു പുതിയ ബോട്ട് സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ട് അവൻ സന്തോഷത്തോടെ ഇപ്പൊ ജീവിക്കാന്ന് പറയും. കൂടാതെ ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ചായ ഇവന് വേണ്ടി കുറച്ച് പൈസ തന്നേക്കുക. അങ്ങനെ ആൾക്കാരെ കൂട്ടുകാരൻ പറയുമ്പോഴാണ് ഈശ്വനും അവന് പൈസയൊന്നും വേണ്ട, ഇവൻ ജയിലിൽ വെച്ച് ഫ്രണ്ടിനോട് ഒരു കാര്യം പ്രോമിസ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. അതുകൊണ്ട് അത് സാധിക്കാൻ വേണ്ടി ഇവൻ ഇവിടെ നിന്ന് പോകുവാന്ന് റാറ്റിനോട് പറയും. അപ്പോഴാണ് റാറ്റും ഇവന്റെ ഹെയ്റ്റാങ്ങിന്റെ നമ്പർ എടുത്തിട്ട് ഒരു ശിവന്റെ മനസ്സ് മാറുവാണ് അവൾ ഇന്ന് ഫോൺ വിളിക്കാൻ വേണ്ടി പറയും. കാരണം ഇവൻ മരിച്ചെന്ന് വിശ്വസിച്ച് എല്ലാ വർഷവും അവള് ഇവന്റെ കല്ലറയിൽ ചെന്ന് ഇവനെ ഓർത്ത് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ആ കാര്യം അവനും പറയുമ്പം ഈശ്വനും കുറച്ച് അപ്സെറ്റ് ആയിട്ട് ഓ അവൾക്ക് ഈശ്വൻ എപ്പോഴും മരിച്ചു, ഇനി ഞാൻ കാരണം അവൾ വിഷമിക്കണ്ട എന്നിട്ട് അവൻ അവസാനമായിട്ട് റാറ്റിന് ഗുഡ് ബൈ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. എന്നിട്ട് ഈശ്വൻ അവിടെ നേരെ ഇവന്റെ കല്ലറ കാണാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അവിടെ ഫ്ലവേഴ്സും കേക്കൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ആരെങ്കിലും ഇപ്പൊ വന്നോന്നറിഞ്ഞ് അവിടുത്തെ ലേഡിയോട് ചോദിക്കും. അപ്പോഴാണ് അവരും എല്ലാ വർഷവും ഒരു ബെങ്കൊച്ചെന്ന് ഇവിടെ കേക്ക് വെച്ചിട്ട് പോകുന്ന അറിയുമ്പം അവൻ അപ്പം തന്നെ അവൾ ഇപ്പൊ ഇവിടെ ഉണ്ടോന്ന് അറിഞ്ഞിട്ട് അവൾ ഒളിഞ്ഞ് കാണാൻ വേണ്ടി ചെല്ലും. പക്ഷെ അവളാണ് അതിന് മുമ്പേ തന്നെ പോയി കാണും. അതിനുശേഷം അവന് വിഷമിച്ചിട്ട് ഇവളോട് വെച്ച കേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് ഇവന് പ്രോമിസ് ചെയ്തുപോലെ കേക്ക് വാങ്ങിച്ചു കൊടുത്ത് ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റാത്തോണ്ട് അവൾ എല്ലാ വർഷവും ഇവന് വേണ്ടി ഇവിടെ കേക്ക് വെച്ചിട്ട് പോകും. അതുകൊണ്ട് അത് ആലോചിച്ചിട്ട് അവനും ഇവന് വേണ്ടി വാങ്ങിച്ച കേക്ക് എടുത്തിട്ട് അവനും കരഞ്ഞോണ്ട് അത് ടേസ്റ്റ് ചെയ്ത് നോക്കും. അങ്ങനെ ഈശ്വനും അവളെ കുറെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവളുടെ ജീവിതം നല്ലോണം ജീവിക്കാൻ വേണ്ടിയാ ഇവ മരിച്ചായിട്ട് അവളെ ബോധ്യപ്പെടുത്തിയ. അതിനെ ശിവനും അവളുടെ ഓർമ്മയോടെ തന്നെ അന്ന് രാത്രി റാറ്റ് എന്ന ഫോൺ നമ്പർ വെച്ച് അവളെ ഫോൺ വിളിച്ചു നോക്കും. അപ്പോഴാണ് ഫോൺ എടുക്കുന്ന ഹെയ്റ്റാങ്ങിന്റെ മകനായിരിക്കും. അങ്ങനെ അവന്റെ ഫോൺ വാങ്ങിച്ചിട്ട് ഹെയ്റ്റാങ്ങും ഇതാരെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഈശ്വന് ഫോൺ കട്ട് ചെയ്തിട്ട് അവള് കല്യാണം കഴിച്ച് ഇപ്പൊ സന്തോഷത്തോടെ ജീവിക്കാന്ന് പറഞ്ഞ് അവൻ ശല്യപ്പെടുത്താതെ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഈശ്വനും ജയിലിൽ വെച്ച് അവന്റെ കൂട്ടുകാരന് വാക്ക് കൊടുത്ത പോലെ അവന്റെ ഫാമിലിയെ കാണാൻ വേണ്ടി ചെല്ലും. അങ്ങനെ അവിടെ ഒരു അമ്മുമ്മയും ഒരു കൊച്ചുകുട്ടിയും കാണത്തുള്ളു. അപ്പോഴാണ് ഇവനും ഇവരുടെ മകന്റെ ഫ്രണ്ടാന്ന് പറയുമ്പോൾ അതേസമയം അവിടുത്തെ കൊച്ചുകുട്ടിയും ഇവനെ കണ്ടിട്ട് അച്ഛാന്ന് വിളിക്കും. അങ്ങനെ ഇവളെയാണ് നമ്മൾ 2026 കണ്ട. അതേ സത്യത്തിൽ ഇവളുടെ അച്ഛൻ ജയിലിൽ തന്നെ കടന്ന് മരിച്ചുപോയി. എന്നിട്ട് ഈശ്വനും അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവരൊക്കെ ഒരുമിച്ച് കഴിക്കുമ്പോഴാണ് ആ പൊടി കൊച്ചു ഇവനെ കണ്ടിട്ട് അച്ഛൻ തന്നെ വിളിച്ചോണ്ടിരിക്കും. കാരണം ഇവൾ ഇതുവരെ അച്ഛനെ കണ്ടിട്ടില്ല. അങ്ങനെ അമ്മുമ്മ പറഞ്ഞ പോലെ അച്ഛൻ എപ്പോഴും പുറത്തോട്ടാണോ ഓട്ടം എന്നറിഞ്ഞ് ഇവളും ചോദിക്കുമ്പോൾ അവന് സൈലന്റ് ആയിട്ട് എന്തോ പറയണമെന്ന് അറിയാതെ നിശബ്ദമായിട്ടിരിക്കും. അപ്പോഴാണ് അവളും പിന്നെ അച്ഛ നിങ്ങൾ എവിടെയൊക്കെ പോകുന്നതെന്ന് ചോദിച്ചപ്പോ അമ്മുമ്മ ഒന്നും പറയത്തില്ല. അതുകൊണ്ട് ഇനി അച്ഛൻ ജോലിക്ക് പോകുമ്പോ എന്നെയും കൂടെ കൊണ്ടുപോവോ, കാരണം നിങ്ങൾ വരാൻ കുറെ ലേറ്റ് ആവുന്നു എന്നിന് അവള് സ്നേഹത്തിൽ ചോദിക്കുമ്പോൾ അമ്മുമ്മയാണ് ഇവളെ മിണ്ടാതെ കഴിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ആ പൊടി കൊച്ചും അച്ഛന്റെ ഫുഡ് കിടിലാന്ന് പറഞ്ഞിട്ട് നാളെ ഇവൾക്ക് വേണ്ടി ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കും. അങ്ങനെ ഇതെല്ലാം കേട്ട് ഈശ്വനെ വിഷമിച്ച് ഇവളോട് എന്തോ പറയുന്ന അറിയാതെ അമ്മുമ്മയെ തന്നെ നോക്കുമ്പോൾ അവരൊന്നും പറയാൻ സൈലന്റ് ആയിട്ടിരിക്കും. അപ്പോഴാണ് അവന് അവസാനം മോളെ ഇനി തൊട്ട് എല്ലാ ദിവസവും അച്ഛൻ നിനക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി തരും എന്നിന് അവന് സ്വന്തം മോളായിട്ട് വിചാരിച്ച് ഇവൾക്ക് ഫുഡ് വാരി കൊടുക്കുമ്പോൾ ഇത് കണ്ടിട്ട് അമ്മമ്മയ്ക്കും കരച്ചിൽ തരും. അങ്ങനെ അതിനുശേഷം ഇവൻ അവന്റെ കൂടെ തന്നെ ജീവിക്കുമ്പോൾ തന്നെ അമ്മൂമ്മയെ വയ്യാതെ ആശുപത്രിയിലേക്കാവും. അപ്പോഴാണ് അവരും എനിക്ക് വേണ്ടി ഒരു പൈസ വേസ്റ്റ് ആക്കണമെന്ന് പറഞ്ഞിട്ട് ഇവനോട് പറയുമ്പോൾ അവനും പൈസയെ കുറിച്ചൊന്നും വിഷമിക്കണ്ട, അമ്മൂമ്മ ഇപ്പൊ ഗുണമായി വരുന്നെന്ന് പറഞ്ഞിട്ട് ഇവരെ സമാനപ്പെടാൻ വേണ്ടി പറയും. അപ്പോഴാണ് അമ്മൂമ്മ ഇവനോർത്ത് വിഷമിച്ചിട്ട് മോനെ നീ എന്റെ മകന് ജയിലിൽ വെച്ച് വാക്കുകൊടുത്തോണ്ട് നീ ഞങ്ങളെ കാണാൻ വേണ്ടി വന്ന് നീ ചെയ്ത് സഹായിക്കാൻ മതി, മോനൊരു ജീവിതമില്ല, ഇനി ഞങ്ങൾക്ക് വേണ്ടി നിന്റെ സമയം വേസ്റ്റ് ചെയ്യണ്ട, മോൻ ഇവിടെ നിന്ന് പോയിക്കോ എന്നിന് അവര് പറയുമ്പോഴാണ് അവനും അമ്മ ഞാൻ എവിടെ പോവാനാ, എനിക്ക് സ്വന്തമായിട്ട് ഒരു ഫാമിലി ഇല്ല, വീടില്ല, കൂടാതെ നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ തൊട്ട് അവളെ എന്റെ സ്വന്തം മോളായിട്ട് നോക്കിക്കോളാം, പിന്നെ നിങ്ങളായിരിക്കും എന്റെ അമ്മ എന്നിന് അവനും പറയുമ്പം അവരങ്ങോട്ട് തിരിഞ്ഞിരുന്ന് കരഞ്ഞോണ്ടിരിക്കും. അങ്ങനെ അതിനെ ശിവന് ഡോക്ടറെ ചെന്ന് കാണുമ്പോഴാണ് ഡോക്ടറും പൈസ വിഷയമല്ലെങ്കിലും അവരുടെ അവസ്ഥ ഇപ്പൊ ക്രിട്ടിക്കലാന്ന് പറയും. അതുകൊണ്ട് ഇപ്പൊ തന്നെ എല്ലാത്തിനും തയ്യാറായിക്കാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകും. അതിനുശേഷം അവരടക്കിയതിനു ശേഷം ഈശ്വൻ അവന്റെ മോളെയും വിളിച്ചോണ്ട് അവനവിടെ സ്ഥലം മാറിപ്പോകും. അപ്പോഴാണ് അവളും നമ്മൾ എവിടേക്കാ അച്ഛാ പോകുന്നതെന്ന് അറിഞ്ഞ് ഇവനോട് ചോദിക്കുമ്പോൾ ഇവൻ ഇന്നൊട്ട് നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസിക്കാൻ പോകുന്നെന്ന് അറിഞ്ഞിട്ട് അവളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ഓരോ ദിവസവും അവളെ കിൻഡർ ഗാർഡനിലേക്ക് പറഞ്ഞയച്ചിട്ട് ഇവന് കഷ്ടപ്പെട്ട് ജീവിക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ അവിടുത്തെ ഷിപ്പിൽ തന്നെ ഇവൻ ജോലി ചെയ്യുമ്പോൾ അവിടെ എല്ലാവരും കൂടുതൽ പൈസക്കാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഇവൻ കിട്ടുന്ന എല്ലാ ജോലിയും കൂടെ ഏറ്റെടുത്ത് കുറെ കഷ്ടപ്പെട്ട് ഇവർക്ക് വേണ്ടി പൈസ സേവ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഓരോ ദിവസവും കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ഇവൻ അവന്റെ കൊച്ചായിട്ട് സന്തോഷത്തോടെ ജീവിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവളും കുറച്ച് വളർന്ന് വലുതാകുമ്പോഴാണ് ഇവൻ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ അതുകൊണ്ട് മോൾക്ക് റെസ്റ്റ് റൂമിൽ പോണ ടീച്ചറിനോട് പറയണമെന്ന് പറഞ്ഞിട്ട് ഇവനും കുറെ അഡ്വൈസ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവളും അച്ഛാ എങ്കിൽ പിന്നെ നിങ്ങൾ കൊച്ചിലെ ടീച്ചർ പറയുന്നത് കേൾക്കാറുണ്ടോ, ഈ ടീച്ചേഴ്സ് പറയുന്നതൊക്കെ ശരിയാണോ അച്ഛാ എന്നിന് ഇവളും ചോദിക്കുമ്പോൾ അവനും ചിരിച്ചിട്ട് ആ ടീച്ചർ പറയുന്നതൊക്കെ ഞാൻ കേൾക്കാറുണ്ട്, മോൾ എന്നെ പോലെ തന്നെ ഗംഭീരമായിട്ടിരിക്കണം, പിന്നെ സ്കൂൾ കഴിഞ്ഞിട്ട് മോൾ എവിടേക്ക് ഓടി പോയില്ലേ, അച്ഛൻ വിളിക്കാൻ വേണ്ടിയില്ല, അതുകൊണ്ട് ഗേറ്റിന്റെ അവിടെ തന്നെ വെയിറ്റ് ചെയ്യണം എന്നിന് ഇവനും പറയുമ്പോൾ ഇവളച്ഛൻ കുറെ ദിവസമായിട്ട് ആ ഷിപ്പിൽ തന്നെ വർക്ക് ചെയ്യല്ലേ, നമുക്ക് എപ്പോഴും ഒരു ഷിപ്പ് കിട്ടുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ചിരിച്ചിട്ട് മോളെ നീ ഞാൻ ഷിപ്പ് പണിയുന്ന അത്ര ഈസി ഒന്നുമില്ല, പക്ഷെ ഞാൻ നിനക്ക് വാക്ക് തരാം, ഞാൻ സ്വന്തമായിട്ട് ഷിപ്പ് പണിഞ്ഞതിന് ശേഷം ആദ്യം നിന്നെ തന്നെ വിളിച്ചോണ്ടു ഇപ്പൊ നമുക്ക് സ്കൂളിൽ പോകാം എന്നിന് അവളെയും വിളിച്ചോണ്ട് സ്കൂളിലേക്ക് ചെല്ലും. അങ്ങനെ അതിനുശേഷം ഇവന് പണി ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് അവിടുത്തെ ആൾക്കാരൊക്കെ ഇവൻ എക്സ്ട്രാ പണി ചെയ്യാൻ താല്പര്യമുണ്ട്, നാളെ രാവിലെ ഒന്നാമെന്ന് അറിഞ്ഞിട്ട് ഇവനെ പറഞ്ഞേക്കും. അപ്പോഴാണ് അവിടെ ഒരു പെങ്കൊച്ചാണ് ഇവനെ കണ്ട് സന്തോഷത്തോടെ വരും. അങ്ങനെ അവൾക്ക് ഇവനോട് സ്നേഹമുണ്ട്, പക്ഷെ അവനാണ് കുറച്ചു ദിവസം പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, ഇവന്റെ മകളെ നോക്കിക്കോളാൻ വേണ്ടിയാ ഇവളെ
വിളിച്ചെടുത്തിയ. അതുകൊണ്ട് ആ ഒരു സഹായം ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അവൾ അതൊന്നും കുഴപ്പമില്ല, നമ്മൾ രണ്ട് കട്ട ഫ്രണ്ട്സ് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവള് നോക്കിക്കോളാം എന്നറിയും. അതിന് ശിവന് പൈസ കൊടുക്കാൻ വേണ്ടി വരുമ്പോൾ അവളും പൈസയൊന്നും വേണ്ട, ഒരു ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് ആരെങ്കിലും പൈസ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഓടിപ്പോകും. ഇതേ സമയം ഹേറ്റാൻ കല്യാണം കഴിച്ച് ജീവിച്ചാലും ഇവൾ എല്ലാ വർഷവും ഫ്ലവേഴ്സും കേക്കുമായിട്ട് ഈശ്വനെ കാണാൻ വേണ്ടി ചെല്ലും. അതിനുശേഷം അവള് സന്തോഷത്തി നീ ആഗ്രഹിച്ച പോലെ തന്നെ ഞാൻ നല്ല രീതിക്ക് ജീവിക്കാന്ന് പറഞ്ഞ് അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം ഇവളെ കാണാൻ വേണ്ടി തന്നെ ഈശ്വൻ ഇന്ന് അവിടേക്ക് വന്നേക്കും. അങ്ങനെ ഇവള് സംസാരിക്കുന്നതൊക്കെ അവൻ ദൂരെ നിന്ന് മറിഞ്ഞ് കേട്ടോണ്ടിരിക്കും. എന്നിട്ട് അവള് ഇനിയൊരു ജന്മമുണ്ട്, നമ്മൾ തീർച്ചയായിട്ടും കണ്ടിരിക്കും എന്ന് പറഞ്ഞ് ഇവൾ അവൻ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങും. അതേസമയം അവനും ഇതൊക്കെ കരഞ്ഞോണ്ടേ കണ്ടോണ്ട് ഇവള് പോകുന്നതിന് നോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഓരോ വർഷം ഈശ്വൻ ഹേറ്റാങ് ഇവന്റെ കല്ലറയ്ക്ക് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് അവളറിയാതെ അവൻ എപ്പോഴും കാണാൻ ചെല്ലാറുണ്ട്. അങ്ങനെ അതിനുശേഷം അവൻ തിരിച്ച് അവന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവന്റെ കൊച്ചിനെ നോക്കിയ പെണ്ണും ഇവനോട് ഇഷ്ടം കാണിച്ച് കുറെ സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അത് മനസ്സിലാക്കുന്ന അവനാണ് ഇവന് വേറൊരു കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് ഇവളോട് പറയും. ഇത് കേട്ട് അവളും കുറച്ച് സങ്കടപ്പെട്ടാലും എന്തായാലും നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, ഞാൻ ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇനി എപ്പം വേണമെങ്കിലും ഇവന്റെ മോളെ ഇവളുടെ വീട്ടിലെ പറഞ്ഞയക്കാന്ന് പറയും. അങ്ങനെ അതിനുശേഷം ഓരോ വർഷം ഹൈറ്റാങ് അവന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി അവന്റെ കല്ലറയിലേക്ക് ചെല്ലും. അങ്ങനെ എല്ലാ വർഷവും ഇവൾ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടായിരിക്കും അവൾ അവിടെ നിന്ന് പോന്നെ. അങ്ങനെ മരിക്കുന്നവരെ ഇതൊക്കെ ഈശ്വൻ അവൾ അറിയാതെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോഴാണ് എല്ലാ വർഷവും മുടങ്ങാതെ വരുന്നുണ്ട് ഇവന് തന്നെ സഹിക്കാൻ പറ്റാതെ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കും. അതിനുശേഷം ഇവിടെ ഫ്യൂച്ചറിൽ പോലീസ് ഈശ്വന്റെ മകളെ പോകാൻ പറയുമ്പോഴാണ് അതേസമയം അവനും ഇവളുടെ അച്ഛൻ കാരണം അവന്റെ അമ്മ ഹേറ്റാൻ മരിച്ചെന്ന് അവൻ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുക. അതുകൊണ്ട് ആ ദേഷ്യത്തിൽ അവന് കാർ എടുത്തോണ്ട് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഇവളാണ് ഫ്രണ്ടിൽ തടഞ്ഞിട്ട് ഇവരയച്ച ലെറ്ററിന് ഇപ്പോൾ റിപ്ലൈ കിട്ടിയെന്ന് പറയും. അതിനുശേഷം ഈ കാര്യമായിട്ട് അവരുടെ സംസാരിക്കുമ്പോഴാണ് അവനും സത്യത്തിൽ എന്റെ അമ്മ എഴുതിയ ലെറ്ററാന്ന് പറഞ്ഞിട്ട് അവരിപ്പോഴും 1991 ജീവിച്ചിരിക്കാന്ന് പറഞ്ഞ് ഇവനിവിടെ സങ്കടത്തിൽ പറയും. എന്നിട്ട് ഇവരും തിരിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷം സെക്യൂരിറ്റിയോട് അവന്റെ അമ്മ മരിച്ച കാര്യം പറയുമ്പോഴാണ് അവനാണ് ഇത് കേട്ടിട്ട് എങ്കിൽ പിന്നെ അവന്റെ അമ്മ മരിച്ചാലും ഇപ്പൊ ലെറ്റർ അയക്കുന്ന ഇവന്റെ അമ്മയല്ലെന്ന് പറഞ്ഞ് ഇവര് വിചാരിച്ച ആ സംഭവമൊക്കെ തടഞ്ഞു നിർത്താൻ പറ്റുമെന്ന് പറഞ്ഞ് അവനെ ആശ്വാസപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും അവന്റെ അമ്മയ്ക്ക് തിരിച്ച് ലെറ്റർ അയക്കുമ്പോൾ ഈശ്വന്റെ അടുത്ത് നിന്ന് മാറി നിന്നോ അവൻ കാരണം നിങ്ങൾക്ക് മരണേ വരത്തുള്ളെന്ന് പറഞ്ഞ് ഇവൻ കുറെ വിഷമിച്ചിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. ഇതോടെ ഇവളാണ് ദേഷ്യത്തി നീ എന്ത് മണ്ടത്തരം എന്റെ അച്ഛനെ കുറിച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവളെ ലെറ്റർ വാങ്ങിക്കാൻ നോക്കുമ്പോൾ അവനെ സമ്മതിക്കാതെ ആ ലെറ്റർ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലും. അങ്ങനെ അതിനുശേഷം കറക്റ്റ് 12 മണിക്ക് ഇവർ രണ്ടുപേരും കൂടെ ലെറ്റർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അവൻ അയച്ച ലെറ്റർ ഇവർക്ക് വരും. എന്നിട്ട് ഇവിടെ പോലീസും ഇവളുടെ അച്ഛനെ കുറിച്ചുള്ള വിവരം കണ്ടെത്തിയിട്ട് അവളെ വിളിച്ചിപ്പോ പറയും സത്യത്തിൽ ഈശ്വൻ ഇവളുടെ അച്ഛനൊന്നല്ല, ഇവളുടെ അച്ഛന്റെ കൂടെ ഒരേ ജയിലിൽ കടന്നിട്ടുള്ളയാന്ന്. അങ്ങനെ ഇവളുടെ യഥാർത്ഥ അച്ഛൻ അസുഖം വന്ന് അവിടെ മരിക്കാൻ കിടന്നപ്പോ ഈശ്വനോട് ഇവളെ അമ്മമ്മയും കൂടെ നോക്കിക്കൊള്ളാൻ വേണ്ടി ഒരു ദിവസം പറഞ്ഞാണ്. അങ്ങനെ ആ ഒരു വാക്കിന് വേണ്ടിയ ഇവളുടെ അച്ഛനായിട്ട് അവൻ ഇത്രയും കാലം ജീവിച്ചെന്നറിയും. അങ്ങനെ അതുകൊണ്ട് ഇവളാണ് ഇമോഷണലായിട്ട് ആ ഒറ്റൊരു വാക്കാരനാണോ അച്ഛൻ ഇത്രയും വർഷം എന്റെ കൂടെ നിന്നേന്നറിഞ്ഞ് ഇവൾക്ക് കരച്ചിൽ വരും. അതിനുശേഷം ഈ കാര്യം ഹെയ്റ്റാങ്ങിന്റെ മകനും കൂടെ കേട്ടിട്ട് അവനിപ്പോ കുറ്റബോധമാവും. ഒരു പക്ഷേ ഇവളുടെ അച്ഛൻ പറയുന്ന പോലെ തന്നെ ഒരു നല്ല മനുഷ്യനായിരിക്കുമെന്ന്. അതുകൊണ്ട് സെക്യൂരിറ്റിയോട് അവന് വിഷമിച്ച് അവളുടെ അച്ഛനെ കുറിച്ച് ഇയാൾക്ക് വല്ല അറിയാമെന്ന് ചോദിക്കുമ്പോൾ അവനും അയാളൊരു പാവപ്പെട്ടന എല്ലാ ദിവസവും ഇവിടെ നിരിക്കുന്ന കാണാന്നറിയും. അങ്ങനെ അതും പറഞ്ഞ് സെക്യൂരിറ്റി തണുപ്പത്തിരിക്കാതെ വാന്നറിഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുമ്പോൾ അടുത്ത ദിവസം രാവിലെ വരെ ഇവൻ ആ പോസ്റ്റിന്റെ അടുത്ത് നിന്ന് വരാതെ അവിടെ തന്നെ കുത്തിയിരിക്കും. അതുകൊണ്ട് ഈ കാര്യം സെക്യൂരിറ്റിയും പറഞ്ഞ് ഇവളെ ചെന്ന് അവന് വിളിച്ചോണ്ട് വരാൻ പറയുമ്പോൾ അവനാണ് പെട്ടെന്ന് അകത്തേക്ക് എറിയുന്നിട്ട് അവൻ എവിടെ ധൃതി പോയിക്കൊണ്ടിരിക്കും. ഇത് കണ്ട് ഇവൻ എവിടെയൊക്കെ പോന്നെന്ന് അറിഞ്ഞ് അവനെ ഫോളോ ചെയ്ത് തന്നെ പോകും. അപ്പോഴാണ് അവൻ ഇൻഫോർമേഷനെ കളക്ട് ചെയ്ത് നേരെ ഹെയ്റ്റാങ്ങിന്റെ ടീച്ചറിനായിരിക്കും കാണാൻ പോകുന്നത്. അപ്പോഴാണ് അവരും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈശ്വൻ ഒരിക്കലും ഹെയ്റ്റാങ്ങിനെ ഉപദ്രവിക്കത്തില്ലെന്ന് അറിഞ്ഞിട്ട് അവൻ ജയിലിൽ പോകാനുള്ള കാരണം തന്നെ ഹെയ്റ്റാങ്ങിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാന്ന് പറയും. അങ്ങനെ അതും പറയുമ്പോൾ ഇവനും അതെങ്ങനെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റുമെന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ ടീച്ചറും അവരുടെ എന്റെ സ്റ്റുഡൻസ് ആയിരുന്നു, കൂടാതെ ജയിലിൽ ഉള്ളപ്പോ ഈശ്വൻ ഇവർക്ക് ലെറ്റർ അയച്ച് പറഞ്ഞിട്ടുണ്ട് ഹെയ്റ്റാങ് ഇവന് വേണ്ടി കാത്തിരുന്ന് അവളുടെ ജീവിതം കളയണ്ടെന്ന് വിചാരിച്ച് അവൾക്ക് ഒന്നും കൂടെ പരീക്ഷ അറ്റൻഡ് ചെയ്യാനുള്ള ചാൻസ് ഇവരോട് തരാൻ വേണ്ടി അവൻ കുറെ കെഞ്ചിയായിരുന്നു. അങ്ങനെ അതിനുശേഷം ഹെയ്റ്റാങ്ങും പഠിച്ച് കോളേജിലേക്ക് ഇവിടെ നിന്ന് പോയെന്ന് പറയുമ്പോൾ അവര് നിങ്ങൾക്ക് വേറൊരു ഇൻഫർമേഷൻ അറിയാമെന്ന് പറഞ്ഞ് ടീച്ചറിനോട് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവരും വേണേ അവന്റെ കൂട്ടുകാർ റാറ്റിനോട് ചോദിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് ഇവർ ഫോൺ നമ്പർ പിന്നെ അയച്ചുതരാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇവളും ഇപ്പോഴെങ്കിലും എന്റെ അച്ഛനൊരു നല്ല മനുഷ്യനെന്ന് നിനക്ക് മനസ്സിലായെന്ന് പറഞ്ഞ് അവനെ ബോധ്യപ്പെടുത്തുമ്പോൾ ഇവിടെ 1991 ഇവൻ അയച്ച ലെറ്റർ അവർ വായിച്ചുകൊണ്ടിരിക്കും. അതായത് അതിനകത്ത് അവൻ ഹെയ്റ്റാങ്ങിന്റെ മകൻ ചെങ്ങാന്ന് എഴുതിയിട്ട് ഇവൾക്കറിയാവുന്ന ഈശ്വന്ന് ആരെങ്കിലും അടുത്തോലുണ്ടോന്ന് ചോദിക്കും. അങ്ങനെയാണ് അവന്റെ അടുത്ത് മാത്രം പോകലെന്ന് പറഞ്ഞിട്ട് അവൻ കുറെ ഈശ്വനെ കുറിച്ച് മോശമായിട്ട് എഴുതിയേക്കും. അപ്പോഴാണ് ഇത് കണ്ട് ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവാതെ ഈ മണ്ടൻ എന്തോ എന്നെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നത്, ഞാനെങ്ങനെ നിന്നെ എന്ത് ചെയ്യുന്ന പറഞ്ഞ ഇത് ഫേക്കാന്ന് തോന്നുന്നു, ഏതവനെ നിന്റെ മോനെന്നല്ല ഇത്, അവൻ പറയുന്നൊക്കെ വിശ്വസിക്കാൻ നമ്മളെന്തോ മണ്ടന്മാരോ. എന്നിന് ഈശ്വൻ ഇവിടെ ദേഷ്യപ്പെട്ടിട്ട് ഒരേ ശിവൻ നിന്റെ മകനാണ്, അപ്പൊ നിന്റെ ഭർത്താവ് വേറെ ആരിലാണോന്ന് അറിഞ്ഞിട്ട് ആ കാലഘട്ടത്തിൽ
വെള്ളത്തി ഇവനപ്പോ മരിച്ചോന്ന് ചോദിക്കും. അങ്ങനെ മരിച്ചെങ്കിൽ ഞാൻ എന്തിനാ ലവ് ലെറ്റർ ഒക്കെ അവിടെ നയിച്ചെന്ന് പറഞ്ഞ് ഇവൻ മൊത്തത്തിൽ ഇവിടെ കൺഫ്യൂസ് ആയിരിക്കുമ്പോൾ അവൾ ഈ ലെറ്റർ ഉണ്ടെന്നും ഞാൻ നിന്റെ അടുത്ത് അകന്നു പോകത്തില്ലെന്ന് പറഞ്ഞ് അവൾക്ക് ഇതൊന്നും വിശ്വാസമില്ലെന്ന് പറയും. അതിനുശേഷം അവനെ ലെറ്റർ കാണിച്ചു കൊടുത്തിട്ട് എന്നാലും ഈ ഷെൻചങ്ങാരാ നിനക്കും നിന്റെ അമ്മയ്ക്കും അറിയാനുള്ള ആ ഫിഷ് കേക്കിനെ കുറിച്ചൊക്കെ ഇവൻ എങ്ങനെ അറിയാം എന്ന് ഇവർ രണ്ടുപേരും ആ ലെറ്റർ കണ്ടിട്ട് മൊത്തത്തിൽ ഭ്രാന്ത് പിടിച്ചിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം കട്ടയ്ക്ക് മഴ പെയ്ത ഉടനെ ഇവർ വീടിനകത്തെല്ലാം വെള്ളം കയറും. അപ്പോഴാണ് അവനും ഇവളുടെ ബുക്സ് ഒക്കെ നനയുന്നിട്ട് എല്ലാ സമയത്തും മഴ പെയ്യുമ്പം ഈ വീട് നശിച്ചു പോകാന്നറിഞ്ഞ് അവനെ കട്ട ദേഷ്യത്തിരിക്കും. അങ്ങനെ ഇവളുടെ നോട്ട്സ് എല്ലാം ഇവൻ കാരണം പോയെന്ന് അവൻ വിഷമിച്ചിരിക്കുക. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന അവളും നോട്ട്സ് പോകുന്നേ പോയിക്കോട്ടെ എനിക്കൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഇവനെ സമാനപ്പെടാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവനും ഇന്നലെ ലെറ്ററിനെ കുറിച്ച് കുറെ ആലോചിച്ച് നോക്കിയെന്ന് പറയും. ഒരു ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കാരണമായിരിക്കും നിന്റെ അടുത്തുള്ള ഞാൻ ഒരു ഡേഞ്ചറായി പോയെന്ന് പറഞ്ഞ് ഇവളുടെ മക എഴുതിയത് ഒരു സത്യമായിരിക്കും എന്ന് വിചാരിക്കും. അപ്പോഴാണ് ഇത് കേട്ട അവളും ചുമ്മാ ലെറ്റർ കണ്ടിട്ട് നീ ഒന്ന് വിചാരിക്കേണ്ടെന്ന് പറഞ്ഞ് ഇവൻ കാരണം ഒരിക്കലും അവൾക്കൊന്നും സംഭവിക്കത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവൻ ഇവളോർത്ത് വിഷമിച്ചിട്ട് ഹൈറ്റാങ് ഒരു ഞാൻ കാരണം നിനക്കൊല്ലേ സംഭവിച്ചാലോ അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോയിക്കോളാം അതായിരിക്കും നിനക്ക് നല്ലത് എന്നിട്ട് ഇവനും പേടിച്ചു പറയുമ്പോൾ അവൾ അങ്ങനൊന്നും ചെയ്യണ്ട നമുക്ക് വരാമെന്ന പ്രശ്നം എന്തോ നമ്മൾ കണ്ടുപിടിക്കുവാണ് ഈ പ്രശ്നമൊക്കെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാന്ന് പറയും. അപ്പോഴാണ് അവനും പെട്ടെന്ന് എങ്കിൽ പിന്നെ ഞാൻ കടയിൽ ചെന്ന് ടേപ്പൊക്കെ വാങ്ങിച്ചോണ്ടെന്ന് പറഞ്ഞ് അവിടെ നോക്കുമ്പോൾ ഒരു ശിവൻ ഇവിടെ നിന്ന് ഓടിപ്പോകുമെന്ന് മേടിച്ചിട്ട് അവൾ അവന്റെ കൂടെ തന്നെ ചെല്ലും. അപ്പോഴാണ് ഇവര് പുറത്തുനിന്ന് നോക്കുമ്പോൾ മറ്റേ പോസ്റ്റാണ് അവിടെ കാണത്തില്ല. അതുകൊണ്ട് ഇവർ രണ്ടുപേരും പേടിച്ചിട്ട് ഈ പോസ്റ്റ് അവിടെ പോയെന്ന് പറഞ്ഞ് അവിടുത്തെ ഓണറിനോട് ചോദിക്കുമ്പോൾ അയാളാണ് പോസ്റ്റ് പോയെന്നോ ഒരു മഴ വെള്ളത്തി അത് അടിച്ചോണ്ട് പോയോ എന്നതിന് അങ്ങേരും പറയുമ്പോൾ ഈശ്വനും പെട്ടെന്ന് അവിടെ ചെന്ന് നോക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇതുകൊണ്ട് ഇവർ രണ്ടുപേരും പേടിച്ചിട്ട് ഈശോ നീ അവിടെ ഒന്നും പോകണ്ട ആ പോസ്റ്റ് പോകുന്ന പോട്ടെ നീ അത് ഇങ്ങോട്ടേക്ക് വാ എന്നതിന് അവരും വിളിക്കുമ്പോൾ ഇവനെ പോസ്റ്റ് എങ്ങനെയല്ലേ കണ്ടെത്തിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഓടിപ്പോകും. അതോടെ ഹേറ്റങ് അവന്റെ പുറകെ ഒന്ന് പോസ്റ്റല്ലേ പോയാ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇവനോർത്ത് അവളും പേടിച്ചിരിക്കുമ്പോൾ അവനെ വെള്ളം അടിച്ചോണ്ട് സ്ഥലമൊക്കെ നോക്കിയിട്ട് ഇനി പോസ്റ്റ് എവിടെ പോയി കണ്ടെത്തുന്ന പറഞ്ഞ് അവൻ അപ്സെറ്റ് ആയിരിക്കും. എന്നിട്ട് ഇവരും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് അവൻ ഇപ്പോഴും സമാധാനമില്ലാതെ ആ പോസ്റ്റ് ഒന്നും കൂടെ അന്വേഷിച്ചു തരാന്ന് പറയും. അപ്പോഴാണ് ഇവളും ഈ മഴയത്ത് എവിടെ പോയി അന്വേഷിക്കുമെന്ന് പറഞ്ഞ് അവൻ ഇവിടെ ഇരിക്കാൻ പറയുമ്പോൾ അവൻ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് ആ പോസ്റ്റ് ലെറ്റർ അയച്ചാലേ മനസ്സിലാകത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇവനോട് ദേഷ്യത്തിരിക്കും. അങ്ങനെ നിന്നെ ഞാൻ ഡേഞ്ചർ ആക്കുന്ന എന്ത് സംഭവം എനിക്ക് ചോദിച്ച് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് ഇവനോട് വിഷമിച്ച് പറയുമ്പോൾ ഇവൾ എന്ത് ഭക്ഷണമാണെങ്കിലും നമ്മളെ ആർക്കും അകറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഈ പോസ്റ്റൊക്കെ പിന്നെ അന്വേഷിക്കാന്ന് പറഞ്ഞ് അവനോട് ഇരിക്കാൻ പറയും. അതേസമയം ഈ ചാ പുതിയതായിട്ട് കട തുടങ്ങിയപ്പോൾ തന്നെ ആ ഗാവോട് ആൾക്കാരൊന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. ഇവൾ അവരുടെ അടുത്ത് നിങ്ങൾ ജോലിയൊന്നും നിർത്തിയില്ല പിന്നെന്തിനാ ശൈലപ്പെടുത്തിയെന്ന് പറഞ്ഞ് റാറ്റിന്റെ ഗേൾഫ്രണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇവർ അതോർത്ത് അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പോൾ ചായ ഇനി തൊട്ട് നിങ്ങൾ ആരും ഇവിടേക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അടുത്ത ദിവസം ഈ കട ക്ലോസ് ചെയ്യും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ഗാവോട് ആൾക്കാരും ഇപ്പൊ ചായ ഈ കട ക്ലോസ് ചെയ്തേക്കുന്നിട്ട് ഇവന്മാർക്ക് അത്രയ്ക്ക് ധൈര്യമായെന്ന് അറിഞ്ഞിട്ട് അവന്മാർ അവിടെ നിന്ന് ഗാവയോട് പറയാൻ വേണ്ടി പോകും. എന്നിട്ട് ഇവിടെ റാറ്റ് ഈ കാര്യം വന്ന് ഈശിനോട് പറയുമ്പോഴാണ് അവന് ചാവ പറഞ്ഞ പോലെ ഇനി കുറച്ച് ദിവസം കടയിലേക്കൊന്ന് പോകണ്ടെന്ന് പറയും. കൂടാതെ ഗാവോട് ആൾക്കാരെ കാണുവാണ് അവരിന്ന് മൈൻഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇത് കേട്ട് റാറ്റും ദേഷ്യത്തി അവന്മാരെ കണ്ട് നമ്മൾ എന്തിനു പേടിക്കണം എന്ന് പറഞ്ഞ് ഇവനും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ സമയം പോകും തോറും ഇവരുടെ ഭക്ഷണങ്ങളൊക്കെ തീരുമെന്ന് അവർ വിശ്വസിച്ചിരിക്കുക. അപ്പോഴാണ് ആ ഗാവോട് ആൾക്കാരും ഇവന്മാരുള്ള ദേഷ്യത്തി റാറ്റിന്റെ ഗേൾഫ്രണ്ടിനായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ അവന്മാർ അഴുക്ക് വെള്ളമൊക്കെ എടുത്ത് ഇവളുടെ ദേഹത്ത് ഒഴിച്ചിട്ട് അവളെ വന്ന് കളിയാക്കും. മോളെ നീ ചെന്ന് നിന്റെ ബോയ് ഫ്രണ്ട് റാറ്റിനോട് ചെന്ന് പറ ഞങ്ങൾ ഇതൊക്കെ ചെയ്തെന്ന് എന്നിട്ട് അവിടെ ഹെയ്റ്റാങ്ങിന്റെ കടയിലേക്ക് ചെന്ന് ഭക്ഷണം ഉണ്ടാക്കും. അപ്പോഴാണ് ഓണറും ഇവിടെ എന്താ ഭക്ഷണം എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തുമ്പം അവന്മാരും നിന്റെ കടയിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിയായിട്ട് ഞങ്ങൾക്ക് ഒരു ഭക്ഷണം എന്ന് പറഞ്ഞ് അവന്മാരെ പറയുമ്പം ഇവൾ എനിക്കാരും അറിയത്തില്ലെന്ന് പറഞ്ഞ് ഇവന്മാരെ പറഞ്ഞു വിടാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവന്മാരും ഓ മോളെ നിന്റെ ബോയ് ഫ്രണ്ടിന്റെ ഫ്രണ്ട്സാ ഞങ്ങളൊക്കെ നിനക്ക് ഗാവോട് ആൾക്കാരൊന്നും അറിയത്തില്ലേ എന്നിട്ട് ഇവരൊക്കെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഓണറും പേടിച്ചിട്ട് ഇവരുടെ പൈസ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോളാൻ പറയും. അപ്പോഴാണ് ഇത് കണ്ട അവന്മാരും മോളെ ഇവനെ കണ്ടുപടി അല്ല നീ പോലീസിനെയൊക്കെ വിളിക്കാൻ നോക്കിയാ പിന്നെ ഡെയിലി ഇവിടേക്ക് വന്ന് നിങ്ങളെ ശല്യപ്പെടുത്തും ഇനിയിപ്പോ ഞാൻ വരത്തില്ലെന്നല്ല ഇനി എന്നും ഇവൻ എന്റെ കളിപ്പാട്ടോ എന്നിട്ട് അവന്മാർ ആ കടയിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഹെയ്റ്റാങ്ങും ഇവള് കാരണം പ്രശ്നം ഉണ്ടായെന്ന് ഓണനോട് സോറി പറയുമ്പോഴാണ് അയാളാണ് വിഷമിച്ചിട്ട് മോളെ ഹെയ്റ്റാങ് ഇതൊരു ചെറിയ കടയാ ഞാൻ എൻ്റെ ഫാമിലി ആയിട്ട് ഇവിടെ കഷ്ടപ്പെട്ടാ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായാൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല അവന്മാരൊക്കെ മോശമായിട്ടുള്ള ആൾക്കാര് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ് ഈ മാസത്തെ ശമ്പളമെല്ലാം ഞാൻ നിനക്ക് തരാം ഇനി തൊട്ട് നീ പഠിത്തത്തിൽ മാത്രം ഫോക്കസ് ചെയ്യ് എന്നിന് അവളെ ജോലി എന്ന് പറഞ്ഞയക്കുമ്പം അവള് വിഷമിച്ചിട്ട് ഇതുവരെ എനിക്ക് നിങ്ങൾ സന്തോഷമായിട്ട് ഇവിടെ ജോലി ചെയ്യിപ്പിച്ചതിന് താങ്ക്സ് പറഞ്ഞിട്ട് അവൾ കാരണം ഉണ്ടായ പ്രശ്നത്തിന് സോറി പറഞ്ഞ് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവളെ പറഞ്ഞയച്ചത് ഓണറിന് ചെറിയ കുറ്റബോധമുണ്ട്. പക്ഷെ ഇതാണ് അവസ്ഥ. അതിനുശേഷം ഇവിടെ ഈശ്വരനും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഇവള് നേരത്തെ വീട്ടിൽ വന്നേക്കുന്നിട്ട് ഇന്ന് ജോലിക്ക് പോയില്ലേന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഇന്ന് കടയിലേക്ക് കുറെ ആൾക്കാരൊന്ന് ശല്യപ്പെടുത്തിയെന്ന് അറിയുമ്പം ഇവനെങ്കിൽ പിന്നെ അവരുടെ പേരോ ഇല്ല അവരെ ആരെയൊക്കെ അറിയാമെന്ന് ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവളാണ് ഇല്ല ഇതിനുമ്പ് ഞാൻ അവരാരും കണ്ടിട്ടില്ല പക്ഷെ അവരൊക്കെ ഗാവോടെ ആൾക്കാരെന്നാ പറഞ്ഞ എന്നിന് ഇവളും പറയുമ്പം ഇവൻ അപ്പം തന്നെ അവന്മാരെ കടിക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവൾ അവനെ തടഞ്ഞു നിർത്തിയിട്ട് എന്തായാലും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് ഇവനോട് ചോദിക്കുമ്പം ഇവന് ഞങ്ങൾ ഓപ്പൺ ചെയ്ത കടയിൽ ആ ഗാവ വീണ്ടും ഒന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയും. അങ്ങനെ ഞങ്ങളെയൊക്കെ ഒന്നും ചെയ്യാതെ നിങ്ങളുടെ പുറകെ അവന്മാർ ശല്യപ്പെടുത്തണമെന്ന്
അറിഞ്ഞ് ഇവൻ ആ ദേഷ്യത്തിൽ വീണ്ടും അടിക്കാൻ വേണ്ടി ചെല്ലുമ്പം ഇവൾ അവനെ തടഞ്ഞു നിർത്തിയിട്ട് അവന്മാരൊക്കെ ഇങ്ങനെ ചെയ്ത് നിന്നെ ട്രാപ്പിലാക്കാൻ നോക്കുവാന്ന് പറഞ്ഞ് ഇവനിപ്പോ ഇവിടുന്ന് പോകണ്ടെന്ന് പറയും. ഒരുപക്ഷെ അവന്മാർ ഇനിയും വരുവാണ് അവൾ പോലീസിനെ വിളിച്ചോളെന്ന് പറഞ്ഞിട്ട് ഇവനെ പേടിക്കാതിരിക്കാൻ പറയും. അതിനുശേഷം അവന് സമാധാനത്തി ഇനി ഞാനിങ്ങനെ പെട്ടെന്നൊന്നും തീരുമാനം എടുക്കത്തില്ലെന്ന് പറഞ്ഞ് അവൻ എപ്പോഴും ഇവളുടെ ഒപ്പം തന്നെ കാണുന്നറിയും. എന്നിട്ട് ഇവിടെ രാത്രി ചായം ഡോർ ഓപ്പൺ ചെയ്ത് കടയിലേക്ക് കയറാൻ നോക്കുമ്പോഴാണ് ആ ഗാവോടെ ആൾക്കാർ ഇപ്പോഴും അവിടെ തന്നെ കാണും. അതിനുശേഷം ഇവനെ കണ്ട് അടുത്തേക്ക് വന്നിട്ട് എന്തുവാച്ചാ രാവിലെ ഫുൾ അടച്ചിട്ടേക്കുന്നുണ്ട്, ഞങ്ങൾ വിചാരിച്ച് നീ ഇനി തൊട്ട് കട തുറക്കത്തില്ലെന്ന്. എന്നിട്ട് അവന്മാർ അവിടേക്ക് വരുമ്പം ചായം ഈ കട അവൻ ക്ലോസ് ചെയ്തെന്ന് അറിയും. അതുകൊണ്ട് ഇനി ഇവന്മാർ ഇങ്ങോട്ടൊന്ന് വരണ്ടെന്ന് പറയുമ്പം ആ ഗാവോടെ ആൾക്കാരാണ് ഞങ്ങളൊക്കെ പറയാം നീ എങ്ങനെ കട ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞ് ഇവൻ ഇതിനു മുമ്പ് പുറകെ നടന്ന ടീച്ചർ കാണാൻ എങ്ങനെയാന്നൊക്കെ ചോദിക്കും. അതോടെ ചായാണ് ദേഷ്യത്തി അവളുടെ പുറകെ പോയാൽ നിങ്ങളെയൊക്കെ ഞാൻ കുത്തി കൊല്ലുമെന്ന് പറഞ്ഞ് ഇവന്മാരെ പേടിപ്പിക്കുമ്പം അവന്മാർ ഇത്രയും പേര് അടിക്കാൻ പറ്റുമോ ചാന്ന് പറഞ്ഞ് അവന്റെ അടുത്തിരുന്ന് സംസാരിക്കുമ്പം അവിടേക്ക് വന്ന ടീച്ചറാണ് ഇത് കണ്ടിട്ട് തെറ്റിയിരിക്കും ചാ വേണ്ടി ഇവന്മാരൊക്കെ കൂട്ടുകൂടിയെന്ന്. അതുകൊണ്ട് ടീച്ചറും ദേഷ്യത്തി അവിടെ നിന്ന് പോകും. അതിനെ ശിവന്മാരുണ്ടാക്കിയ ഭക്ഷണമൊക്കെ റാറ്റും അറിയുമ്പം അവന് നാണില്ലാതെ ഇവന്മാര് പെണ്ണുങ്ങളുടെ പുറകെ ചെന്നാണ് ശല്യപ്പെടുന്നതെന്ന് പറഞ്ഞിട്ട് ഒരേശ് ഇവന്റെ ഗേൾഫ്രണ്ടിന്റെയും പുറകെല്ലാം പോയെന്ന് പറഞ്ഞ് അവൻ പേടിച്ചിരിക്കും. കാരണം അവൾ ഇതുവരെ ഈ കാര്യം ഇവൻ വിഷമിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അതോടെ ഈശുവിനെ വിഷമിച്ചിട്ട് നമ്മൾ വെറുതെ നോക്കി നിന്ന് അവന്മാര് വീണ്ടും ഇവൾമാരുടെ പുറകെ പോകാന്ന് പറയുമ്പോൾ ചായാണ് ഇവന്മാരെ പേടിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ പ്രശ്നമൊക്കെ അവൻ സോൾവ് ചെയ്യാന്ന് പറയും. അതേസമയം ഇവിടെ 2026 ആ പോസ്റ്റൊക്കെ എടുത്തു മാറ്റാൻ വേണ്ടി കുറെ ആൾക്കാർ അവിടേക്ക് വരും. അതുകൊണ്ട് സെക്യൂരിറ്റി ആണ് തടഞ്ഞിട്ട് ഇതൊന്നും അങ്ങനെ എടുത്തു മാറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവനെ തടഞ്ഞു നിർത്താൻ നോക്കുമ്പോൾ ഈശുവിന്റെ മകളും അവളുടെ കൂട്ടുകാരി വിളിച്ച അവൾക്കറിയാവുന്ന കുറെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെ അവർ തടഞ്ഞു നിർത്താൻ വേണ്ടി പറയും. അങ്ങനെ അതുകൊണ്ട് അവന് പേപ്പേഴ്സ് കൊണ്ടാന്ന് പറഞ്ഞ് ആ ജോലിക്കാരെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കും. അതിനേശി വരും ഈശന്റെ കൂട്ടുകാർ റാറ്റിന്റെ ഫോൺ നമ്പർ കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ അവനെ നേരിട്ട് കണ്ട് സംസാരിക്കും. അപ്പോഴാണ് അവനും പറയുന്നത് തീർച്ചയായിട്ടും ഈശനൊന്നും ഹെയ്റ്റാങ്ങിനെ ഒരിക്കലും കൊല്ലത്തില്ലെന്ന്. കാരണം 30 വർഷം മുമ്പേ അവൻ മരിച്ചതായിട്ട് ഹെയ്റ്റാങ്ങിനെ കാണിച്ച. അങ്ങനെ ആ കാര്യം ഇവൻ തന്നെയാ നേരിട്ട് അവളോട് ചെന്ന് പറഞ്ഞ്. അങ്ങനെ ആ കാര്യം ഇവനും പറയുമ്പം ഇത് കേട്ട് അവർ രണ്ടുപേരും കൂടെ എന്തിനാ ഈശു മരിച്ചതായിട്ട് അവളുടെ അടുത്ത് അങ്ങനെ കാണിച്ചെന്ന് ചോദിക്കും. അപ്പോഴാണ് റാറ്റും അവന്റെ ശിക്ഷ ഒരു 10-14 വർഷം നീണ്ടുപോകുന്ന പേടിച്ചിട്ട് അതുവരെ ഹെയ്റ്റാങ് ഇവന് വേണ്ടി കാത്തിന്ന് ഇവനോർത്ത് വിഷമിക്കേണ്ടെന്ന് വിചാരിച്ച് അവൻ തന്നെ ഇവനോട് ഒരു ദിവസം ഇവൻ മരിച്ചായിട്ട് ഹെയ്റ്റാങ്ങിനോട് ചെന്ന് പറയാൻ വേണ്ടി പറഞ്ഞ്. അങ്ങനെ ആകെ ഹെയ്റ്റാങ്ങിന്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കുവാണ്. അത് അവളുടെ അച്ഛൻ മാത്രമുള്ളെന്ന് പറയുമ്പം ഇത് കേട്ട് ഹെയ്റ്റാങ്ങിന്റെ മകനാണ് ഷോക്കായിട്ട് എന്റെ അമ്മയുടെ അച്ഛനെ കുറിച്ച് ഇതിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവന് ഷോക്കായി പോകും. അപ്പോഴാണ് റാറ്റും ഇവന്റെ അമ്മയുടെ അച്ഛൻ അത്രയ്ക്ക് ഒരു മോശമായിട്ടുള്ള ആളാന്ന് പറഞ്ഞ് അവൻ കാരണം ഹെയ്റ്റാങ് കുറെ പ്രാവശ്യം മരിക്കാൻ വേണ്ടി പോയെന്നൊക്കെ പറയും. അങ്ങനെ അവനുമായിട്ട് ഇവളുടെ അമ്മ ബന്ധം നിർത്തിയോടെ അതിനുശേഷം ഇവൻ അയാളൊന്നും കണ്ടിട്ടില്ലെന്ന് പറയും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ ഇവളുടെ അച്ഛൻ എങ്ങനെ ജയിലില്ല എന്നൊക്കെ ഇവനോട് ചോദിച്ചു മനസ്സിലാക്കാൻ നോക്കുമ്പം അവന് ആ സമയത്ത് ഞാനും ജയിലിലായിരുന്നു, പക്ഷെ പിന്നീട് എനിക്ക് കുറച്ച് കാര്യം അറിയാമെന്ന് പറഞ്ഞ് ഇവൻ ആ കാര്യങ്ങളൊക്കെ എടുത്തു പറയും. അതായത് ആ ഗാവോടെ ആൾക്കാർ വീണ്ടും വന്ന് ലേഡീസിനോടായിരിക്കും ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് ഇത് കാണാൻ വരുന്ന മറ്റേ കടയിലെ ഓണറും ഇങ്ങനെ പ്രായമായിട്ടുള്ള ആൾക്കാരും പെമ്പിള്ളേരെയൊക്കെ അടിക്കുന്നതൊക്കെ മോശമെന്ന് പറഞ്ഞ് ഇവരെ വെറുതെ ഇടാൻ പറയുമ്പം അവന്മാർ അത് പറയാം നീ ആരാണെന്ന് പറഞ്ഞിട്ട് ഓണറായിട്ട് അടിച്ച് പൊട്ടിക്കും. അങ്ങനെ ബാക്കി എല്ലാവരും ചുമ്മാ നോക്കി നിൽക്കുമ്പം ഇവന്മാരെല്ലാരും കൂടെ വീണ്ടും റാറ്റിന്റെ ഗേൾഫ്രണ്ടിനൊക്കെ ഇട്ട് ചവിട്ടിക്കൊണ്ടിരിക്കും. അതിനുശേഷം സഹിക്കാൻ പറ്റാതെ ഓണറും പെട്ടെന്ന് ദേഷ്യത്തി നിങ്ങളൊക്കെ കുറെ ഓവറായിട്ടാണ് പോന്നെന്ന് പറഞ്ഞ് അവർ എതിർത്തിക്കുമ്പം അവന്മാരെല്ലാരും കൂടെ ഓണറിനെ അടിച്ചിട്ട് പൊട്ടിക്കും. അതിനെ ഷീക്കാരി അറിഞ്ഞ് ഈശനും അവന്റെ കൂട്ടുകാരും കൂടെ അവന്മാരെ കടിച്ച് പൊട്ടിക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇവന്മാരുടെ ഫ്രണ്ട് ചായം വന്നിട്ട് വെപ്പൺസ് ആയിട്ടൊക്കെ എവിടാടാ പോന്നെന്ന് പറഞ്ഞ് ഇവന്മാരെ തടഞ്ഞു നിർത്തും. അങ്ങനെ ഗാവയെ കൊല്ലാനാണോ അല്ല അവന്റെ കയ്യിൽ നിന്ന് ചാവാനാണെന്ന് പറഞ്ഞിട്ട് ഇവന്മാരെ മര്യാദയ്ക്ക് ഇവന്മാരെ പണി നോക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവന്മാരാണ് ദേഷ്യത്തി ചായനി നമ്മൾ എത്ര കാലം എന്ന് പറഞ്ഞ് നോക്കി നിൽക്കാനാ, അവന്മാർ നമ്മുടെ പുറകെ വരാതെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെല്ലാം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾക്കൊന്നും ഇത് കണ്ട് സഹിക്കാൻ പറ്റത്തില്ല, വെറുതെ ഞങ്ങളെ തടയാതെ ഒരു നിങ്ങൾക്ക് പേടിയാണ്, നിങ്ങൾ മാറി നിന്നോ എന്ന് ഇവന്മാർ രണ്ടുപേരും അടിക്കാൻ വേണ്ടി ചെല്ലുമ്പം ചായാണ് ഇവന്മാരെ തടഞ്ഞു നിർത്തിയിട്ട് അവന്മാരെ കൊന്നെന്നും ഈ പ്രശ്നം തീരത്തില്ലെന്ന് പറയും. കൂടാതെ അവന്മാരെ കൊന്നിട്ട് ജയിലിൽ പോയാൽ പിന്നെ അവളുമാരെ കാര്യം നോക്കുമെന്ന് പറഞ്ഞിട്ട് ഇവനും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പം അവന്മാര് ദേഷ്യമെല്ലാം കൺട്രോൾ ചെയ്തിട്ട് അവിടെ തന്നെ കുത്തിയിരിക്കും. ഇതേ സമയം ഹെയ്റ്റങ്ങും കടയിലേക്കൊന്ന് നോക്കുമ്പോഴാണ് ഓണറൊക്കെ അവന്മാരെ എതിർത്തോണ്ട് അവന്മാര് കട ഫുള്ളും പൊളിച്ച് നശിപ്പിച്ചിട്ടേക്കും. അപ്പോഴാണ് ഇത് കണ്ട് ഹെയ്റ്റങ്ങാണ്ട് വിഷമിച്ചിട്ട് ഇതൊക്കെ ഞാൻ കാരണമാണ് ഓണർ എന്ന് പറഞ്ഞ് ഇവള് സോര് പറഞ്ഞതൊക്കെ ക്ലീൻ ചെയ്യുമ്പം അയാളാണ് ഇത് കേട്ടിട്ട് ഇത് മോളുടെ ഭക്ഷണമൊന്നുമില്ല, ഇത് എന്റെ തെറ്റാന്ന് പറഞ്ഞിട്ട് ഈ കട ഇന്നത്തോടെ ക്ലോസ് ചെയ്യാൻ പോകുന്ന പറയും. അപ്പോഴാണ് അവളും കട എന്തിനാ ക്ലോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇവള് ഞാൻ കാരണമാണ് ഇപ്പൊ തന്നെ അവരോട് ചെന്ന് പറയാന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പം ഓണർ അവളെ തെരഞ്ഞെടുത്തിട്ട് അല്ലെങ്കിൽ നമുക്ക് പൈസ ഒന്നും ഇല്ല മോളെ, ഇത് നമ്മുടെയും തെറ്റല്ല, ഈ സ്ഥലം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയാലേ നമുക്ക് സമാധാനിച്ച് ജീവിക്കാൻ പറ്റത്തുള്ളൂ, നീ എന്നോട് സോറിയും ചോദിക്കണ്ട, എനിക്ക് എന്റെ ഫാമിലി ആയിട്ട് ഇനി ഇവിടെ സേഫ് ആയിട്ട് ജീവിക്കാൻ പറ്റും തോന്നില്ല, പക്ഷെ ഹെയ്റ്റാ നീ എന്നെ പോലെ ഒന്നല്ല, നീ നല്ലോണം പഠിക്ക്, നിന്നെ കൊണ്ട് പഠിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റും എന്നിട്ട് ഓണർ അവളെ പറഞ്ഞു വിടുമ്പം ഇവള് വിഷമിച്ചോണ്ട് തിരിച്ച് വീട്ടിലേക്ക്
വീട്ടിലേക്ക് അങ്ങ് ചെല്ലും. അതേസമയം തന്നെ ഇവിടെ ചായും ടീച്ചറെ അവന്മാരെന്തെങ്കിലുമൊക്കെ ശല്യപ്പെടുത്താന്ന് പറഞ്ഞിട്ട് അവരുടെ പുറകെ തന്നെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ടീച്ചർ ഇത് കണ്ടിട്ട് എന്റെ പുറകെ ഇപ്പൊ എന്തിനാ വരുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ചായ ഞാൻ ചുമ്മാ വന്നേന്ന് പറഞ്ഞിട്ട് വീണ്ടും പുറകെ നടന്നുകൊണ്ടിരിക്കും. അപ്പോഴാണ് ടീച്ചറിന്റെ ദേശത്തി എന്തോ പറ്റി വീണ്ടും ഇപ്പൊ അവന്മാരോട് കൂട്ടുകൂടിയോ, ഇനിയിപ്പോ പഴയതുപോലെ അവന്മാരായിട്ട് കറങ്ങാനാണ് പ്ലാൻ, ഞാൻ ഇന്നലെ കണ്ടായിരുന്നു നീ അവരായിട്ടൊക്കെ വന്നിച്ചിരുന്ന് സംസാരിക്കുന്നത്. എന്നിട്ട് ടീച്ചർ വഴക്കുറയുമ്പം ചായും നിനക്ക് എന്നെ കുറിച്ച് അറിയത്തില്ലെന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോഴാണ് അവര് വിഷമിച്ചോണ്ട് സോറി ഞാൻ അങ്ങനെ വിചാരിച്ചത്, പക്ഷെ എനിക്ക് ഇതിന് ഒട്ടും മനസ്സിലായില്ല, എല്ലാ തവണയും നീ പറയുന്നത് വിശ്വസിച്ചായിരുന്നു, പക്ഷെ നീ എങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, ഒരു പക്ഷേ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നീ എനിക്ക് പ്രൂവ് ചെയ്താണ്. എന്നിട്ട് അവരും പറയുമ്പം ചായാണ് വിഷമിച്ചിട്ട് എനിക്കിനി ഒരു ചാൻസും കൊടുത്താൽ ഞാൻ അവരുടെ പുറകിലൊന്നും പോകത്തില്ല, നമുക്ക് സന്തോഷത്തോടെ വേറൊരു ജീവിതം ജീവിക്കാന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് എവിടെയൊക്കെ പോകാന്ന് പറയും. അപ്പോഴാണ് ടീച്ചറും ഇവിടെ നിന്ന് പോയിട്ട് എന്തോ പ്ലാനും ചോദിക്കുമ്പം ചായ ഒന്ന് പറയാതിരിക്കുന്നിട്ട് അവർ അപ്സെറ്റായി അവിടെ നിന്ന് പോകും. അതേസമയം ഇവിടെ ഗാവോടെ ആൾക്കാരും സമാധാനത്തിൽ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ചായും നിങ്ങൾ ഇനിയെങ്കിലും ഞങ്ങൾ വെറുതെ വിട്ടോടെന്ന് പറഞ്ഞിട്ട് അവന് മാപ്പ് അപേക്ഷിക്കും. അതുകൊണ്ട് എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും അത് ഇതോടെ മറക്കണം ഗാവെന്ന് പറഞ്ഞ് ചായം ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് അവനും ഓ ഞാൻ എന്തോടെ ചെയ്ത, നീ പറയുന്നിട്ട് ഞാൻ നിന്നെ ശല്യപ്പെടുത്തിയെന്നാണല്ലേ, നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ഞാൻ അവസാനമായിട്ട് നിനക്കൊരു ചാൻസ് തരാം എന്നിനെ ഗാവയും അവനെ ഇരുത്തിയിട്ട് ഒരു ജോലി ഏൽപ്പിക്കും. അങ്ങനെ ഇത് എനിക്ക് വേണ്ടി നീ ചെയ്തു കൊടുത്താൽ മാത്രമേ ഞാൻ നിന്നെ വെറുതെ എടുത്തോളെന്ന് പറഞ്ഞ് ഗാവ അവന് വാക്കുകൊടുക്കും. അതോടെ ചായും എങ്കിൽ പിന്നെ ഇതോടെ നമ്മൾ തമ്മിലുള്ള ബന്ധമെല്ലാം തീർന്നു പറഞ്ഞ് അവൻ ഈ സഹായം മാത്രം ചെയ്തുതരാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. പക്ഷെ ഇവിടെ ഗാവ വേറെന്താ പ്ലാൻ ചെയ്തേക്കുക. അതുകൊണ്ട് ചായ അവിടെ നിന്ന് ഇറങ്ങുമ്പം ആ ഗാവോടെ കൂട്ടാളി ഒരുത്തനും ഇവന്റെ ലൈറ്റർ വാങ്ങിച്ചിട്ട് അതൊരു എവിഡൻസ് ആയിട്ട് അവൻ കൈ വെച്ചേക്കും. കാരണം ചായ ഇവന്മാരെയൊക്കെ ഒരു കേസിൽ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കുക. പക്ഷെ ഈ സത്യം ഒന്നും അറിയാതെ ചായും നമ്മളെ പറഞ്ഞേച്ച് ഈ ജോലി ചെയ്യാണ് അവൻ വെറുതെ വിടുന്ന് പറഞ്ഞിട്ട് ഇവന്മാരോടൊന്ന് പറയും. അപ്പോഴാണ് അവന്മാർ വിശ്വസിക്കാതെ ചാ ഇത് അവന്മാർ ചെയ്യുന്നതെല്ലാം ട്രാപ്പ് ആയിരിക്കും, നിങ്ങൾക്ക് ഗാവയെ കുറിച്ച് അറിയാലോ, അവനെ വിശ്വസിക്കാൻ പറ്റത്തില്ല, കൂടാതെ അവൻ നമ്മൾ ഈ ജോലി ഏൽപ്പിച്ചിട്ട് പുറയുന്ന അവൻ നമുക്കെല്ലാം പണി തരും. എന്നിട്ട് ഇവന്മാരൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയാലും ഹെയ്റ്റാങ്ങൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട്, ഇവർക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ മരിക്കുകയാണെങ്കിലും ആ ഗാവോ പറഞ്ഞ അവസാന ജോലി ചെയ്തിട്ട് നമ്മൾ ബാക്കി കാര്യം നോക്കാന്ന് പറഞ്ഞിട്ട് ഇവരാ ജോലി ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. എന്നിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഈശ്വരൻ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഹെയ്റ്റാങ്ങനെ അടുത്തേക്ക് വന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഒന്നുമില്ല ചുമ്മാ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവൾ വിഷമിക്കാതിരിക്കാൻ വേണ്ടി പറയുമ്പം അവളും ഇപ്പൊ കുറെ ദിവസമായിട്ട് ഇവന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഇവന്റെ എല്ലാ ഇമോഷൻസും അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയും. അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് പറഞ്ഞ് ഇവനോട് ചോദിച്ചു മനസ്സിലാക്കുമ്പം അവനാണ് സങ്കടത്തി ഇതുവരെ പൈസയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്താലും ഇവൻ അതിനെക്കുറിച്ചൊന്നും ഒരു ദിവസം പോലും പേടിച്ചിട്ടില്ലെന്ന് പറയും. പക്ഷെ ഇപ്പൊ ഇവൻ കാരണം ഇവൾക്ക് ഇത്രയും സംഭവിച്ചോണ്ട് അവനിപ്പോ മൊത്തത്തിൽ പേടിയായെന്ന് പറയും. അങ്ങനെ ഞാൻ കാരണം നിനക്കൊല്ലാം പറ്റുമെന്ന് പറഞ്ഞ് അവനും കരയുമ്പം ഇവള് നീ കാരണം എനിക്കൊന്നും പറ്റത്തില്ല, നീ ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴേ മരിച്ചേനെന്ന് പറഞ്ഞിട്ട് ഇവനെ ആശ്വാസപ്പെടുത്തും. അപ്പോഴാണ് അവനും ഒരേ ശിവൻ എന്തേലും ഡേഞ്ചറസ് എന്ന് പെടുവാണ് ഇവൾ അപ്പം തന്നെ ഇവന്റെ അടുത്ത് നിന്ന് മാറിപ്പോകാൻ വേണ്ടി പറയും. അതോടെ അവളാണ് എന്ത് ഡേഞ്ചർ ആയാലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഇവൻ കൂടെ ഉണ്ടെങ്കിൽ അവൾക്ക് നല്ലതേ നടക്കത്തുള്ളെന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് ഇവരുടെ സന്തോഷത്തി നമ്മൾ ഒരുമിച്ചുള്ളതാ നമ്മുടെ ധൈര്യം എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് വിളിച്ചു പോയിക്കൊണ്ടിരിക്കും. ഇതേ സമയം ചായം ടീച്ചറിന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ച പൈസ എല്ലാം തിരിച്ചെടുത്തിട്ട് ഒരേശി വീണ്ടും ജീവിക്കാൻ ചാൻസ് കിട്ടിയാൽ പോലും ഈ വഴി തന്നെ ചൂസ് ചെയ്യത്തുള്ളെന്ന് പറയും. അങ്ങനെ ഇവൻ കാരണം കുറെ വിഷമിച്ചുകൊണ്ട് ഇനി അടുത്ത ജന്മം ഉണ്ടെങ്കിലും നമ്മൾ തമ്മിൽ കാണാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് ചായം കുറച്ച് ഇമോഷണൽ ആയിട്ട് പറയുമ്പം ടീച്ചറാണ് ഇപ്പൊ ഇവ വല്ല പ്രശ്നത്തിലാണെന്ന് ചോദിക്കും. അപ്പോഴാണ് ചായം എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ എന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നിന്നോട് തുറന്നറിയാൻ വേണ്ടി തന്നെ, എന്തായാലും നമ്മൾ രണ്ടുപേരുടെ ജീവിതം വേറെ വേറെയാ, ഇതിനു മുമ്പ് ഞാൻ നിന്നെ വേദനിപ്പിച്ചതിനൊക്കെ സോറി. ഇതിനെ ചായ പറയുമ്പം ഇതികയുടെ ടീച്ചർ സന്തോഷത്തി ഇത്തരം വർഷത്തിൽ ആദ്യമായിട്ടാ നിന്റെ വായിന്ന് സോറി എന്നൊരു വാക്കായിട്ടെന്ന് പറഞ്ഞ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് ഇനി അവരുടെ ജീവിതം രണ്ട് വഴി കൂടെ സന്തോഷിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കും. അതിനുശേഷം അന്ന് രാത്രി ഇവർ മൂന്നേരം കൂടെ ചായ പറഞ്ഞ ജോലി ചെയ്യാൻ വേണ്ടി പോകും. അപ്പോഴാണ് വണ്ടിക്കകത്ത് കുറെ പെട്ടിരിക്കുന്നിട്ട് അതിനകത്ത് എന്തോന്ന് അറിഞ്ഞ് ഇവന്മാരും ചോദിക്കുമ്പോൾ ഷായ പെട്ടിക്കകത്ത് എന്തുണ്ടെങ്കിലും ആ ഗാവ പറഞ്ഞ പോലെ ഇത് വയ്ക്കേണ്ട സ്ഥലത്ത് നമ്മൾ വച്ചിട്ട് അപ്പൊ തന്നെ സ്ഥലം വിടണമെന്ന് പറഞ്ഞ് ഇവന്മാർ അതിനെ കുറിച്ച് മൈൻഡ് ചെയ്യണമെന്ന് പറയും. അപ്പോഴാണ് ഇവരിങ്ങനെ പോകുന്ന ആ വഴി കൂടെ പോകുന്ന റാറ്റിന്റെ ഗേൾ ഫ്രണ്ടും കാണും. അതിന് ശിവന്മാർ മൂന്നേരം കൂടെ ആ പെട്ടിയിലെ സ്ഥലത്തുണ്ടെന്ന് വെച്ചിട്ട് ഇനി കുറച്ച് സമയം കഴിഞ്ഞ് ഈ പെട്ടി വാങ്ങിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വരുമെന്ന് പറയും. അതുകൊണ്ട് എന്ത് പ്രശ്നം വരുവാണെങ്കിലും നിങ്ങൾ ധൈര്യത്തോട്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഗാവും പുറത്തേക്ക് നോക്കാൻ വേണ്ടി പോകും. അതേസമയം ഗാവോടെ ആൾക്കാരും അവന്മാര് പറഞ്ഞ പോലെ ആ പെട്ടിയൊക്കെ ആ സ്ഥലത്തുണ്ട് വെച്ചെന്ന് പറയുമ്പം ഗാവോയും ഈ രാത്രി ഒരു പ്രശ്നം ഉണ്ടാകാതെ ഈ ഡീൽ നടന്നോണെന്ന് പറഞ്ഞിട്ട് അവന്റെ ആൾക്കാരെ പറഞ്ഞയക്കും. ഇതേ സമയം ഈശ്വൻ എവിടെ പോയെന്ന് അറിയാൻ വേണ്ടി ഇവള് റാറ്റിന്റെ ഗേൾഫ്രണ്ടിനോടും ചോദിക്കുമ്പം അവള് റാറ്റുമായിട്ട് അവൻ എങ്ങോട്ടോ ഒരു വെള്ള വാനി പോകുന്ന കണ്ടെന്നറിയും. അപ്പോഴാണ് ഇവളും എങ്കിൽ പിന്നെ അത് എങ്ങോട്ടാന്ന് അറിയാൻ ചോദിക്കുമ്പം ഇവളാണ് ആ പഴയ ഫാക്ടറിയുടെ അങ്ങോട്ടാ പോയെന്ന് പറഞ്ഞ് ഇപ്പൊ ഇവളെ പറഞ്ഞയക്കും. അതോടെ ഹെയ്റ്റ് നേരെ അവൻ അന്വേഷിച്ചരുമ്പോഴാണ് അതേസമയം ഈശ്വനും കുറെ സമയമായിട്ട് ഇവിടെ ആരും വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവന് ടെൻഷനായിരിക്കും. അപ്പോഴാണ് റാറ്റും ഒരു ഗാവം നമ്മളിങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് അവൾമാരുടെ പുറകെല്ലാം പോകണമെന്ന്
അറിഞ്ഞ് ഇവന് മൊത്തത്തിൽ പേടിച്ചറച്ചിട്ട് ഓരോ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കും. ഒരു ഈ പെട്ടി നിറച്ച് ഡ്രഗ് ആക്കിയിട്ട് ഇവരെ പോലീസിൽ കൊടുക്കാൻ പോവാണെന്ന്. അതോടെ ഈശനും എങ്കിൽ പിന്നെ സത്യം ഇതിനകത്ത് എന്തോന്നറിയാൻ വേണ്ടി അവനെ പെട്ടി തുറന്നു നോക്കാൻ വേണ്ടി പോകുമ്പം റാറ്റ് അതൊന്നും വേണ്ട നമുക്ക് ഇവിടുന്ന് പോകാന്ന് പറഞ്ഞ് അവനെ അടങ്ങിയിരിക്കാൻ വേണ്ടി പറയും. പക്ഷെ അവസാനം ഈശനെ തുറന്നു നോക്കുമ്പോഴാണ് ഇവന്മാര് കൊണ്ടുവന്ന കുറെ പെട്ടിയിൽ വെറും കല്ല് മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് അവന് സംശയത്തി വേറൊരു പെട്ടി തുറന്നു നോക്കുമ്പോഴാണ് അതിനകത്ത് ഒരു പയ്യനെ അടച്ചിട്ടേക്കുന്ന കാണുന്നത്. അതുകൊണ്ട് ഇവനും പേടിച്ചിട്ട് നമുക്ക് വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട ഈശു എന്ന് പറഞ്ഞ് റാറ്റ് അത് അടച്ചു വെക്കാൻ നോക്കുമ്പോൾ ഈശനാണ് ഇതിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനെന്ന് പറഞ്ഞിട്ട് അവന് ശനിന് ജീവൻ വല്ല ഉണ്ടോ നോക്കിക്കൊണ്ടിരിക്കും. അതോടെ കൂട്ടുകാരനും പേടിച്ചിട്ട് നമുക്ക് വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട ഈശു എന്ന് പറഞ്ഞ് ഇവനെ തടയാൻ നോക്കുമ്പോഴാണ് അതേസമയം ഷെന്നും കണ്ണുറന്ന ഉടനെ ഈശനും മര്യാദയ്ക്ക് ഒച്ച വയ്ക്കലെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിനക്ക് ഇവിടെ സംസാരിക്കാന്ന് പറഞ്ഞ് ഈശൻ അവനെ രക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കും. അപ്പോഴാണ് ഷെന്നും കരഞ്ഞോണ്ട് എടാ എന്നെ ആരാണ്ട് ഫേസ് മറച്ചിട്ട് എന്നെ ഈ വാനിലേക്ക് അടിച്ചു കയറ്റിയതാടാ, എന്തോ സംഭവം എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇപ്പോഴും എഴുന്നേറ്റ് നോക്കുന്ന. എടാ ഈശു നീ എന്തോടെ ഇവിടെ ചെയ്യുന്നത്, നീയാണോ നിനക്കെതിരെ ഞാൻ ക്ലാസ് വെച്ച് പെറ്റീഷൻ കൊടുത്തോണ്ട് എന്നെ കൊല്ലാൻ നോക്കുന്നത് എന്നിന് ഇവന് ചോദിക്കുമ്പം ഈശനാണ് ഈ പെട്ടി തുറന്ന കാര്യം ചായ അറിയും. അതോടെ അവനും ദേഷ്യത്തി എടാ നിങ്ങളെ ഞാൻ പെട്ടി തുറക്കാൻ പറഞ്ഞായിരുന്നോ എന്നിനെ ചായ ചോദിക്കുമ്പം ഈശൻ അവന്റെ കൂടെ പഠിക്കുന്ന ഒരു കൂട്ടുകാരനാന്ന് പറയും. അതിനേശം ചായയും ഇവന്മാരോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിളിച്ചോണ്ടാകുമ്പം ഈശൻ ഇവന് പേടിക്കണം എന്ന് പറഞ്ഞിട്ട് അവനും പുറത്തേക്ക് ചെല്ലും. ഭാഗ്യതഞ്ഞ് ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ അവൻ അവിടെ കിടന്ന് ചത്തുപോകത്തില്ലേ, നമുക്ക് പോലീസിനെ വിളിക്കാം, നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇതെല്ലാം ഗാവോ ചെയ്ത പരിപാടിയാ എന്നിന് അവനും പറയുമ്പം ചായ നമ്മളാടെ അവൻ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ആകെ നമ്മളെ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയും. അതുകൊണ്ട് ഇത് കേസായാലും അവൻ തന്നെ ഇവർക്ക് നേരെ കുറ്റം പറയും. അപ്പനാണ് ഈശനും ഇതൊരു കിഡ്നാപ്പിങ്ങാ, ഇതാ ഗാവോ ചെയ്യുന്ന പരിപാടിയല്ലേ, നമ്മളിത് അകപ്പെടത്തേ ഉള്ളു, ഞാൻ അവനോട് സംസാരിച്ച് അവനിവിടുന്ന് പറഞ്ഞയക്കാം, അവൻ നമ്മളെ കുറ്റവാളിയായിട്ട് പോലീസിനോട് പറയത്തില്ല എന്നിന് ഇവനും പറയുമ്പം ചായയും അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും ചോദിക്കും. അപ്പനാണ് അവൻ ഇപ്പൊ തന്നെ അവനോട് സംസാരിക്കാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. എന്നിട്ട് അവന് ഷെന്നോട് ചെന്നിട്ട് നിന്നെ കിഡ്നാപ്പ് ചെയ്ത ഞങ്ങളല്ല ആ ഗാവയോന്ന് പറഞ്ഞിട്ട് ഇവരും കൂടി ഭക്ഷണത്തിൽ കൊടുക്കിതാന്ന് അറിയാം. അതുകൊണ്ട് ഈശൻ ഇവനിപ്പോ വെറുതെ ഇടാൻ പോകുന്ന പറയുമ്പം ഷെന്നാണ് എങ്കിൽ ശരിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് അവൻ ഇവന്മാരുടെ കൂടെ തന്നെ പുറത്തേക്ക് ചെല്ലും. അപ്പനാണ് കറക്റ്റ് അതേസമയം ഗാവ അവന്റെ ആൾക്കാരായിട്ട് അവിടേക്ക് വരും. അതിനെ ശിവമാരെ കടിച്ചിടുമ്പോഴാണ് ആ ഷെന്നും എന്നെ വെറുതെ വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് ശബ്ദം ഉണ്ടാക്കും. അങ്ങനെ അതിനെ ശിവമാരെല്ലാം കെട്ടിയിട്ടിട്ട് ഇവരെല്ലാം ഒരുമിച്ച് കൊല്ലാൻ വേണ്ടി ആ ഗാവ തീരുമാനിക്കും. എടാച്ചാ ഞാൻ നിനക്ക് അവസാനമായിട്ട് ചാൻസ് എന്ന്, പക്ഷെ നീ എന്നെ തന്നെ കുടുക്കിലാക്കാൻ നോക്കുന്നു എന്നിന് അവന് ചൂടാകുമ്പം ചായ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ പോലീസിനോട് പറയത്തില്ലെന്നറിഞ്ഞ് ഇവരെ വെറുതെ ഇടാൻ വേണ്ടി പറയും. അപ്പനാണ് ഇത് കേട്ട് ഗാവയും നിങ്ങളൊന്നും കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ കിഡ്നാപ്പ് ചെയ്ത പയ്യൻ നമ്മളെല്ലാം കണ്ടില്ലേ, നിങ്ങൾക്ക് അവന്റെ വായ അടക്കാൻ പറ്റുമോ എന്നിന് അവൻ ചോദിക്കുമ്പം ഈശൻ അവന്റെ കൂട്ടുകാരനാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പൈസ എടുത്തോണ്ട് ഇവിടെ നിന്ന് പോകാന്ന് പറയും. അങ്ങനെ ഒരു വാക്കുപോലും നമ്മളെ കുറിച്ച് മിണ്ടത്തില്ലെന്ന് പറയുമ്പം ഗാവയാണ് ഇത് കേട്ട് ചിരിച്ചിട്ട് നിങ്ങളൊക്കെ മണ്ടന്മാരാടാ, എന്റെ പ്ലാൻ നിങ്ങൾ ഫ്ലോപ്പ് ചെയ്ത് ഇനിയിപ്പോ നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ ആ ഷെന്നിനെ കൊല്ലണം എന്നിനെ ഗാവ ചോദിക്കുമ്പം ചായ ഞാൻ അവനെ കൊല്ലാന്ന് പറഞ്ഞിട്ട് ഇവന്മാരൊക്കെ വെറുതെ ഇടാൻ വേണ്ടി പറയും. അപ്പനാണ് ഈശനും അവൻ ചുമ്മാ നിങ്ങളെ ട്രാപ്പ് ചെയ്യാന്ന് പറഞ്ഞ് അവന് ശബ്ദം ഉണ്ടാക്കുമ്പം ഗാവ ഇവന്റെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ നിന്നെ വെറുതെ വിടാം, പക്ഷെ ഈ പയ്യനെ ഞാൻ എന്റെ കൈ കൊണ്ട് കൊല്ലും, അതുകൊണ്ട് നീ തന്നെ തീരുമാനം എടുത്തോ, ഇവന്റെ ജീവനാണോ അല്ലെ നിങ്ങളുടെ 3 പേരുടെ ജീവനാണോ വേണ്ടതെന്ന് എന്നിനെ ഗാവയും പറഞ്ഞിട്ട് പോകുമ്പം ചായാണ് വിഷമിച്ചിട്ട് എന്തോ ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് ഈശനും അവൻ ചത്തോളാം ഇവ രണ്ടുപേരും ഇവിടുന്ന് പോയിക്കോളാൻ വേണ്ടി പറയും. അപ്പോഴാണ് ചായ സങ്കടപ്പെട്ടോണ്ട് അടുത്ത ജന്മത്തി ഇവന്റെ കടപ്പാട് തീർക്കാന്ന് പറഞ്ഞിട്ട് റാറ്റിനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവനും കരഞ്ഞോണ്ട് ഈശന് നമ്മൾ ഒറ്റയ്ക്കാക്കലെന്ന് പറഞ്ഞിട്ട് അവന് ഈശനെ നോക്കി കരഞ്ഞോണ്ട് അവിടെ നിന്ന് പോകും. അതിനെ ശിവന്മാരെല്ലാരും കൂടെ ആ സ്ഥലം ഫുള്ളും പെട്രോൾ ഒഴിച്ച് ഇവന്മാരെ കത്തിച്ച് കൊല്ലാൻ വേണ്ടി പോവുക. അങ്ങനെ ഫാക്ടറി മൊത്തത്തിൽ തീ പടരുമ്പോഴാണ് റാറ്റും അവന്മാർ ഈശനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഇവനെ സഹായിക്കാൻ വേണ്ടി നോക്കും. പക്ഷെ അവന്മാരൊക്കെ ഇവന്റെ കാല് തല്ലി ഒടിച്ചേക്കുക, അതുകൊണ്ട് ഇവനെ നടക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ ഈശനെയും ഷെന്നിനെയും ആ ഫാക്ടറി അടച്ചു വെച്ച് കത്തിച്ചു വിടുമ്പോഴാണ് ഇവിടെ അടുത്ത സെക്കൻഡ് തന്നെ അവന്മാരൊക്കെ ചതിച്ചിട്ട് ചായം കുത്തി കൊല്ലാൻ വേണ്ടി നോക്കും. അതോടെ ഇവന്മാർ തമ്മിൽ കൂട്ടടിയാകുമ്പോഴാണ് അതേസമയം ഈശനും വായിന്നൊരു ബ്ലേഡ് എടുത്തിട്ട് ഇവനാദ്യം ഈ കയർ കട്ട് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് ആ ഷെന്നും പേടിച്ചിട്ട് അവൻ ആ കയർ വെട്ടുമ്പോൾ തന്നെ ബ്ലേഡ് തറയിലേക്ക് വീഴും. അതോടെ ഈശനാണ് ദേഷ്യത്തി നിനക്ക് മര്യാദയ്ക്ക് ഇതുപോലും ചെയ്യാൻ അറിഞ്ഞൂടെ എന്ന് പറഞ്ഞിട്ട് അവൻ കഷ്ടപ്പെട്ട ബ്ലേഡ് എടുക്കാൻ വേണ്ടി നോക്കും. പക്ഷെ ഇവനെ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. അതേസമയം പുറത്ത് ഷായിനെയും റാറ്റിനെയും അവന്മാരടിച്ച് പഞ്ഞു കിട്ടാണ്ടിരിക്കുക. അപ്പോഴായിരിക്കും ഏറ്റവും പെട്ടെന്ന് ഫാക്ടറിയിലേക്ക് ഓടിയെത്തിയിട്ട് അവൾ അവിടുത്തെ ജനാല വഴി ഇവന്മാരെ രക്ഷിക്കാൻ വേണ്ടി വരും. അപ്പോഴാണ് ഇത് കണ്ട് ഈശനും നീയും തന്നെ ഇവിടേക്കൊന്ന് ഹൈറ്റാങ് നിറഞ്ഞ് അവളെ പെട്ടെന്ന് പോകാൻ പറയുമ്പം അവൾ അതൊന്നും കേൾക്കാതെ നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവന്മാരെ കയ്യങ്ങ് അയച്ചിടും. അതിനുശേഷം ഇവിടെ ഗാവോടെ ആൾക്കാരും ഇവന്മാരുടെ അടിച്ചിട്ടിട്ട് എടാച്ചാ നീയും നിന്റെ കൂട്ടാളിയും കൂടെ അവന്മാരെ കിഡ്നാപ്പ് ചെയ്ത് ഇവിടെ വെച്ച് കൊന്ന അതിനുള്ള എവിഡൻസ് ഒക്കെ ഇപ്പൊ ഞങ്ങളുടെ ഉണ്ട്, ഞങ്ങളൊക്കെ ചുമ്മാ നിങ്ങളെ തടയാൻ വേണ്ടി വന്നേ, ഈ കഥ എങ്ങനെയുണ്ട് എന്നതിന് ഗാവയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവര് 3 പേരും കൂടെ ആ ജനാല വലിയ രക്ഷോട്ട് വന്നിട്ട് ഇവരപ്പം തന്നെ അവർ ചെന്ന് പിടിക്കുന്നറിഞ്ഞ് അവരുടെ പുറകെ തന്നെ ചെല്ലും. അതേസമയം ഇവന്മാർ 2 പേരും കൂടെ അനങ്ങാൻ പറ്റിയില്ലെങ്കിലും ഇവന്മാരെയൊക്കെ മാക്സിമം തടഞ്ഞിർത്താൻ വേണ്ടി നോക്കും. അങ്ങനെ ഈശൻ ഇപ്പൊ തന്നെ അവരെ വിളിച്ചുകൊണ്ട് ഇവിടെ പോകാൻ വേണ്ടി പറയുമ്പം ഈശൻ അവന്മാരെ നോക്കി ഫൈറ്റ് ചെയ്തിട്ട് ചായ റാറ്റിനും കൂടെ രക്ഷിക്കാൻ വേണ്ടി നോക്കും. പക്ഷെ അവന്മാരാണ് ഞങ്ങളെ കുറിച്ച് വിഷമിക്കണം, നീ ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോകുന്ന പറഞ്ഞിട്ട് അവന്മാർ അവിടെ നിന്ന് വിളിച്ചു പോയതോടെ ഇവന് മനസ്സിലാതെ അപ്പൊ തന്നെ ഇവരെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകും. അതിനുശേഷം ഇവിടെ ഗാവയും അവന്മാർ തമ്മിൽ
രാത്രിയാകുമ്പോഴാണ് ചായ റാറ്റും കൂടെ ചേർന്നിട്ട് ആ ഗാവയെ അവിടെ വെച്ച് തന്നെ കുത്തിക്കൊല്ലും. അങ്ങനെ ഈ കേസിലാണ് ഇവന്മാർ രണ്ടുപേരും കൂടെ ജയിലിലാകുന്നത്. അതിനുശേഷം അവിടേക്ക് പോലീസൊക്കെ വന്നിട്ട് അവിടെ മൊത്തത്തിൽ സീനായ കാര്യം ഇപ്പൊ റാറ്റ് ഇവരോട് പറയും. അങ്ങനെ അവൻ ആകെ ഓർമ്മയുള്ള ഈശുവിന് ഹെയ്റ്റാങ്ങിനെ അവിടെ നിന്ന് പറഞ്ഞയച്ചിട്ട് ഇവര് ജയിലിൽ പോയത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഹെയ്റ്റാങ് ഈശുവിന് വേണ്ടി എന്തും ചെയ്യും, അതേപോലെ ഈശുനും അവൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാന്ന് പറഞ്ഞ് ഇവരോടൊക്കെ ആ കാര്യം പറയും. അതിനുശേഷം ഇവിടെ പോലീസും ഈശുവിനെ മാത്രം അകത്തേക്ക് വിളിച്ചോണ്ട് പോകുമ്പോഴാണ് ഹെയ്റ്റാങ് അവളുടെ കൈ പൊള്ളിപ്പോയാലും അതിനോർത്ത് വിഷമിക്കാതെ ഈശുവിനെ മാത്രം എന്തിനാ അകത്തേക്ക് വിളിച്ചോണ്ടാവും ചോദിക്കും. അങ്ങനെ അവൻ ക്രിമിനൽ അല്ല, അവൻ ഈ ഷെനിന്റെ കൂടെ അവരൊക്കെ കെട്ടിയിട്ടിരുന്നതെന്ന് പറഞ്ഞ് ഇവള് പറയുമ്പം ആ പോലീസ് ഒന്നും കേൾക്കാൻ തയ്യാറാകത്തില്ല. അതുകൊണ്ട് ഷെനിനോട് ചോദിക്കുന്ന പറഞ്ഞ് അവനെ സംസാരിക്കാൻ പറയുമ്പോഴാണ് അവനും കരഞ്ഞോണ്ട് എനിക്കിപ്പോ എന്റെ വീട്ടിൽ പോകണം, അല്ലാതെ ഞാനൊന്നും പറയത്തില്ലെന്ന് പറഞ്ഞ് അവനും കരഞ്ഞോണ്ടിരിക്കും. അതിനുശേഷം അവന്റെ അമ്മയും അച്ഛനും കൂടെ അവിടേക്ക് വരുമ്പോഴാണ് ഇവൻ അച്ഛൻ കുറെ കടം വാങ്ങിച്ചോണ്ട് അവന്മാർ എന്നെ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞ് അവന്റെ അച്ഛനെ വഴക്കുറഞ്ഞോണ്ടിരിക്കും. അതിനുശേഷം അവർ തമ്മിൽ വഴക്കാകുമ്പോഴാണ് പോലീസ് ഇവിടെ വെച്ച് വഴക്കുണ്ടാക്കാതെ പോകാൻ പറഞ്ഞ ഉടനെ ഷെൻ അവന്റെ ഫാമിലി ആയിട്ട് അവിടെ നിന്ന് പോകും. ഇത് കണ്ട് ഹെയ്റ്റാങ്ങും ഈശുവിനെ രക്ഷിക്കാൻ വേണ്ടി നീ ഇവരോട് സത്യം പറഞ്ഞറിഞ്ഞ് അവളും ചോദിക്കുമ്പം അവന് മൈൻഡ് ചെയ്യാതെ അവന്റെ അമ്മയായിട്ട് അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കും. അതോടെ അവള് ശബ്ദം ഉണ്ടായിക്കൊണ്ട് നിന്നെ സഹായിക്കാൻ വേണ്ടിയാണ് അവൻ ഇത്ര കഷ്ടപ്പെട്ടെന്നറിഞ്ഞ് കുറച്ചെങ്കിലും മനസ്സാക്ഷി അവനോട് കാണിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അവളും കരഞ്ഞോണ്ട് കുറെ കെഞ്ചി നോക്കുമ്പോഴാണ് പെട്ടെന്ന് അവന് തിരിച്ചു വന്നിട്ട് പോലീസ് ഈശുവിനൊന്നല്ല എന്നെ കിഡ്നാപ്പ് ചെയ്ത, അവൻ എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്ന, അതുകൊണ്ട് നിങ്ങൾ അവന്റെ പേര് കേസൊന്ന് ഫയൽ ചെയ്യണ്ട എന്നിന് അവനും പറഞ്ഞിട്ട് പോകുമ്പം ഹേറ്റയും കരഞ്ഞോണ്ട് അവന് താങ്ക്സ് പറയും. അതിനുശേഷം ഈശും വരുന്നവർ ഇവൾ കുറെ സമയം വെയിറ്റ് ചെയ്യുമ്പോഴാണ് അവിടുത്തെ പോലീസും ഇവളുടെ കൈ ഇങ്ങനെ പൊള്ളിപ്പോയിരുന്നിട്ട് എന്തിനാ ആശുപത്രി പോകാതെ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന ചോദിക്കും. അപ്പോഴാണ് അവളും ഈശും വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളെന്ന് അവൾ അവിടെ തന്നെ കുത്തിയിരിക്കുമ്പം ഇവളുടെ ടീച്ചർ അവിടേക്ക് വന്നിട്ട് ഈശനൊന്നും പറ്റത്തില്ല, ഇവളെ ആദ്യം ആശുപത്രിയിലേക്ക് വിളിക്കും. അപ്പോഴാണ് അവളും ഈശനൊരു തെറ്റും ചെയ്തിട്ടില്ല ടീച്ചർ എന്ന് പറഞ്ഞ് അവനെ പോലീസ് ഇപ്പൊ വെറുതെ വിടുന്നില്ലെന്ന് പറയുമ്പം ടീച്ചർ ആ കാര്യമൊക്കെ ഇവർ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇവളെ പേടിക്കാതെ ഇപ്പൊ ആശുപത്രിയിലേക്ക് വരാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇവളൊരു കാര്യം അറിയുന്ന സ്കൂളിൽ നിന്ന് ഈശനും ഈ പ്രശ്നം കാരണം പുറത്താക്കിയെന്ന്. എന്നിട്ട് ഇവിടെ റാറ്റും അവ രണ്ടുപേരുടെ ഫോട്ടോസൊക്കെ കാണിച്ചിട്ട് ഒരേ ഈശൻ ഇവർ വീണ്ടും കണ്ടുമുട്ടുവാണ്, അത് ഇവന്റെ അടുത്തും കൂടെ പറയണമെന്ന് പറയും. അതിനുശേഷം ഓരോ ദിവസം ഇവിടെ ഹെയ്റ്റാങ് അവനെ അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലും. പക്ഷെ പോലീസാണ് ഇപ്പോഴും ചോദ്യം ചെയ്തോണ്ടിരിക്കുകയെന്ന് അറിഞ്ഞിട്ട് ഇവളെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറയും. അതിനുശേഷം അവൾ ഇനി എത്ര സമയം എടുക്കുമെന്ന് അറിഞ്ഞിട്ട് അവന് വേണ്ടി കുറെ സമയം വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് പോലീസും ഇവിടെ രാത്രി ഫുൾ ഇവിടെ തന്നെ ഇരിക്കാൻ പോകണമെന്ന് പറഞ്ഞ് ഇവളെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയൊക്കെ പറയും. പക്ഷെ അവൾ അതൊന്നും തന്നെ കേൾക്കാതെ അവന് വേണ്ടി അവിടെ തന്നെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ കുറെ ദിവസമായിട്ട് ഇവളും പഠിക്കാൻ പോകാതെ അവന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് അതേസമയം അവന് ജയിലിൽ നിന്ന് പുറത്തേക്ക് വരും. അതോടെ ഇവളും ഇപ്പോഴിങ്ങനെല്ലാം ഭക്ഷണം കഴിഞ്ഞെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പോൾ അവനൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ആദ്യം ഇവളുടെ കൈ നോക്കും. അങ്ങനെ ഇവൻ കാരണം ഇതൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞ് സോറി പറയുമ്പോൾ അവൾ അതൊന്നും കുഴപ്പമില്ല, നിനക്കൊന്നും കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവളും വീട്ടിലേക്ക് പോകാൻ പറയും. അങ്ങനെ പോലീസ് ഇവനെ പറഞ്ഞയച്ചാലും അതേസമയം ഗാവോനെ കുത്തിക്കൊന്നത് ചായ റാറ്റും കൂടെ ഇപ്പൊ അകത്തടക്കുക. അങ്ങനെ അവരെ പുറത്തിറക്കാൻ വേണ്ടി ടീച്ചറും കുറെ ലോയറിന്റെ പുറലൊക്കെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ അതിനെ ശീശും പുറത്തിറങ്ങിയ കാര്യം അറിഞ്ഞിട്ട് ഷെന്നാണ് അവനെ കണ്ട് താങ്ക്സ് പറയും. കാരണം ഇവനെന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ആ ഗാവോടെ ആൾക്കാരിൽ ഇവനെ കുത്തിക്കൊന്നേനെ. അങ്ങനെ അതുകൊണ്ട് ആ കാര്യം പറഞ്ഞ് താങ്ക്സ് പറയുമ്പോൾ ഈശൻ അതൊന്നും കുഴപ്പമില്ല, അവനെ ഒരു ഫ്രണ്ടിനെ രക്ഷിച്ചേയുള്ളെന്ന് പറയും. അപ്പരാണ് ഷെന്നും എങ്കിൽ പിന്നെ നിനക്കിനി സ്കൂളിൽ പോകാൻ താല്പര്യമില്ല, ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞിട്ട് വേറെ സ്കൂളിൽ ഒപ്പിക്കാൻ നോക്കാം എന്നിന് ഷെൻ പറയുമ്പോഴാണ് അവനും അതിന്റെ ഒന്നും ആവശ്യമില്ല, ഹേറ്റാങ്ങും കോളേജിലൊക്കെ പോകാൻ പോകല്ലേ, അതുകൊണ്ട് ഞാൻ ജോലിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാൻ ആലോചിക്കുക എന്നിന് ഈശനും പറയുമ്പോൾ ഷെന്നെങ്കിൽ പിന്നെ അവന്റെ അച്ഛന്റെ ക്ലബ്ബ് ഇവനെ മാനേജർ ആക്കാന്ന് പറയും. അപ്പരാണ് ഈശനും അതിന്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങളുടെ അച്ഛന്റെ ക്ലബ്ബ് കുറച്ച് സീനാന്ന് എനിക്കറിയാം, എനിക്ക് വേണ്ടത് ഒരു ഡീസന്റ് ആയിട്ടുള്ള പൈസ എന്നിന് ഇവരുടെ സംസാരിക്കുമ്പം ഷെൻ അവന്റെ നല്ല പൈസ എല്ലാം എടുത്തു കൊടുത്തിട്ട് തൽക്കാലം ഈ പൈസ വെച്ചോന്ന് പറയും. അപ്പനാണ് ഈശനും ഇതെന്തിനാടാ എനിക്ക്, ഞാനെന്തോ ഭിക്ഷക്കാരനാണ്, ഞാൻ നിന്നെ സഹായിച്ചോണ്ട് നീ ഇതൊക്കെ ചെയ്യുന്ന എനിക്കറിയാം, പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നിന് ഈശനും പറയുമ്പം അവനെങ്കിൽ പിന്നെ പൈസ വാങ്ങിച്ചില്ലെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, ഇവന് വേണ്ടി അവൻ എന്തും ചെയ്യും. അങ്ങനെ ഹെയ്റ്റാങ് ക്ലാസ് ആരിൽ ശല്യപ്പെടുത്തോണ് ഇവൻ നോക്കിക്കോളാം എന്ന് പറയുമ്പം ഈശന് നീ അല്ലാതെ ആരെ ശല്യപ്പെടുത്താൻ പോന്നെന്ന് പറഞ്ഞിട്ട് അവനും ചിരിച്ചോണ്ടിരിക്കും. അപ്പനാണ് ഷെന്നും എങ്കിൽ പിന്നെ എന്റെ അമ്മ എനിക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ടീച്ചറിനെ ട്യൂഷൻ എടുക്കാൻ വേണ്ടി വീട്ടിൽ വിളിച്ചിട്ടുണ്ട്, അപ്പോൾ ഹെയ്റ്റാങ് എന്റെ കൂടെ പഠിക്കുവാണ്, അവളുടെ മാർക്കിന് ഈസി ആയിട്ട് കോളേജിൽ കിട്ടും, അതുകൊണ്ട് ആ സഹായം ഞാൻ ചെയ്യാം എന്നിന് ഇവൻ പറയുമ്പം ഈശനെ സന്തോഷത്തി എങ്കിൽ പിന്നെ അതിന് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അവൻ അന്ന് തന്നെ ഈ കാര്യം ഹെയ്റ്റാങ്ങിനോട് ചെന്ന് പറയും. അതോടെ അവളും എങ്കിൽ പിന്നെ എനിക്കും അവൻ്റെ കൂടെ ട്യൂഷന് പോയി നല്ല മാർക്ക് കിട്ടുമെന്ന് ചോദിക്കുമ്പം അവൻ നീ നല്ലോണം പഠിക്കും, അതേപോലെ ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നിന്റെ കോളേജിന്റെ ഫീസൊക്കെ അടയ്ക്കുമെന്ന് പറഞ്ഞ് ഇവൾക്ക് ഇഷ്ടപ്പെട്ട ഏത് കോളേജിലാണെങ്കിലും പോയിക്കോളാൻ പറയും. അപ്പോഴാണ് അവളും അവൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവള് ഫീസ് പറഞ്ഞ വല്ല കോളേജിൽ ചേർന്നോളാം പറയും. അങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് ഇവർ ചിരിച്ച് സംസാരിച്ച് അടുത്ത ദിവസം ഈശന് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് അവിടെ ജോലി ചെയ്യുന്നവരൊക്കെ ഇവനെ തന്നെ ഈ പ്രായത്തിൽ ഇത്രയും കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവൻ
അവന് കഷ്ടപ്പെട്ടതല്ലേ പൈസ എടുത്തോളം പറഞ്ഞിട്ട് അവനുള്ള എല്ലാ ജോലിയും കൂടെ ഏറ്റെടുത്ത് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അങ്ങേരും ഒരേശ് ഇവന് പൈസയ്ക്ക് അത്രയ്ക്ക് അത്യാവശ്യമുണ്ട്, നാളെ രാവിലെയും കുറെ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് വേണേ ഇവന് വരാൻ വേണ്ടി പറയും. അതുകൊണ്ട് അവനും എനിക്ക് പിന്നെ പൈസ കിട്ടുമെങ്കിൽ ഞാനും വരാന്ന് പറഞ്ഞിട്ട് ഇവരുണ്ടെങ്കിൽ ചിരിച്ച് സംസാരിച്ചോണ്ടിരിക്കും. അതേസമയം അവൻ പുറത്തുനിന്ന് കഷ്ടപ്പെടുമ്പോൾ ഹെയ്റ്റാങ് വീട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് പഠിച്ചോണ്ടിരിക്കും. എന്നിട്ട് ഈശ്വരൻ അടുത്ത ദിവസം രാവിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് അവന് പൈസ വാങ്ങിക്കുമ്പോഴാണ് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ കിട്ടാത്ത കുറെ സാധനങ്ങളൊക്കെ ഇവന് വാങ്ങിക്കണേ, ഇവൻ ഇപ്പൊ തന്നെ വാങ്ങിക്കാൻ വേണ്ടി പറയും. കാരണം സാധനങ്ങളൊക്കെ കയറ്റിവിടുന്നതാണ് ഇവരുടെ പരിപാടി. അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം ഇവിടെ വിൽക്കുമ്പോൾ ഈശ്വനും അത് ഇവന് കുക്കീസിന്റെ ബോക്സ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് അവൻ അതി 2 വാങ്ങിക്കും. അതിനുശേഷം അവന് നേരെ ഹെയ്റ്റാൻ ട്യൂഷൻ കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. എന്നിട്ട് അവൾ അവിടേക്ക് വരുമ്പോഴാണ് ഇവന് നിനക്ക് വേണ്ടി സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് ചെല്ലും. അതിനുശേഷം അവൻ ഈ കുക്കീസ് എടുത്ത് കാണിക്കുമ്പോഴാണ് അവൾ ഇതെന്തോ സാധനം എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോഴാണ് അവനും ഓ ഇത് നമ്മുടെ സ്ഥലത്തൊന്നും കിട്ടാത്ത ഒരു ബിസ്ക്കറ്റ് പോലത്തെ സംഭവം, ഇത് കാണാൻ തന്നെ പൊളിയാ എന്നിട്ട് അവനും പറയുമ്പോൾ അവളെങ്കിൽ പിന്നെ ഇതിന് ഒത്തിരി വില ആയി കാണത്തില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഓ പിന്നെ ഈ കുക്കീസിനൊക്കെ എന്തോ വില വരാൻ പോന്നെ, കൂടാതെ ഈ ബോക്സ് ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്, അതുകൊണ്ട് ഈ ബോക്സ് നമുക്ക് വീട്ടിൽ തന്നെ വെച്ചോളാം എന്നിട്ട് അവർ രണ്ടും കൂടെ സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഹെയ്റ്റാങ് ഇവനോട് ഈശ്വൻ ആ പോസ്റ്റ് കളഞ്ഞു പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് അവരോട് ചോദിക്കണമായിരുന്നു, എന്റെ അമ്മയെ കുറിച്ച് അവർക്കെല്ലാം അറിയാവോന്ന് എന്നിന് ഇവള് വിഷമിക്കുമ്പോഴാണ് അവനും ഹെയ്റ്റാങ് ഇതിനുമുമ്പ് നിന്റെ അമ്മയായിട്ടുള്ള സീക്രട്ട് കോഡ് ഫിഷ് കേക്കിനെ കുറിച്ച് നീ എന്നോട് പറഞ്ഞിട്ടില്ല, ഈ സംഭവത്തിനെ കുറിച്ച് നിനക്കും നിന്റെ അമ്മയ്ക്കല്ലേ അറിയത്തുള്ളൂ, അപ്പൊ ഫ്യൂച്ചറിൽ ഇന്ന് ഷെൻചങ് എന്ന് പറഞ്ഞ് നിന്റെ മക ഇതിനെ കുറിച്ച് പറയാണ് മിക്കവാറും നീ ആയിരിക്കും ഫ്യൂച്ചറിൽ അവനോട് പറഞ്ഞ്. അതിനർത്ഥം നിന്റെ ഭർത്താവിന്റെ പേര് ഷെൻ എന്ന, നമുക്ക് ആകെ അറിയാവുന്ന ഷെന്ന് നിന്റെ കൂടെ ഇപ്പൊ ട്യൂഷൻ പഠിക്കുന്ന ആ ഷെന്ന, ഒരേ അവനാണ് നിന്റെ ഭാവിയിലെ ഭർത്താവ്, നിങ്ങൾ തമ്മിൽ ഇപ്പൊ ഒരുമിച്ച് ട്യൂഷനൊക്കെ പഠിക്കാൻ തുടങ്ങി എന്നിന് അവന് സംശയിക്കുമ്പോൾ ഇവളെ നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞ് അവനെ മിണ്ടായിരിക്കാൻ പറയും. അപ്പനാണ് അവനും പിന്നെ ഞാൻ എങ്ങനെ മിണ്ടായിരിക്കും, ഇതുവരെ എനിക്ക് ഈ സംശയം തോന്നില്ല, പക്ഷെ ഇപ്പൊ നമ്മളൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ചിരിച്ച് സംസാരിക്കുമ്പോൾ അവൻ ഇനി നിന്റെ ഭാവിയിലെ ഭർത്താവായിട്ട് മാറുമോ, എങ്കിലല്ല ഷെൻഷങ് എന്ന് പറഞ്ഞ് നിന്റെ മകൻ ഫ്യൂച്ചറിൽ നീ ലെറ്റർ അയക്കത്തുള്ളൂ എന്നിന് ഇവനും ജലസാമരാണ് അവൾ അത് കണ്ട് ചിരിച്ചിട്ട് അങ്ങനൊന്നും സംഭവിക്കത്തില്ല, ആ പോസ്റ്റ് എന്തായാലും ഇവിടെ നിന്ന് പോയില്ലേ എന്ന് പറഞ്ഞ് ഇവനെ സമാധാനപ്പെടാൻ വേണ്ടി പറയും. പക്ഷെ അപ്പോഴും ഈശ്വൻ അടങ്ങാതെ എന്നാലും ആ പോസ്റ്റ് കണ്ടെത്തി അവനോട് ചോദിച്ചാൽ എനിക്ക് സമാധാനത്തോളം എന്ന് പറഞ്ഞിട്ട് ഇവൻ ഓരോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളൊരു കുക്കീസ് എടുത്ത് ഇതിന്റെ വായനകത്തും കയറ്റി വയ്ക്കും. പക്ഷെ അപ്പോഴും അടങ്ങാതെ നാളെ തന്നെ ആ പോസ്റ്റിന് വെച്ച് ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ട് അവനും തീരുമാനിച്ചിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ഇവന് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് അവിടുത്തെ ജോലി ചെയ്യുന്ന ഒരാളാണ് ബാക്കി വേസ്റ്റ് കളയാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഈശ്വനും ഇതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങേരെ ചെന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറയും. അതിനുശേഷം അവനും അടുത്തുള്ള ഒരു സ്ഥലത്ത് ഈ വേസ്റ്റ് കളയാൻ വേണ്ടി പോകുമ്പോഴാണ് ആ സ്ഥലത്ത് വെച്ച് ആ പോസ്റ്റിന്റെ മുകളിൽ വരുന്ന ആ പൂച്ചയെ കാണും. അതുകൊണ്ട് ഇവൻ അടുത്തേക്ക് ചെന്നിട്ട് ഇതെന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് തുറന്നു നോക്കുമ്പോൾ മറ്റേ പോസ്റ്റ് അവിടെ ആയിരിക്കും കാണുന്നത്. അതുകൊണ്ട് അവന് സന്തോഷത്തി ഓ ഇത് ഇവിടെ ഉണ്ടായിരുന്ന സാധനം എന്നിട്ട് അവൻ ഇപ്പോഴായിരിക്കും ആശ്വാസം വരുന്നത്. അതോടെ അവന് സന്തോഷത്തി ഇവളെ വിളിച്ച് കാണിക്കുമ്പോഴാണ് അവൾ ഇത് എവിടെ നിന്ന് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ് ഇവന്റെ കൂടെ ചെന്ന് സഹായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവര് വീട്ടിലേക്ക് എടുത്തതിനു ശേഷം അവന് വേസ്റ്റ് കളയാൻ പോയ സമയത്ത് ഈ പോസ്റ്റിനെ കണ്ടെന്ന് പറയും. കൂടാതെ എപ്പോഴും കാണുന്ന പൂച്ചയ ഇതിന്റെ മുകളിൽ നിന്ന് കാണിച്ചു കൊടുത്തെന്ന് പറയുമ്പോൾ അവൾ സന്തോഷത്തി അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഈ പോസ്റ്റ് ചെറുതായിട്ട് ചളുങ്ങി പോയിരിക്കാന്ന് പറയും. അപ്പോഴാണ് അവനും ഇതൊക്കെ സിമ്പിൾ കാര്യം പറഞ്ഞിട്ട് അവൻ അതൊക്കെ നേരെ വെച്ച് കൊടുക്കും. എന്നിട്ട് അവൻ ഇതൊക്കെ വീട്ടിൽ തന്നെ വെക്കാന്ന് പറയുമ്പോൾ അവള് രക്ഷ വീട്ടിൽ വെച്ച ആ പൂച്ച വരത്തിലായിരിക്കും എന്ന് പറഞ്ഞ് ഇത് എവിടെ ഇരുന്നോ അവിടെ വെച്ചാലേ ഈ സംഭവമൊക്കെ നടക്കത്തില്ലെന്ന് വിചാരിച്ച് അവിടെ തന്നെ വെക്കാൻ തീരുമാനിക്കും. അതുകൊണ്ട് അടുത്ത ദിവസം ഇവരും വീണ്ടും കടയുടെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുമ്പോൾ ഇവൾ ആ കടയിൽ ജോലി ചെയ്തൊക്കെ കുറെ മിസ് ചെയ്യും. അതിനുശേഷം ഇവള് രാത്രി ട്യൂഷൻ കഴിഞ്ഞിട്ട് അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴാണ് ഷെന്നും പുറ വന്നിട്ട് ഇവളെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറയും. അപ്പോഴാണ് അവൾ അതൊന്നും കുഴപ്പമില്ല എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞ് ഇവൾ അവിടെ നടന്നു പോകുമ്പോഴാണ് ഇവൾക്ക് വേണ്ടി ഈശ്വന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം അവൻ ഈ ഷെൻ എന്തിനാ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാനൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞ് ഇപ്പൊ ഇവളോട് ചോദിക്കുമ്പോൾ അവൾ വെറുതെ സംശയിക്കുന്നത് നിർത്തിക്കാന്ന് പറഞ്ഞ് അവനെ മിണ്ടായിരിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഈശ്വനും എനിക്ക് സംശയം കൂടുതലാ, അവന്റെ ചിരി ഇപ്പോ കുറച്ച് വഷളായിട്ട് തോന്നുന്നു, എന്തോ കുഴപ്പമുണ്ട് അവന്, ഇതിനുമ്പ് അവൻ ഇങ്ങനെ ആയിരുന്നു എന്നിന് ഇവനും ചോദിക്കുമ്പോൾ ഹെയ്റ്റാങ്ങാണ് പറയും ഷെന്നിന് ആൾറെഡി സ്കൂളിൽ ഒരു ക്രഷ് ഉണ്ടെന്ന്. അതോടെ ഇവനാണ് ഷോക്കായിട്ട് ആ കൊള്ളാം എങ്കിൽ പിന്നെ എനിക്കെന്തോ കുഴപ്പം, അവൻ ഇഷ്ടപ്പെടുന്ന പെങ്കൊച്ച് എന്തായാലും അവന് ചേരുന്ന പെങ്കൊച്ച് തന്നെ ആയിരിക്കും എന്നിന് അവൻ ഇപ്പോഴാണ് സമാനത്തി ഇവളുടെ സന്തോഷത്തിൽ വീട്ടിലേക്ക് ചെല്ലുന്നത്. അതിനുശേഷം ഇവരെ പോസ്റ്റ് കണ്ടെത്തിയോണ്ട് ഇപ്പൊ അവർക്ക് തിരിച്ച് ലെറ്റർ അയച്ചുകൊണ്ടിരിക്കും. ഈശ്വൻ കാരണം ഇവൾക്ക് ഒരിക്കലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന്, അതുകൊണ്ട് എന്തുകൊണ്ടാ നീ അവന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞ് 2026 ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞ് ഇവളും കുറെ ചോദ്യം ചോദിച്ചേക്കും. അപ്പോഴാണ് ഈശ്വൻ പെട്ടെന്ന് വാങ്ങിച്ചിട്ട് എനിക്കും കുറച്ച് ചോദിക്കാനുണ്ട്, നിന്റെ അച്ഛന്റെ പേരെന്തുവാ എന്നിന് അവനും ഹെയ്റ്റാങ്ങിന്റെ ഭർത്താവാരാന്ന് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയേക്കും. അതിനുശേഷം അടുത്ത സെക്കൻഡ് ഇവള് കാണാതെ അങ്ങോട്ട് ഇരിഞ്ഞിട്ട് അവനും ഇവന്റെ അച്ഛൻ അമ്മയോട് നല്ല സ്നേഹത്തിലാണോ ബിഹേവ് ചെയ്യുന്നതെന്നും അതും കൂടെ ചോദിച്ചേക്കും. അതിനുശേഷം ഇവരിൽ നിന്ന് ലെറ്റർ അയക്കുമ്പോഴാണ് അവളും കുറച്ച് സങ്കടത്തി ഒരേ ഇനി നമുക്കെല്ലാം പ്രശ്നം വന്ന് നമ്മുടെ ഫ്യൂച്ചറെല്ലാം മാറുകയും ചോദിക്കും. അപ്പോഴാണ് അവനും ഓ അതിന് തന്നെ പേടിക്കുന്നത്, നമ്മൾ ഫ്യൂച്ചറുള്ള ആൾക്കാരായിട്ടല്ലേ ബന്ധപ്പെടുന്നത്, എന്തായാലും പ്രശ്നമുണ്ട് നമ്മൾ മുമ്പേ തന്നെ അറിയും, നീ ഒന്നും പേടിക്കണ്ട, ആ ഷെന്നിനെ നീ കല്യാണം കഴിക്കാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല, കൂടാതെ ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ കാണും ഏതിന് ഇവർ രണ്ടും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസമാണ് ഷെന്നിന്റെ അച്ഛനും അവനെ അന്ന് രക്ഷിച്ചുകൊണ്ട് ഇപ്പൊ ഈശ്വന് കുറച്ച് പൈസ തരാൻ വേണ്ടി നിൽക്കും. പക്ഷെ ഹെയ്റ്റാങ് അവനും കൂടെ ആണ് ഈ പൈസ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് അയാളുടെ തിരിച്ചു കൊടുക്കുമ്പോൾ അയാൾ ഹെയ്റ്റാങ്ങിനെ കണ്ടിട്ട് ഇവളുടെ അമ്മയായിട്ട് ഇദ്ദേഹത്തിന് കുറെ പരിചയം
ഉണ്ടെന്ന് അറിയും. അതുകൊണ്ട് മോളി പൈസ വെച്ചോന്ന് പറഞ്ഞ് അവളുടെ കൊടുക്കാൻ നോക്കുമ്പോൾ ഹെയ്റ്റാങ്ങനെ ഷോക്കായിട്ട് എന്റെ അമ്മയെ നിങ്ങൾക്കറിയാമെന്ന് പറഞ്ഞ് അവൾ ചോദിക്കും. അപ്പോഴാണ് അവന്റെ അച്ഛനും പിന്നല്ലാതെ നിന്റെ അമ്മയും ഞാനും കൂടെ പണ്ട് തൊട്ട് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. നിന്റെ അമ്മ ഒരു നല്ല വ്യക്തിയാണ്. ഞാൻ ഫാക്ടറിയിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ അടിച്ചു മാറ്റിയപ്പോൾ നിന്റെ അമ്മ കണ്ടുപിടിച്ചിട്ട് എന്നെ കുറെ അഡ്വൈസ് ചെയ്ത് ഇങ്ങനെ ജോലി ചെയ്യുന്ന ഫാക്ടറിയിൽ തന്നെ പൈസ അടിച്ചെന്നെ മാറ്റുന്നതൊക്കെ മോശമായിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം സെക്യൂരിറ്റി ഒന്ന് ഞങ്ങളെ പിടിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് നിന്റെ അമ്മ പാലോചിച്ച് കൊടുക്കുന്നു. പക്ഷെ അവരാണ് ഇതിനെക്കുറിച്ചൊന്നും പറയാതെ അവരെ പൈസ തിരിച്ചു വെച്ചിട്ട് എന്നെ ആ സമയത്ത് രക്ഷിച്ച്. അതിനുശേഷം ഞാനും കട്ടെടുക്കാനൊന്നും പോയില്ല. എന്നിട്ട് ഷെനിന്റെ അച്ഛനും പറയുമ്പോൾ ഇത് കേട്ട് അവളും കുറച്ച് അപ്സെറ്റ് ആയിട്ട് പക്ഷെ എൻ്റെ അമ്മ അവസാനമായിട്ട് ഫാക്ടറിയിൽ നിന്ന് പൈസ അടിച്ച് മാറ്റിയെന്ന് പറഞ്ഞ് ഇവളും പറയും. ഇത് കേട്ട് അയാളാണ് മോളെ നിന്റെ അമ്മ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യത്തില്ല, എനിക്കത് വിശ്വാസമുണ്ട്. കാരണം എനിക്ക് നല്ല ജോലി കിട്ടിയതിന് ശേഷം ഞാൻ നിന്റെ അമ്മയെ നല്ല ശമ്പളത്തോടെ ജോലിക്ക് ചേർക്കാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവളാണ് വേണ്ടെന്ന് പറഞ്ഞ്. അവൾക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല മോളെ. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് നീ അപ്പം തന്നെ എന്നോടൊന്ന് ചോദിക്കാം. നിന്റെ അമ്മ സത്യത്തിൽ ഒരു നല്ല വ്യക്തിയാണ്. അവർ 6 പൈസ അടിച്ചോണ്ട് പോയിട്ടില്ല. എന്നോട് ആകെ അവര് 2 ജ്യൂസ് കുപ്പി മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അത് ഞാൻ ഫോഴ്സ് ചെയ്ത് കൊടുത്തേ. ഏതിന് അയാളും പറയുമ്പോഴാണ് ഇവൾ ഓർത്ത് വെക്കുന്നത്. അതായത് അന്ന് ഇവർ രണ്ടുപേരും കൂടെ ആ ജ്യൂസ് കൊടുത്തപ്പോഴാണ് ഇവളുടെ അച്ഛനും അമ്മയ്ക്ക് വേറൊരാളായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് തെറ്റിച്ച് അവിടെ നിന്ന് പോയത്. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് അവളും അപ്പൊ നിങ്ങളാണെന്ന് വീട്ടിൽ വന്നെന്ന് ചോദിക്കുമ്പം ഇയാളും ആണെന്ന് പറയും. കൂടാതെ അവസാനമായിട്ട് ഇവളുടെ അമ്മ 2 ബോട്ടിന്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ചോദിച്ചാണ്. അങ്ങനെ ആ കാര്യം ഇപ്പൊ പറയുമ്പം ഇവൾ അതൊക്കെ എപ്പോഴാണ് സംഭവിച്ചെന്ന് പറഞ്ഞ് ഇയാളോട് ചോദിക്കും. അപ്പിനാണ് ഷെനിന്റെ അച്ഛനും അതൊന്നും കറക്റ്റ് അറിയത്തില്ല, പക്ഷെ ആ ടിക്കറ്റ് എന്റെ വാങ്ങിച്ചതിന് ശേഷം നിന്റെ അമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് അന്ന് തൊട്ട അവരിവിടുന്ന് എവിടെയൊക്കെ പോയെന്ന് പറയുന്നത്. പക്ഷെ ഇയാൾ ചെന്ന് അന്വേഷിച്ച് നോക്കിയപ്പോ ഇവളുടെ അമ്മ ഇവിടെ നിന്ന് പോയിട്ടില്ലെന്ന് അറിഞ്ഞ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവളുടെ അമ്മ ഇവിടെ എവിടെയൊക്കെ കാണുമെന്ന് അറിഞ്ഞിട്ട് ഇവളോട് ആ കാര്യം പറയുമ്പം അവളും കുറച്ച് ഷോക്കായിരിക്കും. അതിനുശേഷം ഇവളാണ് ഈശ്വനായിട്ട് ഒറ്റയ്ക്കും സംസാരിക്കും. ഈശ്വൻ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല, എന്റെ അമ്മ ഫാക്ടറിയിൽ നിന്ന് പൈസ മോഷ്ടിച്ചെന്ന് പറഞ്ഞ് അവിടുത്തെ ഓണർ വീട്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കി. പക്ഷെ എന്റെ അമ്മ പൈസ എടുത്തിട്ടില്ല. അതേസമയം എന്റെ അച്ഛൻ അന്ന് കുറെ പൈസക്ക് ബെറ്റ് കിട്ടിയായിരുന്നു. അതിനർത്ഥം എന്റെ അച്ഛനാണോ അമ്മയുടെ പേരും പറഞ്ഞ് ആ പൈസ മോഷ്ടിച്ച്. കൂടാതെ അവരെന്ന് 2 ബോട്ടിന്റെ ടിക്കറ്റ് എടുത്തെന്ന് ഇദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പൊ അമ്മ എന്നെയും വിളിച്ചോണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിരിക്കും ആലോചിച്ചത്. എന്നിട്ട് ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോഴാണ് ഇവളുടെ അമ്മയും ഫാക്ടറി കൊടുക്കാതിരുന്ന പൈസ ആയിരിക്കും ഇവളുടെ അച്ഛൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത്. അങ്ങനെ ആ പേടിയിൽ ഇവരും ഇപ്പൊ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ പോകുന്ന ഹെയ്റ്റാങ്ങിനോട് നമുക്ക് ഇന്ന് ഫിഷ് കേക്ക് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇവളുടെ ഒരു ബോട്ടിന്റെ ടിക്കറ്റും കൊടുക്കും. അതായത് ഫിഷ് കേക്ക് എന്ന് പറയുമ്പോൾ മറ്റേ കടയിലേക്ക് വന്ന് ഇവൾ അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അങ്ങനെ അതുകൊണ്ട് അവളും വരാന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ അവിടുന്ന് സ്കൂളിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവളുടെ അമ്മയും അവൾ കറക്റ്റ് സമയത്ത് വരുമെന്ന് പറഞ്ഞ് അവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം സ്കൂളിൽ പോകാതെ ഹെയ്റ്റാങ്ങും അവളുടെ അമ്മ പറഞ്ഞ സ്ഥലത്തേക്ക് ഓടിയെത്തുമ്പോഴാണ് ഇവളുടെ കയ്യിലുള്ള ഒരു ബോട്ടിന്റെ ടിക്കറ്റാന്ന് മനസ്സിലാവും. അതിനുശേഷം അടുത്തുള്ള കടയിൽ ഇവള് സമയം ചോദിക്കുമ്പോഴാണ് ഇവളുടെ അമ്മ വരാൻ പറഞ്ഞ 11 മണിക്കാണെങ്കിൽ ഇവളിപ്പോ വന്നത് 11:10 അതുകൊണ്ട് അമ്മ മിക്കവാറും പോയി കാണുമെന്ന് പറഞ്ഞിട്ട് ഇവൾ ആ കാര്യമൊക്കെ ഇപ്പോൾ ഓർത്തെടുത്ത് ഇപ്പൊ ഈശ്വനോട് പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് അമ്മ സത്യത്തിൽ ഒളിച്ചോടിയതൊന്നല്ല, ഇവളുടെ കൂടെ രക്ഷപ്പെട്ട് പോകാൻ വേണ്ടിയാ പ്ലാൻ ചെയ്തേന്ന്. പക്ഷെ ഇവള് പോകാൻ ലേറ്റ് ആയതുകൊണ്ട് അവളുടെ അമ്മയെ അവള് മിസ് ചെയ്തെന്ന് അറിഞ്ഞ് ഇപ്പൊ ഇവനോട് വിഷമിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് ഈശ്വനും എങ്കിൽ പിന്നെ നിന്റെ അമ്മ തീർച്ചയായിട്ടും ഇവിടെ എല്ലാം കാണും, കാരണം ഇവിടെ നിന്ന് പോയിട്ടില്ലെന്നല്ല അയാൾ പറഞ്ഞ്. നമുക്കെന്തായാലും നീ കോളേജിൽ പോയതിനു ശേഷം നിന്റെ അമ്മയെ ഒന്നും കൂടെ കണ്ടെത്താം. തീർച്ചയായിട്ടും അവർ സന്തോഷത്തിൽ എവിടെയും ജീവിക്കുമായിരിക്കും. അതിനുശേഷം ഈ പൈസ കട്ടെടുത്ത് നിന്റെ അമ്മയല്ല നിന്റെ അച്ഛനാതെ നമുക്ക് കേസ് ഫയൽ ചെയ്യാം. അതിനുശേഷം നമുക്കെല്ലാം ഒരു ഫാമിലിയായിട്ട് ജീവിക്കാം എന്നിന് അവനും പറഞ്ഞ് അവളെ ആശ്വാസപ്പെടുത്തും. അതേസമയം ഇവിടെ ഫ്യൂച്ചറിൽ ഈശ്വൻ എങ്ങനെയാണ് ജയിലിൽ പോകുന്നതെന്നുള്ള കാര്യം ഇവർ രണ്ടുപേരും അറിയും. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഈ കാര്യം അവരോട് ചെന്ന് പറയണമെന്ന് പറഞ്ഞ് ഇവരെ പോസ്റ്റിനടുത്തേക്ക് ചെല്ലുമ്പോഴാണ് പോകുന്ന വഴിക്ക് ചെന്ന് ഇവളുടെ അച്ഛനെ കണ്ടെത്തിന്ന് പറഞ്ഞ് പോലീസ് ഇവളെ വിളിച്ചു വരുത്തും. അതിനുശേഷം ഇവളും നിങ്ങൾ എവിടെ വെച്ചാൽ കണ്ടെന്ന് പറഞ്ഞ് പോലീസിനോട് ചോദിച്ചോണ്ട് പോകുമ്പോൾ പോലീസാണ് ഇപ്പോഴാ ഒരാൾ വിളിച്ചു പറഞ്ഞ് അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞ് ഇവളെ ചെന്ന് കാണാൻ വേണ്ടി പറയും. അങ്ങനെ അതുകൊണ്ട് ഇവളും കുറച്ച് വിഷമിച്ചിട്ട് അവളുടെ അച്ഛനെ കാണാനുള്ള സന്തോഷത്തിൽ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് ഇവളുടെ അച്ഛനാണ് അവിടെ കാണത്തില്ല. അതുകൊണ്ട് അവളും പുറത്തേക്ക് ഓടി ചെന്നിട്ട് ഇവളുടെ അച്ഛൻ മുമ്പ് എവിടെ പോയെന്ന് പറഞ്ഞ് പുറത്തേക്ക് ചെന്ന് അന്വേഷിക്കുമ്പോഴാണ് അതേസമയം ഈശ്വനും അവന്റെ അവസാന നിമിഷം അവൾക്ക് വേണ്ടി കല്ലറയുടെ അവിടെ വെയിറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചത്. അങ്ങനെ അതേസമയം അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇവന്റെ ഫ്രണ്ട് ഹെയ്റ്റാങ് വരുന്ന പോലെ അവന് തോന്നും. അങ്ങനെ അതിനുശേഷം അവളുടെ കൂടെ ഒരുമിച്ച് പോകുന്ന പോലെ അവൻ അവിടെ നിന്ന് പോയിട്ട് കറക്റ്റ് ഇവിടെ ഈശ്വനും മരിച്ചു പോകും. അപ്പോഴാണ് അവിടേക്ക് ഓടിയെത്തുന്ന ഇവന്റെ മോളും ഇവൻ മരിച്ചതറിഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കും. അതിനുശേഷം ഹെയ്റ്റാങ്ങിന്റെ അടുത്ത് തന്നെ ഇവന്റെ അച്ഛനെയും കൂടെ അടക്കം ചെയ്യും. അതിനുശേഷം വീണ്ടും ഇവിടെ പഴയ കാലഘട്ടത്തിൽ ഹെയ്റ്റാങ്ങിന്റെ അച്ഛനെ കാണുവാണ്. അവനാണ് ന്യൂസിൽ ഇവർ സ്ഥലത്ത് ഒരു പുതിയ കൺസ്ട്രക്ഷൻ പണി വരാൻ പോകുന്ന അറിഞ്ഞുടനെ അവൻ അപ്പം തന്നെ ഒരാളെ കാണാൻ വേണ്ടി ചെല്ലും. കാരണം ആ ബിൽഡിംഗ് വരാൻ പോകുന്ന സ്ഥലത്താണ് ഇവൻ ഹെയ്റ്റാങ്ങിന്റെ അമ്മയെ കൊലപാതകം ചെയ്ത് കുഴിച്ചു വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഇവനെ മുമ്പ് സഹായിച്ചവനോട് ചെന്ന് ആ ബോഡി എങ്ങനെയൊക്കെ മാറ്റണം എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവൻ ഇതൊക്കെ റിസ്ക് എന്ന് പറഞ്ഞ് പറ്റത്തില്ലെന്ന് പറയും. അപ്പോഴാണ്
ഇവനും എത്ര പൈസ ആയാലും ഞാൻ നിനക്ക് തരാന്ന് പറഞ്ഞ് അവസാനം സമ്മതിപ്പിക്കും. അങ്ങനെ അതിൽ തന്നെ മനസ്സിലായി ഹെയ്റ്റാങ്ങിന്റെ അമ്മ എവിടെയും രക്ഷപ്പെട്ടു പോയിട്ടില്ല, ഇവൻ ആ കൊലപാതകം ചെയ്ത് മറച്ചു വെച്ചേക്കുന്നതെന്ന്. അങ്ങനെ അവളുടെ അച്ഛൻ ഇപ്പൊ സംസാരിച്ചിട്ട് പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ജോലി ചെയ്തോണ്ടിരിക്കുന്ന ഈശ്വനാണ് ഇത് കാണും. അതിനുശേഷം അവനും ഒരു ശിവൻ വീണ്ടും ഹെയ്റ്റാങ്ങിന്റെ അടുത്തേക്ക് കൊല്ലം പോകുന്ന പേടിച്ചിട്ട് അവൻ അപ്പൊ തന്നെ അവളെ വീട്ടിലേക്ക് ചെല്ലും. ഹെയ്റ്റാ നിനക്ക് കൊല്ലം പറ്റുമോ? ഞാൻ മറ്റേ ഏബ് ആ ഷിപ്പിന്റെ അവിടെ കണ്ടായിരുന്നു, അവൻ എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, പക്ഷെ നീ കെയർഫുൾ ആയിട്ടിരിക്കണം, ചിലപ്പോൾ അവൻ നിന്റെ പുറയിലും വരുമായിരിക്കും എന്ന് ഇവനും പറയുമ്പം അവളും ഇനി തൊട്ട് സൂക്ഷിച്ചോളാം പറയും. അതിനെ ശിവൻ എന്താ വർക്ക് ചെയ്ത് ഇവിടെ വന്നു ചോദിക്കുമ്പോൾ അവന് വർക്കൊന്നുമില്ല, ചുമ്മാ എക്സ്ട്രാ പണി ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇവളുടെ കൂടെ ഒരുമിച്ച് ഫുഡ് കഴിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവളും നമുക്കൊന്നും കൂടെ പോസ്റ്റ് ചെന്ന് ലെറ്റർ ഒന്നുമില്ല നോക്കണം എന്ന് പറയുമ്പോൾ ഇവനൊരു ആ പോസ്റ്റ് എല്ലാം കംപ്ലൈന്റ് ആയി കാണാൻ ചോദിക്കും. എന്നിട്ട് അവൻ എന്തായാലും നമുക്ക് രാത്രി ഒന്നും കൂടെ പോയി നോക്കാന്ന് പറഞ്ഞിട്ട് ഇവളെ ക്ലാസ് കഴിഞ്ഞ് അവിടെ വരാൻ വേണ്ടി പറയും. ഇതേ സമയം ഇപ്പോഴാണ് ഇവരയച്ച ലെറ്റർ 2026 പോകുന്നത്. അതിനുശേഷം സെക്യൂരിറ്റി ആ ലെറ്ററും കൊണ്ട് ഇവരോട് ചെന്ന് കാണിക്കാൻ വേണ്ടി പോകും. അതേസമയം തന്നെ ഇവിടെ പോലീസിന് വേറൊരു ഡെഡ് ബോഡി കിട്ടും. അതുകൊണ്ട് ഈ കേസ് ഹെയ്റ്റാങ്ങിനോട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അവളുടെ മകനോട് ഹെയ്റ്റാങ്ങിന്റെ അച്ഛന്റെ ഫോട്ടോ കാണിച്ച് ഇയാളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇതാരാ, ഞാനൊന്നും കണ്ടിട്ടില്ല എന്നിന് അവനും പറയുമ്പം പോലീസാണ് ഇവന്റെ അമ്മ മരിച്ചപ്പോ ആ കാറി ഉണ്ടായിരുന്നത് ഇയാളാന്ന് പറയും. കൂടാതെ ഇയാളായിട്ട് 1991 ഇവന്റെ അമ്മയ്ക്ക് കുറെ ബന്ധം ഉണ്ടായിരുന്നു പറയുമ്പം അവനെങ്കിൽ പിന്നെ ആ ഫയൽസ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് പോലീസിനോട് ചോദിക്കും. അപ്പോഴാണ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന സത്യത്തിൽ ഇവന്റെ അമ്മ ഹെയ്റ്റാങ് മരിക്കാൻ പോകാൻ മുമ്പേ തന്നെ ഇവളുടെ അച്ഛനെ പുറത്ത് വെച്ച് കണ്ടു കാണും. അതുകൊണ്ട് ഇവളിപ്പോ അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് നിനക്ക് എന്നെ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോഴാണ് അവളുടെ അച്ഛനാണ്, ഓ മോളെ ഹെയ്റ്റാങ്, നമ്മൾ പിന്നീട് ഒരിക്കലും കണ്ടുമുട്ടത്തില്ലെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു, എനിക്കറിയാം നീ അച്ഛൻ ഒരിക്കലും മറക്കത്തില്ലെന്ന്. ഏതിന് അയാൾ സന്തോഷത്തിരിക്കുമ്പോൾ ഇവളുടെ കാറെ കണ്ടിട്ട് ഇപ്പൊ ഇവളുടെ കുറെ പൈസയെ കൊണ്ടോ ചോദിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവളൊന്നും കണക്കെടുക്കാതെ ഇയാൾ ഇത്തരം കാലം എവിടെ പോയിരുന്നാന്ന് പറഞ്ഞ് ഇപ്പൊ അവസാനമായിട്ട് ഇപ്പോഴെങ്കിലും അവളുടെ അമ്മ എവിടെ പോയെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് ഇത് കേട്ട അയാളും, ഓ അതൊക്കെ കുറെ വർഷം മുമ്പ് നടന്നില്ലേ മോളെ, ഇപ്പൊ എന്തിനാ നിന്റെ അമ്മയെ കുറിച്ചൊക്കെ ചോദിക്കുന്നത്? ഏതിന് അവന് വിഷയം മാറ്റാൻ നോക്കുമ്പോൾ ഹെയ്റ്റാങ്ങാണ് ഇത് മനസ്സിലാക്കിയിട്ട് എനിക്കറിയാം നീ എന്റെ അമ്മയെ കൊന്നേന്ന്, പക്ഷെ എവിഡൻസ് കിട്ടാത്തോണ്ട് നീ രക്ഷപ്പെട്ടു. ഏതിന് അവളും പറയുമ്പം ഇത് കേട്ട അവളുടെ അച്ഛനും, പിന്നല്ലാതെ നിന്റെ അമ്മ എന്നെ ചതിച്ചിട്ട് 2 ബോട്ടിന്റെ ടിക്കറ്റ് വാങ്ങിച്ച് രക്ഷപ്പെടാൻ നോക്കിയതാ, അവൾ വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടുന്ന ഞാനിത് നോക്കിക്കൊണ്ട് നിൽക്കണം, അതാ ഞാൻ അവളെ കൊന്ന്, എന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ അവളുടെ കഴുത്ത് ഞെരിച്ചു കൊന്നു, ഇവളൊക്കെ നമ്മുടെ കുടുംബത്തിൽ വേണം. ഏതിന് ഇയാളും പറയുമ്പം ഇത് കേട്ട് അവള് വിഷമിച്ചിട്ട് എന്റെ അമ്മ ആരോട് ഒളിച്ചോടി പോയതല്ല, നിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അമ്മ എനിക്ക് വേണ്ടി ആ ടിക്കറ്റ് വാങ്ങിച്ചിരുന്ന, ആ 2ാമത്തെ ടിക്കറ്റ് എനിക്ക് വേണ്ടിയാ, അല്ലാതെ എന്റെ അമ്മയ്ക്ക് വേറൊരു ചിന്തയില്ല. എന്നിന് ഇവളിപ്പം പറയുമ്പോഴാണ് ഇത് കേട്ട അവനും, ഹോ അപ്പൊ നിങ്ങൾ രണ്ടുപേരും എന്നെ ഒറ്റയ്ക്കാക്കിട്ട് രക്ഷപ്പെടാൻ നോക്കിയതാണ്, എന്നിട്ട് ഇപ്പോഴാണോ നീ എന്നോട് ഈ കാര്യം പറയുന്നത്? രണ്ടുപേരും കൂടെ എന്റെ ജീവിതം നശിപ്പിച്ചല്ലേ? എന്നാൽ ഹെയ്റ്റാങ് നീ വേണേ പോലീസിനോട് പറഞ്ഞോ ഞാനാ നിന്റെ അമ്മയെ കൊന്നേന്ന്, എവിഡൻസ് ഇല്ലാത്തോണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു ശനി ഇപ്പൊ അറസ്റ്റ് ചെയ്താൽ പോലെ എനിക്ക് സന്തോഷമുള്ളു, കാരണം പുറത്ത് എനിക്ക് ഫുഡ് പോലും കിട്ടത്തില്ല, അവിടെ ചെന്നെങ്കിലും ഞാൻ നല്ല രീതിക്ക് ഒന്ന് കഴിക്കട്ടെ, അതിനുശേഷം സമാധാനത്തിൽ ഞാൻ മരിച്ചോളാം. ഒരു പക്ഷേ നീ പറഞ്ഞില്ലേ ഞാൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എന്റെ കുറ്റം സമ്മതിച്ചോളാം എന്നിന് ഇയാളും പറയുമ്പം ഇത് കേട്ട് അവളും തിരിച്ചെത്തി, നിന്നെ ഒരിക്കലും ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ സമ്മതിക്കത്തില്ല, നമുക്ക് എന്തായാലും പ്രായമായതല്ലേ, നമുക്കെല്ലാം ഇതോടങ്ങ് നിർത്താം എന്നിന് ഹെയ്റ്റാങ് പറയുമ്പം അതൊരു വേറെ ഉദ്ദേശമുണ്ട്. പക്ഷെ ഇയാളെ ഒന്നും മനസ്സിലാക്കാതെ നമ്മളെല്ലാം മറക്കാൻ മോളെ എന്ന് പറഞ്ഞിട്ട് അവളുടെ കൂടെ യാത്രയ്ക്ക് പോകും. പക്ഷെ അവള് വിളിച്ചോണ്ട് വന്ന രണ്ടുപേരും കൂടെ സൂസൈഡ് ചെയ്ത് മരിക്കാൻ വേണ്ടിയാ. അങ്ങനെ അതായിരുന്നു തുടക്കത്തിൽ ഹെയ്റ്റാങ്ങിന്റെ കാർ ഒരു മലയുടെ മുകളിൽ ഇരുന്ന്, അതായത് രണ്ടുപേര് അവിടെ നിന്ന് വീണ് മരിച്ചുപോയി. അതിനുശേഷം ഇവിടെ 1991 ഹെയ്റ്റാങ് ട്യൂഷൻ കഴിഞ്ഞിട്ട് ഷെന്നിന്റെ കൂടെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം ഇവളുടെ ഫ്രണ്ട് ഇവളുടെ അച്ഛനെ സ്പീഡിൽ പോയി ഒരാൾ ഇടിച്ചിട്ട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും. കാരണം അവനിപ്പോ ഇവളുടെ അമ്മയുടെ ബോഡി മാറ്റി വെക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് അവൻ ഇവളെ കണ്ടോടനെ ഇവൾക്ക് സംശയം വരാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് വണ്ടി എടുത്തോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കണ്ട് അവൾ സംശയത്തി അവന്റെ പുറകെ തന്നെ ഓടിച്ചെല്ലുന്നത്. ഇതേ സമയം 2026 ഹെയ്റ്റാന്റെ കേസ് ഫയൽസ് ഒക്കെ വായിച്ചു നോക്കിയിട്ട് അവൾക്ക് ഈശ്വനൊക്കെ എന്തൊക്കെ സംഭവിക്കാമെന്ന് മനസ്സിലാക്കി ഇവൻ അവർക്ക് ഇപ്പൊ തന്നെ ലെറ്റർ അയക്കാൻ വേണ്ടി തീരുമാനിക്കും. അപ്പോഴാണ് ഈശ്വന്റെ മകളാണ് ഇവനിപ്പോ ആ സംഭവം തടഞ്ഞു നിർത്തുവാണ്. ഒരു ഹെയ്റ്റനും ഈശ്വനും ഒന്നും നേരത്തെ ഉള്ളു, അതിനർത്ഥം ഇവന്റെ അച്ഛനും അമ്മയും കൂടെ ഒരിക്കലും മീറ്റ് ചെയ്യത്തില്ലെന്ന് പറയും. പക്ഷെ അവനാണ് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അവന്റെ അമ്മ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി ഇവൻ ജനിച്ചില്ലേലും കുഴപ്പമില്ലെന്ന് പറയും. പക്ഷെ അവൾക്കാണ് ഇതൊന്നും സമ്മതിക്കാൻ പറ്റാതെ നമുക്ക് വേറെന്തെങ്കിലും വഴി കണ്ടെത്താന്ന് പറഞ്ഞ് അവനെ തടഞ്ഞു നിർത്താൻ നോക്കുമ്പോൾ അവന് ഒരു നിന്റെ അച്ഛൻ നിന്നെ കാണാൻ വരത്തില്ല എന്ന് പേടിച്ചാണോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കും. കാരണം ഇവരിപ്പോ പാസ്റ്റ് മാറ്റുവാണ്, ഇവരുടെ ജീവിതം മൊത്തത്തിൽ മാറിപ്പോകും. പക്ഷെ അവനൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവന്റെ അമ്മയ്ക്ക് വേണ്ടി അവൻ ഈശ്വൻ ചെയ്യാൻ പോകുന്ന കൊലപാതകത്തിന് തടയാൻ വേണ്ടി തീരുമാനിക്കും. അപ്പോഴാണ് അവൾ അതിനെ സമ്മതിക്കാതെ ഇവന്റെ പാസ്പോർട്ടും തട്ടിപ്പറിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും. എന്നാൽ ഇവിടെ സെക്യൂരിറ്റിക്കാണ് ഹെയ്റ്റാങ്ങിന്റെ അമ്മ മെസ്സേജ് അയച്ച് പറഞ്ഞേക്കും ആ ലെറ്ററിനകത്ത് ഇവർ എഴുതേണ്ട കാര്യങ്ങളൊക്കെ. അങ്ങനെ എന്ത് സംഭവിച്ചാലും ആരെയും കൊല്ലൽ ഈശ്വന്ന് മാത്രം ഇവരാ ലെറ്റർ എഴുതി അവർക്ക് അയക്കാൻ വേണ്ടി പറയും. കാര്യം ഇവർ രണ്ടുപേരും കൂടെ അവർക്ക് വന്ന് ലെറ്റർ ചെയ്ത് എഴുതാൻ വേണ്ടി പോകുമ്പോഴാണ് രണ്ടുപേരും കൂടെ പാനോടെ പോയി അന്വേഷിക്കുമ്പം ആ ലെറ്ററിനകത്ത് ഫുള്ളും വെള്ളം വീണ് അത് മൊത്തത്തിൽ കീറിപ്പോകും. അതിനേശം ഇവരും ഇനി ഇതിനകത്ത് എവിടെ എഴുതണം എന്ന് പറഞ്ഞിട്ട് ടെൻഷനായിരിക്കുമ്പം അവസാനം സെക്യൂരിറ്റിയും എവിടെയൊക്കെ നമുക്ക് എഴുതാന്ന് പറഞ്ഞിട്ട് അവന് ചെറിയ ഭാഗത്തിൽ ഒരു കൊലപാതകം മാത്രം ചെയ്യലെന്ന് പറഞ്ഞ് അവനിങ്ങനെ ചുരുക്കി എഴുതിയേക്കും. ഇതേ സമയം വർക്ക്
കഴിഞ്ഞിട്ട് ഈശ്വനും തിരിച്ച് വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുമ്പോഴാണ് ഹെയ്റ്റങ്ങാണ് അവളുടെ അച്ഛന്റെ പുറകെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവളും പോകുന്നൊരിക്ക് തറ ഒരു ക്ലിപ്പ് കാണുന്നത്. അതോടെ അവൾക്ക് മനസ്സിലായി ഇത് അവളുടെ അമ്മ യൂസ് ചെയ്യുന്ന അതേ ഹെയർ ക്ലിപ്പാന്ന്. എന്നിട്ട് ഈശ്വനും അവളോട് പറഞ്ഞ പോലെ തന്നെ അവൻ ആ പോസ്റ്റിന്റെ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ 2026 ഇവർ രണ്ടുപേരും കൂടെ ആ പോസ്റ്റ് അയക്കാൻ വേണ്ടി പോകും. പക്ഷെ അവിടെ ജോലി ചെയ്യുന്നവരൊക്കെ ഇപ്പൊ എല്ലാം പിടിച്ച് മാറ്റി എനിക്ക് പേപ്പർ ഉണ്ടെന്ന് അറിഞ്ഞ് ഇവരെ തടഞ്ഞിർത്തുമ്പോൾ സെക്യൂരിറ്റി ഞാൻ ഇവരൊക്കെ നോക്കിക്കോളാം, നീ പോയി ലെറ്റർ ഇടുന്ന് അറിഞ്ഞിട്ട് മറ്റേ പ്രഗ്നന്റ് ആയ ലേഡിയെ അവൻ പറഞ്ഞയക്കും. അതിനുശേഷം അവൾ ഓടിച്ചെന്ന് അവസാനമായിട്ട് ആ ലെറ്റർ പോസ്റ്റ് ചെയ്യും. അപ്പോഴാണ് കുറെ സമയമായിട്ട് ഈശ്വനോട് വെയിറ്റ് ചെയ്തിട്ട് ലെറ്റർ വരാത്തോണ്ട് അവനും പോകുമ്പോഴാണ് ഇവൻ പോയ അടുത്ത സെക്കൻഡ് തന്നെ ലെറ്റർ അവിടേക്ക് വരും. അപ്പോഴാണ് ഇവന്റെ ഫ്രണ്ട് ആ പൂച്ച നിൽക്കുന്നിട്ട് ഒരു ഷിപ്പ് ആ ലെറ്റർ ഒന്നാണെന്ന് അറിഞ്ഞ് ആ വീണ് തിരിച്ച് ആ പോസ്റ്റിന്റെ അടുത്തേക്ക് ചെല്ലും. അതിനുശേഷം അവൻ അതിരിക്കുന്ന വായിച്ചു നോക്കുമ്പോഴാണ് എന്തൊരു കാരണവശാലും ഇവനൊരു കൊലപാതകം ചെയ്യലെന്ന് പറഞ്ഞ് എഴുതിയിട്ടേക്കും. അതുകൊണ്ട് അവനൊന്നും മനസ്സിലാവാതിരിക്കുമ്പോൾ അവിടേക്ക് ഷെന്നാണ് ഓടിയെത്തിയിട്ട് ഹെയ്റ്റ ഞാൻ പറഞ്ഞിട്ട് കേൾക്കാതെ അവളുടെ അച്ഛനെ ഫോളോ ചെയ്ത് തന്നെ അങ്ങ് ദൂരെയുള്ള ഒരു കാട്ടിലേക്ക് പോയെന്ന് അറിയും. അതോടെ ഇവനാണ് എങ്കിൽ പിന്നെ പോലീസിനോട് നീ അവിടേക്ക് വരാൻ പറഞ്ഞ് പറഞ്ഞിട്ട് ഇവൻ അവളെ അന്വേഷിക്കും. അതേസമയം ഇവിടെ ഹെയ്റ്റാങ്കിന്റെ അച്ഛനും മറ്റേ ആളും കൂടെ ഈ കത്തിച്ചുകൂടി നമ്മൾ എങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ട് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വന്ന് ഹെയ്റ്റാങ്ങാണ് അതിനകത്ത് എന്തോ ഹെയ്ബോ എന്ന് പറഞ്ഞ് ഇവൾ ഓടി അടുത്തേക്ക് വരുമ്പോൾ ഇവളുടെ അച്ഛനെ തടഞ്ഞു നിർത്തിയിട്ട് നിന്നെ ആരാടി ഇപ്പൊ ഇങ്ങോട്ടേക്ക് വിളിച്ചെന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് ഇവള് പോയില്ല ഇവളുടെ അമ്മയെ പോലെ തന്നെ ഇവളെയും കൊല്ലുമെന്ന് അറിയും. അതിനുശേഷം അവളും പറഞ്ഞ കേൾക്കാതെ അവളുടെ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് അടുത്തേക്ക് വരുമ്പോൾ ഇവളുടെ അച്ഛനും ഇവളെയും കൂടെ കൊന്നിട്ട് ഞാൻ നിന്നെ കുറച്ച് എക്സ്ട്രാ പൈസ തരാന്ന് പറഞ്ഞ് ഇപ്പൊ ഹെയ്റ്റാങ്ങിനെ കൊല്ലാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവിടേക്ക് ഓടിയിരുന്ന ഈശ്വനാണ് ഇവന്മാരെ കണ്ട് ഓടി അടിക്കാൻ വേണ്ടി വരും. അതിനുശേഷം ഇവർ തമ്മിൽ അടിയാകുമ്പോഴാണ് അവന്റെ കൂട്ടാളിയും ഈശ്വനെ കത്തിയും കൊണ്ട് കുത്തും. അതേസമയം അവളുടെ അച്ഛനും അവളിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇവർ നാലുപേരും കൂടെ ഇങ്ങനെ അടിയോടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ അച്ഛനാണ് അവളെ കൊല്ലാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇത് കണ്ട് ഈശ്വൻ അടുത്തേക്ക് ഓടിയെന്ന് അവനെ ചവിട്ടിയിട്ടിട്ട് ഇവളെ സുരക്ഷയായിട്ട് വിളിച്ചോണ്ട് പോകാൻ വേണ്ടി നോക്കും. അങ്ങനെ അതിന്റെ ഇടയിലായിരിക്കും ഇവന് കത്തിയും കൊണ്ട് അവന്മാരി ഒരുത്തനും കുത്തി കൊല്ലാൻ വേണ്ടി പോകും. അങ്ങനെ ഇവർ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ ആ ദേഷ്യത്തിൽ കുത്തി കൊല്ലാൻ പോകുമ്പോഴാണ് അവസാന നിമിഷം അവൻ ഓർമ്മ വരും ആ ലെറ്റർ ചെയ്തിട്ടുണ്ട് ഒരു കാരണവശാലും ഇവരാരെയും കൊല്ലല്ലെന്ന്. അതുകൊണ്ട് ആ ഓർമ്മയെ തന്നെ ഇവൻ കൊലപാതകം ചെയ്യാതെ നോക്കി തന്നെ നിൽക്കും. അതിനുശേഷം അടുത്തായിട്ട് അവന്മാർ ഈശ്വനെ കൊല്ലാൻ വേണ്ടി വരുമ്പം കറക്റ്റ് അതേസമയം ഷെൻ പോലീസായിട്ട് അവിടെ കൊന്നടനെ ഇവരെല്ലാം പേടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വിടും. അങ്ങനെ അതുകൊണ്ട് അവസാനം ഈശ്വനും കൊലപാതകം ചെയ്ത് ജയിലിൽ പോവാതെ അവന്റെ ഫ്യൂച്ചർ ഇപ്പം മാറ്റി. അതോടെ ഈശ്വനും കരഞ്ഞോണ്ട് ഞാൻ ആരെയും കൊന്നിട്ടില്ല ഹെയ്റ്റാങ് പറഞ്ഞ് അവന് വിളിച്ചു പറയുമ്പം ഇവൾ അവനെ സമാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇതോടെ ഇവർക്ക് നടക്കായിരുന്ന ആ സങ്കടമായിട്ടുള്ള ജീവിതം ഇപ്പൊ മൊത്തത്തിൽ മാറി. അതായത് ഈശ്വൻ ജയിലിൽ പോകേണ്ട ആവശ്യമില്ല, ഹെയ്റ്റാങ്ങിന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ ലെറ്റർ അയച്ചെന്ന് പറഞ്ഞ് ഹെയ്റ്റാങ്ങിന്റെ മകൻ ഇപ്പൊ സന്തോഷത്തിൽ ഫീൽ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇവള് വിഷമിച്ചിരിക്കുന്നിട്ട് എന്നെ കുറിച്ചൊന്നും വിഷമിക്കണ്ട, എന്റെ അമ്മയും നിന്റെ അച്ഛനും ഇനി സന്തോഷമായിട്ടുള്ള ജീവിതമായിരിക്കും ജീവിക്കാമെന്ന് പറഞ്ഞ് അവൻ ഹാപ്പി ആയിട്ടിരിക്കും. എന്നിട്ട് അവൻ അവസാനമായിട്ട് നമ്മൾ തമ്മിൽ കണ്ടത് സന്തോഷം എന്ന് പറഞ്ഞ് അവളെ ഹഗ് ചെയ്ത് ഫീൽ ചെയ്യും. അപ്പോഴാണ് അവളും നമ്മൾ തീർച്ചയായിട്ടും ഇനി കാണുന്നറിഞ്ഞ് അവനെ ആശ്വാസപ്പെടുത്തുമ്പോൾ ഇവന്റെ അവസാന നിമിഷം അവന്റെ അമ്മയുടെ കല്ലറയിൽ തന്നെ അവൻ സ്പെൻഡ് ചെയ്യും. കാരണം ഹെയ്റ്റാങ് ഈശ്വനും കൂടെ ഒന്ന് ചേർന്നുകൊണ്ട് ഇവൻ ഇനി ഈ ലോകത്ത് ജനിക്കാൻ പോകുന്നില്ല. അതിനുശേഷം അടുത്ത ദിവസം ഈശ്വന്റെ മോളെ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ഇവളുടെ വീട്ടിൽ ഒരു പൂച്ചയെ കണ്ടിട്ട് ഇവൾക്ക് പെട്ടെന്ന് എല്ലാം ഓർമ്മ തുടങ്ങും. അപ്പോഴാണ് അവളുടെ കോണ്ടാക്റ്റിനകത്ത് ഇവളുടെ അച്ഛന്റെ പേര് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇവൾക്ക് അച്ഛന്റെ പേര് ഒരു കോണ്ടാക്ട് ഇല്ലെന്ന് കാണിക്കും. അതിനുശേഷം അവളും എങ്കിൽ പിന്നെ ഹെയ്റ്റാങ്ങിന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞ് അവന്റെ പേര് ഷെൻ എന്ന് അടിച്ചു നോക്കുമ്പോൾ ഇവളുടെ കോണ്ടാക്ട് ഷെൻ എന്ന് പറഞ്ഞ ആരും കാണത്തില്ല. അതുകൊണ്ട് ഇവൾ അതോർത്ത് കരഞ്ഞോണ്ട് അവനോർത്ത് ഫീൽ ചെയ്യും. എന്നിട്ട് വീണ്ടും ആ പോസ്റ്റ് കാണിക്കുവാണ് ഇതേപോലെ ആവശ്യമുള്ള ഓരോ സ്ഥലത്തും ഈ പോസ്റ്റ് ചെന്ന് അവർ സഹായിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ആ ഒരു സീനോടെയാണ് നമ്മുടെ ഡ്രാമ ഇവിടെ അവസാനിക്കുന്നത്. അതിനുശേഷം അവസാന ലെറ്റർ ആയിട്ട് ഹെയ്റ്റാങ് ഈശ്വനും കൂടെ അവർക്ക് താങ്ക്സ് പറഞ്ഞ ഒരു ലെറ്ററാണ് കാണിക്കുന്നത്. അങ്ങനെ ഫ്യൂച്ചറിൽ നിന്ന് ഇവർ ഹെൽപ്പ് ചെയ്ത് ആ കൊലപാതകം തടഞ്ഞതിനൊക്കെ അവർക്ക് താങ്ക്സ് പറഞ്ഞ് എഴുതിയേക്കും. അതിനുശേഷം അവർ ആഗ്രഹിച്ച പോലെ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് കോളേജിലൊക്കെ പോയെന്ന് പറഞ്ഞ് ഇവരെ കണ്ടുമുട്ടുവാണ്. അത് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞ് കുറെ ഇങ്ങനെ എഴുതിയേക്കും. അങ്ങനെ ഇതുവരെ നേരിട്ട് കാണാത്ത എന്റെ ഫാമിലി മെമ്പേഴ്സിന് ബായ് എന്ന് പറഞ്ഞ് ആ ഒരു സീനോടെ നമ്മുടെ ഡ്രാമയുടെ മൊത്തത്തിൽ അവസാനിക്കുവാണ്. സോ ഈ ഡ്രാമ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊരു പുതിയ ഡ്രാമയിൽ കാണാം.